Okay, good evening students. നമ്മൾ CA ഫൗണ്ടേഷൻ്റെ ഡിസംബർ എക്സാമിലേക്കുള്ള മോക്ക് ടെസ്റ്റ് പേപ്പർ ഡിസ്കഷനാണ് ഈ സെഷനായിട്ട് വന്നിട്ടുള്ളത്. മുന്നേ നമുക്കൊരു RTP ഡിസ്കഷനും റിവിഷൻ സെഷനും ഒക്കെ നമുക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെയുള്ളൊരു മോക്ക് ടെസ്റ്റ് പേപ്പറിൻ്റെ രണ്ട് മോക്ക് ടെസ്റ്റ് പേപ്പർ ഉണ്ട്. അതിൽ ആദ്യത്തെ മോക്ക് ടെസ്റ്റ് പേപ്പറാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം മറ്റൊരു ദിവസം നമ്മൾ സെക്കൻഡ് മോക്ക് ടെസ്റ്റ് പേപ്പറും ഡിസ്കസ് ചെയ്യും. ഇതിനൊക്കെ പുറമെ നമ്മൾ ഒരു സെഷൻ നിങ്ങളുടെ എക്സാം പ്രസൻറ്റേഷൻ ടിപ്പിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് വേറെയും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് നമ്മൾ അഖിലാമയമായിരിക്കും ഡീൽ ചെയ്യുന്നത്. മോസ്റ്റ്ലി ഫൗണ്ടേഷനിലേക്ക് വരുന്ന സമയത്ത് ലോണിൻ്റെ കേസിൽ ഞാൻ കണ്ടിട്ടുള്ള മിക്ക സ്റ്റുഡൻസിലും ടോപ്പിക്ക് മനസ്സിലാക്കുന്നത് ഒരു ഇഷ്യൂ അല്ല. മിക്ക സ്റ്റുഡൻസിനും അതിൻ്റെ പ്രസൻറ്റേഷൻ, പിന്നെ ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാനുള്ള എബിലിറ്റി. ക്വസ്റ്റ്യന് കുറച്ച് ലെങ്തി ആയിട്ട് വരുന്ന സമയത്ത് അതിന് കൃത്യമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാനും അതിൽ ഏത് ഏരിയയിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോക്കസ് ചെയ്യുന്ന ഭാഗങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കാനും ഇതൊക്കെയാണ് പല സ്റ്റുഡൻസിനും ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പം എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ റീഡ് ചെയ്യണം, എങ്ങനെ അതിനെ പ്രസൻറ്റ് ചെയ്യണം, ക്ലിയർ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ മോക്ക് ടെസ്റ്റ് പേപ്പറുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡീൽ ചെയ്യാൻ പോവാണ്. നമുക്ക് ചെറിയൊരു സെക്കൻഡ് വെയിറ്റ് ചെയ്യാം. ആരെങ്കിലും എത്താൻ ഉണ്ടെങ്കിൽ അവരും കൂടെ എത്തുന്നത് വരെ എന്നുള്ള രീതിയിൽ ചെറിയൊരു വെയിറ്റിംഗ് നമുക്കാവാം. പിന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് കൃത്യമായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കൃത്യമായിട്ട് ചാറ്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് വളരെ നല്ല രീതിയിൽ ഇൻട്രാക്റ്റീവായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും അത് നല്ല ബെനിഫിറ്റ് ആയിരിക്കും. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഞാൻ എന്തെങ്കിലും ചോദിക്കുന്ന സമയത്ത് അതിന് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ചാറ്റ് ബോക്സിൽ റിപ്ലൈ തരിക. ഓക്കെ, കറൻ്റ്ലി വാച്ച് ചെയ്യുന്ന ആളുകളൊക്കെ ഒരു ഹായ് അയക്കാമോ? ചാറ്റ് ബോക്സിലൊന്ന് ഒരു ഹായ് മെസ്സേജ് ചെയ്യാമോ? ഗുഡ് ഈവനിങ് അശ്വതി. Hi Farhan, hi Anjita, hi Sri Lakshmi, hi Anand, hi Rohan, Fatima, Ashwin, Anjita. ഓക്കെ, എല്ലാവർക്കും ഓഡിബിൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്യൂസ് ഒന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻസ് വെച്ച് തുടങ്ങുകയാണ്. 6 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിൽ പല സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ A അതാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. മിസ്റ്റർ ആയുഷ് ഈസ് ദി പ്രിൻസിപ്പൽ ഇൻ മോഡേൺ പബ്ലിക് സ്കൂൾ. ഹി നീഡ്സ് 2000 പാക്കറ്റ്സ് ഓഫ് ബിസ്ക്കറ്റ്സ്. 2000 പാക്കറ്റ് ബിസ്ക്കറ്റ് വേണം സ്റ്റുഡൻസിന് കൊടുക്കാൻ വേണ്ടി. എന്ന് റിപ്പബ്ലിക് ഡേക്ക് കൊടുക്കാൻ. ഓക്കെ, അപ്പം അത് സ്റ്റുഡൻസിന് കൊടുക്കുന്നു എന്നുള്ളതോ റിപ്പബ്ലിക് ഡേക്ക് കൊടുക്കുന്നു എന്നുള്ളതോ ഒന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇമ്പോർട്ടൻസ് ഉള്ള ഏരിയ അല്ല. അപ്പോൾ നമ്മൾ അത്ര അങ്ങ് ഫോക്കസ് ചെയ്യേണ്ട അവിടെ. ഓക്കെ, പിന്നെ വരുന്നത് ഇവിടെയുള്ള പാർട്ടി മിസ്റ്റർ ആയുഷ് ഉണ്ട്. ഓക്കെ, പിന്നെ പ്രിൻസിപ്പൽ ഇൻ മോഡേൺ പബ്ലിക് സ്കൂൾ സെക്കൻഡ് പാർട്ടി എന്ന് പറയുന്ന ഇവിടെ പ്രിൻസിപ്പളും ഉണ്ട്. ഓക്കെ, ഫോർ ദിസ് പർപ്പസ് ഹി കോൺട്രാക്റ്റഡ് വിത്ത് യോഗരാജ് ബിസ്ക്കറ്റ് കമ്പനി. Mr. Ayush visited the workshop of Yograj Biscuit Company and was very much satisfied with the quality of biscuits. യോഗരാജ് ബിസ്ക്കറ്റ് കമ്പനിയിൽ പ്രിൻസിപ്പൾ ആയിട്ടുള്ള മിസ്റ്റർ ആയുഷ് എന്ത് ചെയ്തു, വിസിറ്റ് ചെയ്യുകയും അവരുടെ ക്വാളിറ്റി ഒക്കെ അവർക്ക് ഇഷ്ടമായി. ഓക്കെ, അതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ര ഇഷ്യൂസ് ഉണ്ടാക്കുന്ന ഏരിയ അല്ല, നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഭാഗമല്ല. ഇവിടെ ഒരു ഫോക്കസ് ചെയ്യേണ്ട മറ്റൊരു ഏരിയ വരുന്ന അടുത്ത സെൻറ്റൻസിലാണ്. ദാറ്റ് ഈസ് ഹി ഓൾസോ ഫൗണ്ട് ദാറ്റ് എ ലാർജ് നമ്പർ ഓഫ് വെറൈറ്റീസ് ഓഫ് ബിസ്ക്കറ്റ്സ്. പല വെറൈറ്റീസ് ഓഫ് ബിസ്ക്കറ്റ്സ് യോഗരാജ് ബിസ്ക്കറ്റ് കമ്പനിയിൽ അയാൾ പോയപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ആര്? പ്രിൻസിപ്പൾ. ഓക്കെ, പ്രിൻസിപ്പൾ സ്കൂളിലേക്ക് വേണ്ടി 2000 പാക്കറ്റ് ബിസ്ക്കറ്റ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് യോഗരാജ് ബിസ്ക്കറ്റ് കമ്പനിയുമായിട്ട് കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഫാക്ടറി വിസിറ്റ് ചെയ്യുകയും അവിടെ പല വെറൈറ്റീസ് ഓഫ് ബിസ്ക്കറ്റ് ആൾ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു, 2000 പാക്ക് ബിസ്ക്കറ്റ്സ്, ദാറ്റ് ഇസ് 2000 പാക്സ് ഓഫ് ബിസ്ക്കറ്റ് എന്ത് ചെയ്തു, ഓർഡർ ചെയ്തു. ക്ലിയർ. എന്നിട്ട് അതിനുള്ള അഡ്വാൻസ് ടോക്കൺ മണി എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്ത് സ്പെസിഫൈ ചെയ്തിട്ടില്ല, ഡിഡ് നോട്ട് സ്പെസിഫൈ ദ കാറ്റഗറി ഓഫ് ബിസ്ക്കറ്റ്. ഏത് കാറ്റഗറി, ഏത് ടൈപ്പ് ബിസ്ക്കറ്റ് ആണ് കൊടുക്കേണ്ടതെന്ന്. കാരണം അവിടെ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ദർ ആർ ലാർജ് നമ്പർ ഓഫ് വെറൈറ്റീസ് ഓഫ് ബിസ്ക്കറ്റ്സ്. ലാർജ് നമ്പർ ഓഫ് വെറൈറ്റീസ് ഓഫ് ബിസ്ക്കറ്റ് ഉണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, എന്നിട്ട് 2000 പാക്കറ്റ് ബിസ്ക്കറ്റ് ഓർഡർ ചെയ്ത സമയത്ത് ഏത് ബിസ്ക്കറ്റ് ആണെന്നുള്ളത് എന്ത് ചെയ്തിട്ടില്ല, സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഇപ്പോൾ ബിസ്ക്കറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഒരു ബ്രാൻഡിൽ ഏതെല്ലാം ടൈപ്പ് ബിസ്ക്കറ്റ്സ് ഉണ്ടാവും. ചോക്ലേറ്റ് ഫ്ലേവേർഡ്, കാഷ്യൂ ഫ്ലേവേർഡ്, ക്രീം ബിസ്ക്കറ്റ്, അങ്ങനെ പല പല ഐറ്റംസിലുണ്ടാവും. അപ്പോൾ ഇവിടെ ഓൾറെഡി ലാർജ് നമ്പർ ഓഫ് വെറൈറ്റീസ് ഉണ്ട് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പുറമെ ഈ 2000 പാക്ക് ഓഫ് ബിസ്ക്കറ്റ്സ് കൊടുത്ത സമയത്ത് എന്ത് ചെയ്തിട്ടില്ല,
കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്തിട്ടില്ല ഏത് ബിസ്ക്കറ്റാണ് വേണ്ടതെന്നുള്ളത്. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ വരുന്നത് യോഗരാജ് ബിസ്കറ്റ് കമ്പനി ഡിഡ് നോട്ട് സപ്ലൈ ദ ബിസ്ക്കറ്റ് ഓൺ ദി ഡ്യൂ ഡേറ്റ്. പറഞ്ഞ ഡേറ്റിൽ എന്ത് ചെയ്തിട്ടില്ല, ബിസ്ക്കറ്റ് സപ്ലൈ ചെയ്തിട്ടില്ല. ഓക്കെ, മിസ്റ്റർ ആയുഷ് അതായത് പ്രിൻസിപ്പൽ എന്ത് ചെയ്തു, യോഗരാജ് ബിസ്ക്കറ്റ് കമ്പനിക്ക് അഗേൻസ്റ്റ് സ്യൂട്ട് ഫയൽ ചെയ്തു. എന്തിനു വേണ്ടി, ഫോർ കോമ്പൻസേഷൻ. സ്റ്റേറ്റ് വിത്ത് റീസൺസ് വെദർ യോഗരാജ് ബിസ്ക്കറ്റ് കമ്പനി ഈസ് ലയബിൾ അണ്ടർ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. യോഗരാജ് ബിസ്ക്കറ്റ് കമ്പനി ഈ പറയുന്ന കോമ്പൻസേഷൻ കൊടുക്കാൻ ലയബിൾ ആണോ ആസ് പെർ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. എനിക്ക് ആദ്യം നിങ്ങളുടെ കയ്യിൽ നിന്നും കിട്ടേണ്ട ഉത്തരം അവർ ലയബിൾ ആണോ അല്ലയോ, എസ് ഓർ നോ, അതാണ് നിങ്ങൾ ആദ്യം എനിക്ക് റെസ്പോൺസ് തരേണ്ടത്. അതിനുശേഷം നമുക്ക് അത് ഏത് പ്രൊവിഷനുമായിട്ട് കണക്ട് ചെയ്യുന്നുള്ള അതിന് ശേഷം ഡിസ്കസ് ചെയ്യാം. ഗിവ് മി യുവർ ആൻസേഴ്സ്. യെസ് അല്ലെങ്കിൽ നോ, ആ രീതിയിൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്താൽ മതി. തൽക്കാലം അത് ലേബിൾ ആണോ, യോഗരാജ് ബിസ്ക്കറ്റ് കമ്പനി ആ കോമ്പൻസേഷൻ കൊടുക്കാൻ ലേബിൾ ആണോ അല്ലയോ, കോൺട്രാക്ട് ആക്ട് പ്രകാരം കൊടുക്കാൻ ലേബിൾ ആണോ അല്ലയോ എന്നുള്ളത് മാത്രം യെസ് ഓർ നോ. വി ആർ ഗെറ്റിംഗ് മിക്സഡ് റിപ്ലൈസ്. കുറച്ച് പേര് നോ പറയുന്നുണ്ട്, കുറച്ച് പേര് യെസ് പറയുന്നുണ്ട്, ഒരുപാട് പേര് നോയും. രണ്ടും മിക്സ്ഡ് ആണ്, രണ്ടും ഒരുപോലെ ഏകദേശം. നോ കൂടുതലായിട്ട് ഇപ്പോൾ കാണുന്നുണ്ട്. ഓക്കെ, എസ് ആയിക്കോട്ടെ നോ ആയിക്കോട്ടെ, രണ്ടുപേരാണെങ്കിലും എസ് ആണെങ്കിലും നോ ആണെങ്കിലും ഇത് ഏത് പ്രൊവിഷനുമായിട്ട് കണക്ട് ചെയ്താണ്, ഇത് നിങ്ങൾ ഏത് ഏരിയയുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നിങ്ങളുടെ ആൻസർ പറയുന്നത്. യെസ് എന്ന് പറഞ്ഞതാണെങ്കിൽ നോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബേസിസ് ഉണ്ടാവുമല്ലോ, ഇവിടെ കൊടുക്കണം അല്ലെങ്കിൽ കോമ്പൻസേഷൻ കൊടുക്കണം അല്ലെങ്കിൽ കൊടുക്കണ്ട എന്ന് പറയാൻ ഒരു റീസൺ ഉണ്ടാവുമല്ലോ. Can you just state me the reason? എന്താണ് അവിടെ ഇഷ്യൂ വരുന്നത്, എന്താണ്? Okay, let me ask you. Yes, Vishnu answer ചെയ്തിട്ടുണ്ട്. Certainty of meaning. Certainty of meaning. ഇതാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്ന ഏരിയ. ഓക്കെ, നിങ്ങൾക്കറിയാം ഒരു എഗ്രിമെന്റിന്റെ കേസിൽ അവിടെ മീനിങ് സെർട്ടൈൻ ആയിരിക്കണം എന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കോൺട്രാക്ട് ആക്ട് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ക്ലിയർ? അത് ഒന്നുകിൽ സെർട്ടൈൻ അല്ലെങ്കിൽ കാപ്പബിൾ ഓഫ് ബീങ് മേഡ് സെർട്ടൈൻ ആയിരിക്കണം. ഇവിടെ മീനിങ് സെർട്ടൈൻ അല്ല. 2000 പാക്സ് ഓഫ് ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞ സമയത്ത് ഏത് ബിസ്ക്കറ്റ് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. ക്ലിയർ? ഏത് ബിസ്ക്കറ്റ് എന്ന് കൃത്യമായിട്ട് പറയാതെ യോഗരാജ് ബിസ്ക്കറ്റ് കമ്പനി ഏത് ബിസ്ക്കറ്റാണ് അവർക്ക് ഡെലിവറി ചെയ്യുക? ക്ലിയർ? അവരുടെ അടുത്ത് വെറൈറ്റീസ് ഓഫ് ബിസ്ക്കറ്റ് ഉണ്ടെന്ന് ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ പിന്നെ അവർ ഏത് ബിസ്ക്കറ്റ് ഡെലിവറി ചെയ്യും? ചെയ്യാൻ കഴിയില്ല. കാരണം അവിടെ എന്തില്ല, മീനിങ് എന്തല്ല, സെർട്ടൈൻ അല്ല. അതുകൊണ്ട് തന്നെ ആ കോൺട്രാക്ട് എന്തല്ല, എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല, ഡ്യൂ ടു ലാക്ക് ഓഫ് സെർട്ടൈനിറ്റി. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കോമ്പൻസേഷൻ യോഗരാജ് ബിസ്ക്കറ്റ് കമ്പനി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ പറയുന്ന സ്കൂളിലെ പ്രിൻസിപ്പലിന് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതിന്റെ സൊല്യൂഷനിലേക്ക് പോവാം. ഓക്കെ, സൊല്യൂഷനിലേക്ക് പോകുന്ന സമയത്ത് അക്കോർഡിംഗ് ടു ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 ദ മീനിങ് ഓഫ് എഗ്രിമെന്റ് മസ്റ്റ് ബി സെർട്ടൈൻ. ദ മീനിങ് ഓഫ് എഗ്രിമെന്റ് മസ്റ്റ് ബി സെർട്ടൈൻ. സെർട്ടൈൻ ആയിരിക്കണം മീനിങ്, ആൻഡ് നോട്ട് വേഗ് ഓർ ഇൻഡെഫിനിറ്റ്. ക്ലിയർ അല്ലാത്ത രീതിയിലാവരുത്, വേഗ് ആവരുത്. ക്ലിയർ? ഇഫ് ദ മീനിങ് ഓഫ് എഗ്രിമെന്റ് ഈസ് നോട്ട് സെർട്ടൈൻ, എഗ്രിമെന്റിന്റെ മീനിങ് സെർട്ടൈൻ അല്ലെങ്കിൽ അതെന്തല്ല, എൻഫോഴ്സിബിൾ അല്ല. ഇറ്റ് ഈസ് നോട്ട് എൻഫോഴ്സിബിൾ ബൈ ലോ. ഇത് പ്രൊവിഷനാണ്. ആദ്യം നമ്മൾ എഴുതുന്നത് പ്രൊവിഷനാണ്. ക്ലിയർ? അതിനുശേഷം അതിന് തൊട്ട് താഴെ നമ്മൾ നമ്മുടെ കേസ് ചെയ്താണ്, ഫാക്ട് ചെയ്താണ്. ഓക്കെ, ഇൻ ദ ഇൻസ്റ്റന്റ് കേസ് മിസ്റ്റർ ആയുഷ് ബീങ് പ്രിൻസിപ്പൽ ഇൻ മോഡേൺ പബ്ലിക് സ്കൂൾ ഓർഡർഡ് 2000 പാക്സ് ഓഫ് ബിസ്ക്കറ്റ് ടു യോഗരാജ് ബിസ്ക്കറ്റ് കമ്പനി ഫോർ ദ പർപ്പസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓൺ റിപ്പബ്ലിക് ഡേ എമംഗ് സ്റ്റുഡൻസ്. He also gave token money, did not specify the category of biscuits. യോഗരാജ് ബിസ്ക്കറ്റ് കമ്പനി did not supply biscuit. അവർ സമയത്തിന് എന്ത് ചെയ്തില്ല, ബിസ്ക്കറ്റ് സപ്ലൈ ചെയ്തില്ല ഓൺ ഡ്യൂ ഡേറ്റ്. ഓക്കെ, സ്യൂട്ട് ഫയൽ ചെയ്തു കോമ്പൻസേഷന് വേണ്ടി. ഇതാണ് സിറ്റുവേഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഒന്നും കൂടെ സൊല്യൂഷനുമായി ബന്ധപ്പെടുത്തിയിട്ട് പറഞ്ഞു എന്ന് മാത്രം. എന്നിട്ട് ഇതിൻ്റെ കൺക്ലൂഷൻ നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? ഓൺ ദ ബേസിസ് ഓഫ് എബോവ് പ്രൊവിഷൻസ് ആൻഡ് ഫാക്ട്സ്. ഈ പ്രൊവിഷനും ഫാക്റ്റും നമ്മൾ കണക്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇറ്റ് ക്യാൻ ബി സെഡ് ദാറ്റ് ദ എഗ്രിമെന്റ് വാസ് നോട്ട് എൻഫോഴ്സിബിൾ. ഈ എഗ്രിമെന്റ് എന്തല്ല, എൻഫോഴ്സിബിൾ ആയിരുന്നില്ല. എന്തുകൊണ്ട്? ഫോർ വാണ്ട് ഓഫ് സെർട്ടൈനിറ്റി. അവിടെ സെർട്ടൈനിറ്റി ഉണ്ടായിരുന്നില്ല. അവരുടെ സ്പെസിഫിക് വെറൈറ്റി ഓഫ് ബിസ്ക്കറ്റ് 2000 പാക്കറ്റ് വേണമെന്ന് പ്രിൻസിപ്പൾ പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ ഇറ്റ് വാസ് വാലിഡ്.
എന്നിട്ട് സപ്ലൈ ചെയ്തില്ലെങ്കിൽ ഹി കുഡ് ഹാവ് ആസ്ക്ഡ് ഫോർ കോമ്പൻസേഷൻ ചോദിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇവിടെ മീനിങ് സെർട്ടൈൻ ആയിരുന്നില്ല. അതുകൊണ്ട് ഇതെന്തല്ല, എൻഫോഴ്സിബിൾ അല്ല. കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടില്ല, അതായത് പ്രിൻസിപ്പൾ സ്പെസിഫൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ദേ ആർ നോട്ട് ലയബിൾ ടു പേ എനി കോമ്പൻസേഷൻ ടു മിസ്റ്റർ ആയുഷ്. അതായത് പ്രിൻസിപ്പളിന് ഒരു രീതിയിലുള്ള കോമ്പൻസേഷൻ ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അവിടെ മീനിങ് എന്തല്ല, സെർട്ടൈൻ അല്ല. ഇസ് ദാറ്റ് ക്ലിയർ? നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എന്ത് ചെയ്തത്, ഡീൽ ചെയ്തത്. ഒരുപാട് സ്റ്റുഡൻസ് ആ പ്രൊവിഷനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യം കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വി ആർ ഡിസ്കസ്ഡ് ദ വെരി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഐ ഹോപ്പ് തിങ്സ് ആർ ക്ലിയർ. ഇതിനുശേഷം നമുക്ക് പോകാനുള്ളത് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്കാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ 1 ബി. ഞാൻ ഈ റൈറ്റ് സൈഡിലേക്ക് നോക്കുന്നത്, എനിക്ക് ചാറ്റ് ബോക്സ് ഈ റൈറ്റ് സൈഡിലാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ആ സൈഡിലേക്ക് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ചില സമയത്ത് നിങ്ങൾ സ്പോട്ടിൽ ചിലപ്പം പറയുന്നത് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കാം ചിലപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ റിപ്ലൈസ് കാണുന്നത്. ഓക്കെ, okay, question number 1B. Parasnath Infra Height Limited is a public company having 215 members. ഒരു പബ്ലിക് കമ്പനിയാണ്. അവർക്ക് എത്ര മെമ്പേഴ്സ് ഉണ്ട്? 215 മെമ്പേഴ്സ്. 215 മെമ്പേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ തന്നെ ഉറപ്പിച്ചോ, 200 അങ്ങനെ നമ്പറിൻ്റെ കണക്കൊക്കെ വെച്ച് വരുമ്പോൾ എവിടെയുമായി കണക്റ്റഡ് ആയിരിക്കും? പ്രൈവറ്റ് കമ്പനിയുമായിട്ട്, അവരുടെ നമ്പറുമായി കണക്ട് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്നുള്ളത് ഉറപ്പിച്ചോ. ഓക്കെ, അപ്പോൾ പബ്ലിക് കമ്പനി ഹാവിങ് 215 മെമ്പേഴ്സ്. അതിൽ ഔട്ട് ഓഫ് 215 മെമ്പേഴ്സ് 20 മെമ്പേഴ്സ്, അതായത് 20 മെമ്പേഴ്സ് എന്താണ്, അവരുടെ എംപ്ലോയീസ് ആണ്. ക്ലിയർ? എംപ്ലോയി ഇൻ ദ കമ്പനി ഡ്യൂറിങ് ദ പീരിയഡ് 1st June 2021 to 30th June 2023. 1st June 2021 മുതൽ 30th June 2023 വരെ. ക്ലിയർ? അവരെന്തായിരുന്നു? എംപ്ലോയി ആയിരുന്നു. ക്ലിയർ? ഈ ഷെയർസ് അവർക്ക് എപ്പോഴും അലോട്ട് ചെയ്തിട്ടുള്ളത്, ദേ വർ അലോട്ടഡ് ഷെയർസ് ഇൻ പരസ്നാഥ് ഇൻഫ്രാ ഹൈറ്റ് ലിമിറ്റഡ് ഓൺ 1st April 2017. 1st April 2017. 1st April 2017 എന്ന് പറയുന്ന സമയത്ത് ശ്രദ്ധിക്കാം. 1st April 2017 എന്ന് പറയുമ്പോൾ ഇവരുടെ വർക്ക് ചെയ്തിട്ടുള്ള പീരീഡ് എന്ന് പറയുന്നത് എന്താണ്? 1st June 2021 അതുമുതൽ 30th June 2023 വരെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഈ 1st April 2017 എന്ന് പറയുന്ന സമയത്ത് ഇവർ എംപ്ലോയീസ് ആണോ? 1st April 2017, അതായത് 2017 1st April ഇവർ എംപ്ലോയീസ് ആണോ അല്ലയോ? റിപ്ലൈ മീ, യെസ് ഓർ നോ. ഫസ്റ്റ് ഏപ്രിൽ 2017 ഒരു എംപ്ലോയി ആണോ അല്ലയോ? ഓക്കെ, നോ, അല്ലല്ലോ. കാരണം ആ 2021 1st ജൂണിനാണ് അവരെന്ത് ചെയ്തിട്ടുള്ളത്? എംപ്ലോയി ആയിട്ട് വന്നിട്ടുള്ളത്. അതിന് മുന്നെയാണ് അവരെന്തായിട്ടുള്ളത്? മെമ്പറായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, which are held by them till today, that is 31st October 2023. 2023 ഒക്ടോബർ വരെ അവരെന്ത് ചെയ്യുന്നുണ്ട്? ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ആ ഒരു ഡേയിലെ കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നൗ കമ്പനി വാണ്ട്സ് ടു കൺവേർട്ട് ഇറ്റ് സെൽഫ് ഇൻ ടു എ പ്രൈവറ്റ് കമ്പനി. അവർക്ക് എന്ത് ചെയ്യണം? ഈ പബ്ലിക് കമ്പനി ഒരു പ്രൈവറ്റ് കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, സ്റ്റേറ്റ് വിത്ത് റീസൺസ് വെദർ പരസ്നാഥ് ഇൻഫ്രാ ഹൈറ്റ് ലിമിറ്റഡ് is required to reduce the number of members under the provisions of Companies Act 2013. പ്രൊവിഷൻസുമായി കണക്ട് ചെയ്തിട്ട് അവരവരുടെ നമ്പർ റെഡ്യൂസ് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളത് വിത്ത് റീസൺ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഡയറക്റ്റ്ലി കൺവേർട്ട് ചെയ്യാൻ പറ്റൂ? ക്ലിയർ? നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? ഇവിടെ അവർക്ക് ഡയറക്റ്റ്ലി ഒരു നമ്പർ ഒന്ന് റെഡ്യൂസ് ചെയ്യാതെ തന്നെ ഈ പരസ്നാഥ് ഇൻഫ്രാ ഹൈറ്റ് ലിമിറ്റഡിന് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റൂ? I'm waiting for your answers. പറ്റുന്നുള്ളവർ എസ് എന്ന് കമൻറ്റ് ചെയ്യുക, അല്ലാത്തവർ നോ എന്ന് കമൻറ്റ് ചെയ്യുക.
പബ്ലിക് കമ്പനിയെ പ്രൈവറ്റ് ലിമിറ്റഡ് ആക്കി മാറ്റാൻ പറ്റുമോ? പ്ലീസ് കമൻറ്റ്, പെട്ടെന്ന് കമൻറ്റ് ചെയ്യടാ. ഓക്കെ, മരിയ എസ് എന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അഞ്ജിത നോ, അനന്ത് നോ, ദേവിക നോ, അശ്വതി നോ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ശ്രീലക്ഷ്മി is saying yes, Farhan is saying yes. I don't know who is the time traveler. ഒരാൾ ടൈം ട്രാവലർ ഒക്കെ ഉണ്ട് ഇവിടെ, ആൾ നോ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതിലെനിക്ക് അറിയാവുന്നവരും അറിയാത്തവരുണ്ട്, എൻ്റെ സ്റ്റുഡൻസ് ഉണ്ട്, അല്ല നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മറ്റ് സ്റ്റുഡൻസും പുറത്തുള്ളവരൊക്കെ ഉണ്ട്, അല്ല എനിക്ക് അറിയുന്നവരും അറിയാത്തവരൊക്കെ ഉണ്ട്. ഓക്കെ, ഫാത്തിമ ഫിദ സെഡസ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയുകയാണെന്നുണ്ടെങ്കിൽ പറ്റില്ല. അതിന് റീസൺ ഉണ്ട്. അതിന് നിങ്ങൾ ആദ്യം നമ്മൾ നോക്കേണ്ടത്, ഇവിടെ നോക്കേണ്ട പ്രൊവിഷൻ എന്ന് പറയുന്നത് പ്രൈവറ്റ് കമ്പനിയുടെ ഡെഫിനിഷനിലേക്ക് പോകണം. പബ്ലിക് കമ്പനിയുടെ ഡെഫിനിഷൻ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഡെഫിനിഷനാണ്, പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ് അല്ലേ. നമ്മൾ ക്ലാസ്സിൽ എപ്പോഴും ഫണ്ണായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു ഡെഫിനിഷനാണ്. ദാറ്റ് ഈസ് പബ്ലിക് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പബ്ലിക് കമ്പനി ഈസ് എ കമ്പനി വിച്ച് ഈസ് നോട്ട് എ പ്രൈവറ്റ് കമ്പനി അല്ലേ. നമ്മൾ പറയാറുണ്ട്, ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട്, ലൈക്ക് ഏതെങ്കിലും ഒരു ക്ലയൻറ്റ് വന്നിട്ട് എന്താണ് പബ്ലിക് കമ്പനി എന്ന് നിങ്ങൾ ചോദിക്കും. അത് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുക അല്ലേ? നമ്മളിങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിച്ച് നോക്കുക ആ ഒരു സിറ്റുവേഷൻ. നമ്മളിങ്ങനെ ക്ലയൻറ്റിൻ്റെ അടുത്ത് പറയാം, പബ്ലിക് കമ്പനി എന്ന് പറയുമ്പോൾ അതൊരു കമ്പനിയാണ്, ക്ലിയർ, ഇതെന്തല്ല പ്രൈവറ്റ് കമ്പനി അല്ല. ഈ രീതിയിൽ നമ്മൾ വളരെ ഫണ്ണായിട്ടൊക്കെ ഡീൽ ചെയ്യുന്ന ഒരു ഏരിയയാണ് പബ്ലിക് കമ്പനി ഡെഫിനേഷൻ. അവിടെ അങ്ങനെ ആക്ട് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ട് അവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് പ്രൈവറ്റ് കമ്പനിയാണ്. ഇവിടെ എക്സ്പ്ലനേഷൻ വരുന്നതും ആ ഡെഫിനേഷനുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. നമുക്കറിയാം പ്രൈവറ്റ് കമ്പനിയിലെ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് 200 ആണ്. അതിൽ ഈ ഒരു സ്പെസിഫിക് ആയിട്ട് വരുന്ന 20 മെമ്പേഴ്സിനെ അതിൽ ഇൻക്ലൂഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഉത്തരം വരുന്നത്. ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ആ 200 എന്നുള്ള കൗണ്ടിലേക്ക് ഇവർ ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്പർ റെഡ്യൂസ് ചെയ്യാണ്ട് പ്രൈവറ്റ് കമ്പനി ആക്കാൻ പറ്റില്ല, ക്ലിയർ. അതേസമയം അവരെ ലൈക്ക് ആ കൗണ്ടിലേക്ക് അവരെ കൺസിഡർ ചെയ്യുന്നില്ലെങ്കിൽ വി ക്യാൻ ഈസിലി കൺവേർട്ട് ദിസ് പബ്ലിക് കമ്പനി ഇൻ ടു എ പ്രൈവറ്റ് കമ്പനി. ഓക്കെ, അപ്പോൾ നമുക്ക് സൊല്യൂഷനിലേക്ക് നോക്കാം. ഓക്കെ, അക്കോർഡിംഗ് ടു സെക്ഷൻ 2 ക്ലോസ് 68 ഓഫ് കമ്പനീസ് ആക്ട് 2013, പ്രൈവറ്റ് കമ്പനി എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, മീൻസ് എ കമ്പനി ഹാവിംഗ് മിനിമം പേ ക്യാപിറ്റൽ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് ആൻഡ് വിച്ച് ബൈ ഇറ്റ്സ് ആർട്ടിക്കിൾ റെസ്ട്രിക്ട് ദ റൈറ്റ് ടു ട്രാൻസ്ഫർ ഷെയർസ്. റെസ്ട്രിക്ഷൻ ഓൺ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് പ്രൈവറ്റ് കമ്പനിയുടെ കേസിൽ വരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അതുപോലെ 1% കമ്പനി ഒഴികെ എക്സെപ്റ്റ് ഇൻ 1% കമ്പനി ലിമിറ്റ്സ് നമ്പർ ടു 200, ലിമിറ്റ്സ് നമ്പർ ടു 200. ദിസ് ഈസ് എ ഫോക്കസിങ് ഏരിയ. ഇവിടെ ആൻസറിൽ നമ്മുടെ ഫോക്കസ് ഏരിയ ഇവിടെ വരുന്നു. ഓക്കെ, ലിമിറ്റ്സ് ടു 200. അതുപോലെ 2 അതിൽ കൂടുതൽ ആളുകൾ ജോയിൻ്റ്ലി ഹോൾഡ് ചെയ്യണമെങ്കിൽ അവരെ നമ്മൾ സിംഗിൾ നമ്പർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. ജോയിൻ്റ്ലി ഹോൾഡ് ചെയ്യുന്ന സമയത്ത് അവർ ഫോർ ദ പർപ്പസ് ഓഫ് കാൽക്കുലേറ്റിംഗ് ദിസ് നമ്പർ നമ്മൾ അവർ സിംഗിൾ മെമ്പർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതുപോലെ പ്രൊവൈഡഡ് ഫർദർ ദാറ്റ് പേഴ്സൺസ് ഹൂ ആർ ഇൻ എംപ്ലോയ്മെൻറ്റ്, ക്ലിയർ. അതുപോലെ പേഴ്സൺസ് ഹൂ ഹാവിംഗ് ബീൻ ഫോമർലി ഇൻ ദ എംപ്ലോയ്മെൻറ്റ്, മുന്നേ എംപ്ലോയ്മെൻറ്റിൽ ഉണ്ടായിരുന്ന ആളുകൾ, അവർ മെമ്പേഴ്സ് ആയിരുന്നു, വേർ മെമ്പേഴ്സ് എപ്പോൾ ഓഫ് ദി കമ്പനി വൈൽ ഇൻ ദാറ്റ് എംപ്ലോയ്മെൻറ്റ്, അവർ എംപ്ലോയ്മെൻറ്റിലുള്ള സമയത്ത് മെമ്പർ ആയിരുന്നു, ക്ലിയർ. ഇപ്പം അവരെന്തല്ല, എംപ്ലോയി അല്ല, ക്ലിയർ. പിന്നീട് മെമ്പേഴ്സായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്, ക്ലിയർ. എംപ്ലോയ്മെൻറ്റ് സീസ് ചെയ്തതിന് ശേഷം അവർ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്, ക്ലിയർ. അവരെന്ത് ചെയ്യുന്നില്ല, ദേ ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദി നമ്പർ ഓഫ് മെമ്പേഴ്സ്. പിന്നെ പ്രൊഹിബിഷൻ ടു പബ്ലിക്, ഇൻവിറ്റേഷൻ ടു പബ്ലിക്, അത് പ്രൈവറ്റ് കമ്പനിയുടെ കേസിൽ വരുന്നൊരു കാര്യമാണ്. നമുക്ക് എന്ത് പറ്റില്ല, പബ്ലിക്കിനെ ഷെയർസ് വാങ്ങിക്കാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷെ ഇവിടെ ഫോക്കസ് വരുന്നത് നമ്മുടെ ഈ ഒരു പോയിന്റിലാണ്. ഓക്കെ, ഈ എയും ബിയും ഇവിടെയാണ് നമ്മൾ ലൈക്ക് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എംപ്ലോയ്മെൻറ്റിൽ കറൻ്റ്ലി ഉള്ള ആളുകളാണെങ്കിൽ അവരെ നമുക്ക് ഈ കൗണ്ടിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഇവർ കറൻ്റ്ലി ഉണ്ടോ? ഇല്ലല്ലോ, ക്ലിയർ. കറൻ്റ്ലി അവർ 30th ജൂൺ 2023 വരെ മാത്രമല്ല അവരെന്ത് ചെയ്തിട്ടുള്ളൂ, വർക്ക് ചെയ്തിട്ടുള്ളൂ. 31st ഒക്ടോബറിന് അവരെന്തല്ല, എംപ്ലോയ്മെൻ്റ് ഇല്ല, അപ്പോൾ അത് കിട്ടില്ല. ഓക്കെ, പിന്നെ വരുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ദേ ആർ ഫോമർലി, അതായത് എക്സ് എംപ്ലോയീസിൻ്റെ കേസിൽ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, ദേ വർ മെമ്പേഴ്സ് ഓഫ് ദി കമ്പനി വൈൽ ഇൻ ദാറ്റ് എംപ്ലോയ്മെൻറ്റ്. അങ്ങനെയാണോ ഇവിടുത്തെ സിറ്റുവേഷൻ? അവർ എംപ്ലോയ്മെൻറ്റിലുള്ള സമയത്തല്ല എന്ത് ചെയ്തിട്ടുള്ളത്, മെമ്പേഴ്സ് ആയിട്ടുള്ളത്. അവർ 2017 മെമ്പേഴ്സാണ്, ക്ലിയർ. അപ്പം ഇതും അവർക്ക് അപ്ലിക്കബിൾ ആവില്ല. അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് ഈ 20 മെമ്പേഴ്സിനെ കൂടെ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ 215 മെമ്പേഴ്സ് ഉണ്ടാകും. 215 മെമ്പേഴ്സ് നിലനിൽക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പബ്ലിക് കമ്പനിയെ പ്രൈവറ്റ് കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല, ക്ലിയർ. 215 മെമ്പേഴ്സ് ഉള്ളപ്പോൾ പബ്ലിക് കമ്പനിയെ പ്രൈവറ്റ് കമ്പനി ആക്കാൻ പറ്റുമോ? ഇല്ല, ക്ലിയർ.
In the given problem, 20 members were employees of the company, but they were not employed at the time of getting membership. That is, 1st April 2017, അവർ എന്തായിരുന്നില്ല, they were not employees. അതുപോലെ എക്സിസ്റ്റിംഗ് ഡേറ്റിൽ അവർ എന്തല്ല, എംപ്ലോയീസ് അല്ല. എക്സിസ്റ്റിംഗ് ഡേറ്റിൽ അവർ എംപ്ലോയീസ് ആണെങ്കിൽ ഉത്തരം മാറിയേനെ. ക്ലിയർ? അവർ എംപ്ലോയീസ് ആണെന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് കൗണ്ടിൽ നിന്ന് ഒഴിവാക്കാമായിരുന്നു. ക്ലിയർ? Hence they will be considered as members for the purpose of the limit of 200 members. Hence, taking into the account of the provision of 268 of the Act, the company is required to reduce number of members to 200 before converting it into a private company. ഒരു പ്രൈവറ്റ് കമ്പനി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യേണ്ടി വരും? നമ്പർ 200 ലിമിറ്റ് ചെയ്യേണ്ടി വരും. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ പബ്ലിക് കമ്പനിയെ പ്രൈവറ്റ് കമ്പനി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ആണോ? ക്ലിയർ? ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ? Like we had discussed 2 questions. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 2 questions നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് റിസ്ക് പ്രൈമ ഫേസി പാസസ് വിത്ത് പ്രോപ്പർട്ടി. ക്ലിയർ? എലാബറേറ്റ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930. ഇത് നമ്മൾ എപ്പോഴും പറയുന്നതാണ്. നമ്മൾ നമ്മൾ റിലേറ്റീവായിട്ട് കണക്ട് ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ ബൈക്കും കൊണ്ടുപോയി, ലെറ്റ്സ് ടേക്ക് 2 persons, നമുക്ക് 2 സ്റ്റുഡൻസിനെ ചൂസ് ചെയ്യാം. ഓക്കെ, ചുമ്മാ ഒരു എക്സാമ്പിളിന് വേണ്ടി ചുമ്മാ പറയാം. ഓക്കെ, 2 students. ക്ലിയർ? ഇവർക്ക് എന്തുണ്ട്? ഒരു കാറുണ്ട്. ഓക്കെ, ദേ ഹാവ് എ കാർ. എൻ്റെ ഡ്രോയിങ് സ്കിൽസ് കുറച്ച് ഹൊറിബിളാണ്, അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു കാറുണ്ട് ഇവർക്ക്. ഓക്കെ, ലെറ്റ്സ് സീ രാമു ആൻഡ് രവി. ഓക്കെ, ഈ കാറ് രാമുവിൻ്റെയാണ്. ഓക്കെ, ആരുടെയാണ് കാറ്? രാമുവിൻ്റെ കാറാണ്. ഓക്കെ, ഓണർ രാമു ആണ്. ഓക്കെ, രവി ഈ കാറും കൊണ്ടുപോയി, കാർ ആക്സിഡൻ്റ് ആയി. ഓക്കെ, രവി കാറും കൊണ്ടുപോയി ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാൽ ആർക്കാ ലോസ്? സ്വാഭാവികമായിട്ടും ഓണറായ രാമുവിനല്ലേ. ആ സെയിം സിസ്റ്റം നമുക്ക് അങ്ങനെ തന്നെ ചിന്തിക്കാം. വളരെ ലൈറ്റായിട്ട് എടുക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മുടെ വീട്ടിൽ നമ്മുടെ ഫാദർ അല്ലെങ്കിൽ നമ്മുടെ പാരൻസ് എപ്പോഴും എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ കേടുവരുത്തി കഴിഞ്ഞാലൊക്കെ ചീത്ത പറയുമ്പോൾ ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്. നിനക്കെന്താ നഷ്ടം എന്നൊക്കെ ചിലപ്പോൾ പറയും അല്ലേ? തമാശയിലാണെങ്കിൽ പോലും ചിലപ്പോൾ അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അവിടെയൊക്കെ ലൈക്ക് എപ്പോഴും ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും എന്ത് സാധനമാണെങ്കിലും എപ്പോഴും അതിൻ്റെ ഓണറിനാണ് ലോസ് വരുന്നത്. ശരിയല്ലേ? അതുമായി ബന്ധപ്പെടുത്തിയിട്ട് തന്നെയാണ് നമുക്കിത് എന്ത് ചെയ്യാനുള്ളത്? എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ഓക്കെ, ഇതൊരു ജനറലി ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ ചുമ്മാ പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, ഓക്കെ, സൊല്യൂഷൻ നോക്കാം. റിസ്ക് പ്രൈമ ഫേസി പാസസ് വിത്ത് പ്രോപ്പർട്ടി. ഇവിടെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സ്റ്റുഡൻസ് പ്ലീസ് റെസ്പോണ്ട് ഇൻ ദ ചാറ്റ് ബോക്സ്. എന്താണ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? വാട്ട് ആർ ദ ഇന്റൻഡിങ്? പ്രോപ്പർട്ടി എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ചുമ്മാ ഒന്ന് കമൻറ്റ് ചെയ്യും. നിങ്ങൾക്ക് അറിയാമല്ലോ. ഓണർഷിപ്പ് അല്ലേ? യെസ്, അബ്സല്യൂട്ട് ഓണർഷിപ്പ് അല്ലേ? അപ്പോൾ റിസ്ക് പ്രൈമ ഫേസി പാസസ് വിത്ത് ഓണർഷിപ്പ്. ഓണർഷിപ്പിൻ്റെ കൂടെ റിസ്ക് എന്ത് ചെയ്യും? പാസ് ചെയ്യപ്പെടും. അതായത് ഓണറിനാണ് എല്ലായ്പ്പോഴും റിസ്ക്. സെക്ഷൻ 26 ആണ് ഇത് ഡീൽ ചെയ്യുന്നത്. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൻ്റെ സെക്ഷൻ 26 ആണ് ഡീൽ ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു സെക്ഷൻ 26, അൺലെസ് അതർവൈസ് അഗ്രീഡ്, ദ ഗുഡ്സ് റിമെയിൻ അറ്റ് ദി സെല്ലേഴ്സ് റിസ്ക്. ഗുഡ്സ് ആരുടെ റിസ്കിലാണ്? സെല്ലറുടെ റിസ്കിലാണ്. ഏതുവരെ? അൺടിൽ പ്രോപ്പർട്ടി ട്രാൻസ്ഫേർഡ് ടു ബയ്യർ. ബയ്യറിന് ട്രാൻസ്ഫർ ചെയ്യുന്നത് വരെ അൺലെസ് അതർവൈസ് അഗ്രീഡ്. മറ്റൊന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ സെല്ലറുടെ റിസ്കിലാണ്. ക്ലിയർ? കാരണം അതുവരെ ആരാണ് ഓണർ? സെല്ലറാണ് ഓണർ. ക്ലിയർ? ആ ഓണർഷിപ്പ് ബയ്യറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാലോ, വെൻ പ്രോപ്പർട്ടി ഈസ് ട്രാൻസ്ഫേർഡ് ടു ബയ്യർ, ഗുഡ്സ് ആർ അറ്റ് ദി ബയ്യേഴ്സ് റിസ്ക്. പിന്നെ വരുന്ന ആരുടെ റിസ്കിലാ? ബയ്യറുടെ റിസ്കിലാണ്. ക്ലിയർ? കാരണം ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആയി. ഇപ്പോൾ ബയ്യറാണ് ഓണർ എന്നുണ്ടെങ്കിൽ ആർക്കാ റിസ്ക്? ലൈക്ക് എന്തെങ്കിലും ഗുഡ്സിന് എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഓണർക്കിനല്ലേ. അപ്പോൾ ബയ്യർക്കാണ് റിസ്ക്. ഡെലിവറി ഹാസ് ബീൻ മെയ്ഡ് ഓർ നോട്ട്, അത് ഇമ്പോർട്ടൻ്റ് അല്ല. ഡെലിവറി നടന്നില്ലേ, അതൊന്നും ഇവിടെ ഇമ്പോർട്ടൻ്റ് അല്ല. ക്ലിയർ? ഓണർഷിപ്പാണ് ഇമ്പോർട്ടൻറ്റ്. റിസ്ക് ഫോളോസ് ഓണർഷിപ്പ് നമ്മൾ പറയാറുണ്ട്. ക്ലിയർ? ഓണർഷിപ്പിനനുസരിച്ചിട്ടാണ് ആർക്കാണ് റിസ്ക് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിസൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഓക്കെ,
പിന്നെ ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ദാറ്റ് വെർ ഡെലിവറി ഹാസ് ബിൻ ഡിലേഡ് ബിക്കോസ് ഓഫ് ദി ഫോൾട്ട്. ഡെലിവറി ഡിലേ വന്നു ആര് കാരണവശാൽ? ബിക്കോസ് ഓഫ് ദി ഫോൾട്ട് ഓഫ് ഐദർ ബയർ ഓർ സെല്ലർ. സെല്ലറിൻ്റെയോ അല്ലെങ്കിൽ ബയ്യറിൻ്റെയോ ഫോൾട്ട് കാരണം ഡിലേ വന്നു. ക്ലിയർ? ദ ഗുഡ്സ് ആർ ദ റിസ്ക് ഓഫ് ദ പാർട്ടി ഇൻ ഫോൾട്ട്. ഗുഡ്സ് എന്ന് പറയുന്ന ആരുടെ റിസ്കിലാണ്? പാർട്ടി ഇൻ ഫോൾട്ട്. ആരുടെ ഫോൾട്ട് കൊണ്ടാണോ റിസ്ക് ലൈക്ക് അവിടെ ലോസ് വന്നത്, ആരാണോ ഡെലിവറി ഡിലേ വരുത്തിയത്, അവർക്കാണ് എന്ത് റിസ്ക്, ഇറസ്പെക്റ്റീവ് ഓഫ് ഓണർഷിപ്പ്. ഓക്കെ, റിഗാർഡ്സ് എനി ലോസ് വിച്ച് മൈറ്റ് നോട്ട് ഹാവ് occurred but for such fault. Provided also that nothing in this section shall affect the duties or liabilities of either seller or buyer as bailey of the goods of the other party. എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇതൊക്കെ മാറ്റി നിർത്തിയിട്ട് തന്നെ നമുക്ക് പറയാം, സെല്ലർ ആയിക്കോട്ടെ ബയ്യർ ആയിക്കോട്ടെ, പൊസിഷനിലുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ഒരു ബെയിലി എന്നുള്ള രീതിയിൽ, അത് സെല്ലർ ആയാലും ബയ്യർ ആയാലും ഒരു ബെയിലി എന്നുള്ള രീതിയിലുള്ള അവരുടെ ഡ്യൂട്ടീസിനെയും ലയബിലിറ്റീസിനെയും എന്ത് ചെയ്യുന്നില്ല, അത് എഫക്റ്റ് ചെയ്യുന്നില്ല. ക്ലിയർ? അതോടുകൂടി നമുക്ക് ആ ആൻസർ എന്ത് ചെയ്യാൻ പറ്റും, വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റും. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ക്ലാസ്സിലേക്ക് എപ്പോഴും അത്രയും നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ള ടോപ്പിക്കാണ്. ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? നിങ്ങൾ നല്ല രീതിയിൽ ചാറ്റ് ബോക്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഐ ആം ഹാപ്പി. ആ ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. നല്ല രീതിയിൽ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം നമുക്ക് സെഷൻ തീരുന്നത് വരെ. അപ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ ഇൻട്രാക്റ്റീവ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ 1C കഴിഞ്ഞു. അങ്ങനെ മൊത്തം 3 ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് 2 ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യനിലെ എ. ഓക്കെ, എക്സ്പ്ലെയിൻ എനി 5 circumstances under which contracts need not be performed with the consent of both the parties. പാർട്ടീസിൻ്റെ കൺസെൻറ്റോട് കൂടി കോൺട്രാക്റ്റ് പെർഫോം ചെയ്യേണ്ടാത്ത, ആവശ്യമില്ലാത്ത സിറ്റുവേഷൻസ്, സർക്കംസ്റ്റാൻസസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. കേൾക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ടാവും നമ്മുടെ ആ ഒരു ഡിസ്കസ് ചെയ്തിട്ടുള്ള ഏരിയ. ദാറ്റ് ഇസ് നൊവേഷൻ, ആൾട്രേഷൻ, റെസിഷൻ എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുള്ള ഏരിയയാണ് ഇവിടെ നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാം. ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നൊവേഷൻ. എന്താണ് നൊവേഷൻ? നൊവേഷൻ്റെ കേസിൽ എന്താ സംഭവിക്കുന്നത്? ആക്ച്വലി ഇവിടെ പാർട്ടീസ് എന്ത് ചെയ്യാണ്, ദേ ആർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് എ ന്യൂ കോൺട്രാക്ട് ഫോർ ദി ഓൾഡ്. പഴയ കോൺട്രാക്റ്റിന് പകരം അവരെന്ത് ചെയ്യുന്നു, പുതിയൊരു കോൺട്രാക്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ക്ലിയർ? അതാണ് നൊവേഷൻ. ക്ലിയർ? ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പുതിയ കോൺട്രാക്ട് ഓൾറെഡി ഉള്ള സെയിം പാർട്ടീസിൻ്റെ ഇടക്കാവാം. ഐദർ ബിറ്റ്വീൻ സെയിം പാർട്ടീസ് ആവാം. ക്ലിയർ? പ്രശ്നമൊന്നുമില്ല. can be between same parties. Different parties ആവാം, no problem. or between different parties, no issues. Clear? ആ ലൈക്ക് മുന്നത്തെ കോൺട്രാക്റ്റിൻ്റെ ഡിസ്ചാർജ് ആണ് മ്യൂച്വലി വരുന്ന കൺസിഡറേഷനും. ഓക്കെ, നൊവേഷൻ ക്യാൻ ടേക്ക് പ്ലേസ് ഓൺലി ബൈ മ്യൂച്വൽ അഗ്രിമെന്റ് ബിറ്റ്വീൻ ദി പാർട്ടീസ്. ഈ പറയുന്ന പാർട്ടീസിൻ്റെ ഇടയ്ക്കുള്ള മ്യൂച്വൽ അഗ്രിമെന്റിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് നൊവേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഉള്ള അഗ്രിമെന്റ് മാറ്റിയിട്ട് പുതിയൊരു അഗ്രിമെന്റ് കൊണ്ടുവരുന്നു. ദാറ്റ് ഈസ് നൊവേഷൻ. ക്ലിയർ? അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി ഉള്ള അഗ്രിമെന്റ് എന്താവുന്നു, ലാപ്സ് ആയി പോകും, അല്ലെങ്കിൽ ഡിസ്ചാർജ് ആയി പോകും. ക്ലിയർ? ഓൺ നൊവേഷൻ ഓൾഡ് കോൺട്രാക്ട് ഈസ് ഡിസ്ചാർജ്ഡ് ആൻഡ് കോൺസിക്വൻ്റ്ലി ഇറ്റ് നീഡ് നോട്ട് ബി പെർഫോംഡ്. അതുകൊണ്ട് തന്നെ ഓൾഡ് കോൺട്രാക്ട് അവിടെ ഡിസ്ചാർജ് ആയി, അത് ഇനി പെർഫോം ചെയ്യേണ്ട ആവശ്യമില്ല. ഡിസ്ചാർജ് ആയ കോൺട്രാക്ട് പിന്നെ ചുമ്മാ പെർഫോം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ക്ലിയർ? ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഏരിയ ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്ക് അവിടെ ഒരുപാടൊന്നും ചിന്തിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. കാരണം ഇത് നിങ്ങളുടെ മെറ്റീരിയൽ ആണെങ്കിലും ഇതുപോലെ തന്നെ കൃത്യമായിട്ട് അവിടെ പ്രസൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഡയറക്റ്റ് ആൻസറാണ്. ക്ലിയർ? അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ അല്ലത്. ഓക്കെ, പിന്നെ വരുന്നത് റെസിഷൻ ആണ്. റെസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം എന്താ? വാട്ട് ഈസ് മീൻ ബൈ റെസിഷൻ? റെസിഷൻ്റെ മീനിങ് എന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തേ. Waiting for your comments, please. Okay, cancellation. അതെ, റെസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്യുക അല്ലേ. എ കോൺട്രാക്ട് ഈസ് ഓൾസോ ഡിസ്ചാർജ്ഡ് ബൈ റെസിഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്യുക. ഓക്കെ, ഡിസ്ചാർജ്ഡ് ബൈ റെസിഷൻ. When the parties to a contract agree to rescind it, അതിലുള്ള പാർട്ടീസ് തന്നെ പരസ്പരം എഗ്രി ചെയ്യാണ്, വി ക്യാൻ ക്യാൻസൽ ദ കോൺട്രാക്ട്. അങ്ങനെ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് പെർഫോം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നോ നീഡ് ടു പെർഫോം ഇറ്റ്. ക്ലിയർ? നീഡ് നോട്ട് ബി പെർഫോംഡ്. പിന്നെ വരുന്നതാണ് ആൾട്രേഷൻ. ആൾട്രേഷൻ എന്ന് പറയുമ്പോൾ എന്താ?
ആൾട്രേഷൻ എന്നുള്ള വാക്ക് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പല രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ ഡ്രസ്സൊക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പം ഫിറ്റിങ്ങിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആൾട്ടർ ചെയ്യില്ലേ, ചില ചേഞ്ചസ് വരുത്തും, അതിൻ്റെ ഫിറ്റിങ്ങിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തും അല്ലേ. അതുപോലെ നമ്മൾ കാറ് അല്ലെങ്കിൽ ബൈക്കൊക്കെ മേടിക്കുന്ന സമയത്ത് ചിലർ അതിലേക്ക് എന്ത് ചെയ്യാറുണ്ട്, ചെറിയ ചെറിയ ആൾട്രേഷൻസ് വരുത്താറുണ്ട്, ചെറിയ ചെറിയ മാറ്റങ്ങൾ. അത് തന്നെയാണ് ഇവിടെയും ആൾട്രേഷനിൽ വരുന്നത്. ക്ലിയർ? ഇവിടെ എന്ത് ചെയ്യാണ്, മാറ്റങ്ങൾ വരുത്താണ്. പാർട്ടീസ് ടു എ കോൺട്രാക്ട് എഗ്രി ടു ആൾട്രേറ്റ്. ഒറിജിനൽ കോൺട്രാക്ട് എന്തോ ക്യാൻസൽ ആവും, ആ ആൾട്രേഷൻ ചെയ്തു വന്നിട്ടുള്ള കോൺട്രാക്ട് എക്സിസ്റ്റൻസിലേക്ക് വരും. അതുകൊണ്ട് തന്നെ മുന്നേ ഉണ്ടായിരുന്ന ആ കോൺട്രാക്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പെർഫോം ചെയ്യേണ്ട ആവശ്യമില്ല, നീഡ് നോട്ട് ബി പെർഫോംഡ്. അതോടുകൂടി ആ കോൺട്രാക്ട് എന്താവും, ബൈ ആൾട്രേഷൻ ആ പഴയ സിറ്റുവേഷൻ, ഓൾഡ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ആൾട്രേഷൻ ചെയ്യുന്നതിന് മുന്നേ ഉള്ള ആ കോൺട്രാക്ട് എന്താവും, ഡിസ്ചാർജ്. ക്ലിയർ? ഡിസ്ചാർജ്ഡ് ബൈ ആൾട്രേഷൻ. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ദാറ്റ് ഈസ് റെമിഷൻ. റെമിഷൻ എന്ന് പറയുന്ന സമയത്ത് ഞാനെപ്പോഴും സിമ്പിളായിട്ട് അവിടെ പറയാറുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സെപ്റ്റൻസ് ഓഫ് ലെസർ ഫുൾഫിൽമെന്റ് എന്നൊക്കെ പറയാം. അതൊക്കെ ഒരു കൈൻഡ് ഓഫ് റെമിഷനാണ്. ഓക്കെ, എവറി പ്രോമിസ് മേ ഡിസ്പെൻസ് വിത്ത് ഓർ റെമിറ്റ് വോളി ഓർ ഇൻ പാർട്ട്, ലൈക്ക് വോളി അല്ലെങ്കിൽ ഇൻ പാർട്ട് ദ പെർഫോമൻസ് ഓഫ് ദ പ്രോമിസ് മെയ്ഡ് ടു ഹിം ഓർ മേ എക്സ്റ്റെൻഡ് ദ ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. ക്ലിയർ? അല്ലെങ്കിൽ അവർ ഓൾറെഡി കിട്ടേണ്ടതിനേക്കാളും കുറഞ്ഞ ഒരു സാറ്റിസ്ഫാക്ഷൻ വേണമെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാം. ക്ലിയർ? ഇവിടെയൊക്കെ ആക്ച്വലി സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെമിഷനാണ്. ഇപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു 50,000 റുപ്പീസ് തരാനുണ്ടെന്ന് വിചാരിക്കും. ക്ലിയർ? ആ 50,000 റുപ്പീസ് തരാനുള്ള ആ ഫ്രണ്ട് ലൈക്ക് ഈസ് റെഡി ടു ഗീവ് മി 25,000. ക്ലിയർ? അവനിപ്പോൾ അതിൽ കൂടുതൽ തരാൻ സാധിക്കില്ല. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എനിക്ക് ആ 25,000 മതി, ബാക്കി ഇനി തരേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ ബാക്കി എന്ത് ചെയ്യാം, ഒഴിവാക്കി കൊടുത്തിട്ട് ആ ലെസർ ആയിട്ടുള്ള ഒരു ഫുൾഫിൽമെൻറ്റ് ആക്സെപ്റ്റ് ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്യാം, കോൺട്രാക്ട് വേണമെങ്കിൽ ഡിസ്ചാർജ് ചെയ്ത് കൊടുക്കാം. ദാറ്റ് ഈസ് കൈൻഡ് ഓഫ് റെമിഷൻ. ക്ലിയർ? 50,000 കിട്ടേണ്ട സ്ഥലത്ത് 25,000 വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആക്സെപ്റ്റ് ചെയ്താൽ മതി. ക്ലിയർ? ആ രീതിയിലൊക്കെ ചെയ്യുന്നതൊക്കെ എന്താണ്, റെമിഷനാണ്. ക്ലിയർ? ഓക്കെ, ആക്സെപ്റ്റൻസ് ഓഫ് ലെസർ ഫുൾഫിൽമെന്റ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. നെക്സ്റ്റ്, വോയിഡബിൾ കോൺട്രാക്ടിന്റെ കേസ്. വോയിഡബിൾ കോൺട്രാക്ടിന്റെ കേസിൽ when a person at whose option a contract is voidable rescinds it, the other party thereto need not perform any promise therein contained in which he is the promise. വോയിഡബിൾ കോൺട്രാക്ട് നിങ്ങൾക്ക് അറിയാം, ഫെമിലിയർ ആവുന്നു, ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് കോൺട്രാക്ട് വോയിഡബിൾ ആവുന്നതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, വോയിഡബിൾ അറ്റ് ദി ഓപ്ഷൻ ഓഫ് ദി അഗ്രീഡ് പാർട്ടി ആൻഡ് നോട്ട് അറ്റ് ദി ഓപ്ഷൻ ഓഫ് ദി അതർ. അതായത് ഒരു പാർട്ടിയുടെ ഓപ്ഷനിൽ കോൺട്രാക്ട് എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ വോയിഡ് ആക്കാം, വാലിഡ് ആക്കാം അല്ലേ, മറ്റേ ആളുടെ ഓപ്ഷനിൽ പറ്റില്ല. ക്ലിയർ? അങ്ങനെ ആരുടെ ഓപ്ഷനിലാണോ കോൺട്രാക്ട് വോയിഡ് ആക്കാൻ പറ്റുന്നത് അവരത് ക്യാൻസൽ ചെയ്ത്, അവരെ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യുന്നത് ഹൂസ് ഓപ്ഷൻ എ കോൺട്രാക്ട് ഈസ് വോയിഡബിൾ റെസിൻസ് ഇറ്റ്. അങ്ങനെയാണെങ്കിൽ അതർ പാർട്ടി ഉണ്ടല്ലോ, ലൈക്ക് അയാളുടെ പെർഫോം അല്ലെങ്കിൽ പ്രോമിസ് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പെർഫോം ചെയ്യേണ്ട ആവശ്യം, നീഡ് നോട്ട് പെർഫോം എനി പ്രോമിസ്. ക്ലിയർ? ക്ലിയർ? വോയിഡബിൾ കോൺട്രാക്ട് പ്രകാരം ഓൾറെഡി നമ്മൾ ലൈക്ക് ക്യാൻസൽ ചെയ്തൊരു കോൺട്രാക്ട്, ക്ലിയർ, കൊയേഷനിലൂടെ ഇൻഡ്യൂസ് ചെയ്തൊരു കോൺട്രാക്ട് ആണെന്ന് വിചാരിച്ചു. ഒരാൾ കഴുത്തിൽ കത്തി വെച്ചിട്ട് ഇനി ഞാൻ കൊന്നുകളെന്ന് പറഞ്ഞ് ഒപ്പിട്ടിട്ട് ഒരു കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്തു. ദാറ്റ്സ് എ വോയിഡബിൾ കോൺട്രാക്ട്. ക്ലിയർ? ആ കോൺട്രാക്ട് ആരുടെ കഴുത്തിലാണ് കത്തി വെച്ചിട്ടുള്ളത്, അയാൾ എന്ത് ചെയ്തു, ക്യാൻസൽ ചെയ്തു. ക്ലിയർ? ഇനി മറ്റേ പാർട്ടിയോടെ അയാളുടെ പെർഫോമൻസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, കാരണം കോൺട്രാക്ട് ക്യാൻസൽ ചെയ്തില്ലേ. ക്ലിയർ? നെക്സ്റ്റ്, നെഗ്ലക്ട് ഓഫ് പ്രോമിസി. If any promisee neglects or refuses to afford the promiser reasonable facilities for the performance of his promise, the promiser is excused by such neglect or refusal to any non-performance cost thereby. അതായത് പ്രോമിസർ കൊടുക്കേണ്ട റീസണബിൾ ഫെസിലിറ്റീസ് എന്ത് ചെയ്തിട്ടില്ല, ലൈക്ക് പെർഫോമൻസിന് വേണ്ട റീസണബിൾ ഫെസിലിറ്റീസ് കൊടുത്തിട്ടില്ല. ക്ലിയർ? അങ്ങനെ പ്രോമിസർ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് ലൈക്ക് പ്രോമിസ് കൃത്യമായിട്ട് അതിന് വേണ്ട ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രോമിസർ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പെർഫോം ചെയ്യേണ്ട ആവശ്യമില്ല, ഈസ് എക്സ്ക്യൂസ്ഡ്. ക്ലിയർ? അവിടെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, എക്സ്ക്യൂസ്ഡ് ബൈ സച്ച് നെഗ്ലക്ട്. ആ നെഗ്ലക്ട് കാരണം അല്ലെങ്കിൽ ആ റെഫ്യൂസൽ കാരണം അയാൾ എന്താണ്, എക്സ്ക്യൂസ്ഡ് ആണ്, അയാളെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പെർഫോം ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഞാൻ എ ആർ റഹ്മാനെ ഒരു സ്റ്റേജ് ഷോക്ക് വിളിച്ചു. ക്ലിയർ? എന്നിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി സ്റ്റേജിൽ കയറിയപ്പോൾ ഞാൻ മൈക്ക് കൊടുത്തില്ല. ക്ലിയർ? അവിടെ പ്രോമിസ് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, വേണ്ട ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവിടെ എ ആർ റഹ്മാൻ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പെർഫോം ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലിയർ? ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, ഇവിടെ 5 സർക്കംസ്റ്റാൻസസ് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് 5 തന്നെ എന്ത് ചെയ്താൽ മതി, എക്സാമിന് എന്ത് ചെയ്താൽ മതി, എഴുതിയാൽ മതി. ഓക്കെ, കാരണം ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ടൈം മാനേജ്മെൻ്റ് ആണ്. നിങ്ങൾക്ക് എല്ലാ ഉത്തരവും അറിയാമെങ്കിലും ടൈം മാനേജ്മെൻറ്റ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, പ്രോപ്പറായിട്ട് സ്കോർ ചെയ്യാൻ പറ്റില്ല. ക്ലിയർ? അപ്പോൾ കൃത്യമായിട്ട് കയറുന്നതിന് മുന്നേ ഓരോ മാർക്കിൻ്റെ സമയം കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് വേണം കയറാൻ. ക്ലിയർ? പറ്റുമെങ്കിൽ ഈ മോക്ക് ടെസ്റ്റ് പേപ്പർ പോലെയുള്ള എക്സാമുകൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ നടത്തും. അപ്പോൾ ആ എക്സാമുകളൊക്കെ കൃത്യമായിട്ട് സമയം പാലിച്ചുകൊണ്ട് തന്നെ എഴുതി ശീലിക്കുക. ഓക്കെ, ടൈം കിട്ടിയില്ല എന്നുള്ളൊരു ഇഷ്യൂവും പറഞ്ഞിട്ട് ആരും എക്സാം കഴിഞ്ഞിട്ട് വരരുത്. കാരണം ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയുന്നൊരു കാര്യമാണ്,
കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പറഞ്ഞിട്ടുള്ള സമയത്തിന് അപ്പുറത്തേക്ക് ഒരു ടൈം പെട്ടെന്ന് ആരും ഓടി വന്നിട്ട് എല്ലാവർക്കും അഡീഷണൽ 30 minutes, എല്ലാവർക്കും അരമണിക്കൂർ ഏറെ തന്നിട്ടുണ്ട്, എഴുതിക്കോ എന്ന് പറഞ്ഞിട്ട് ആരും വരാൻ പോകുന്നില്ല. അങ്ങനെ ഒരു എക്സാമിന് ഇതുവരെ ഉണ്ടായിട്ടില്ല. ക്ലിയർ? അപ്പം ആ ഒരു ടൈം ലിമിറ്റേഷൻ എന്നൊക്കെ പറയുന്നത് ഒരു പരീക്ഷയാണ്. ക്ലിയർ? അതൊരു പരീക്ഷണമാണ്, ലൈക്ക് ഒരു ഫിൽട്രേഷൻ്റെ ഭാഗമാണ്. അപ്പോൾ ആ ഒരു മാനേജ്മെൻറ്റ് സ്കില്ലും കൂടെ ഈ എക്സാം പാസ്സാവാൻ എന്താണ് റിക്വയർഡ് ആണ്. അപ്പം 5 എണ്ണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 5 എണ്ണം തന്നെ എന്ത് ചെയ്താൽ മതി, സമയം അങ്ങനെ പരിമിതമാണെങ്കിൽ അങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഇഫ് യു ഡു ഹാവ് ടൈം യു ക്യാൻ റൈറ്റ് മോർ, നോ ഇഷ്യൂസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കയറിയാലോ. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ ഞാനത് ഓരോന്ന് വായിക്കാൻ നിൽക്കുന്നില്ല. ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ LLPയും LLC. ഓക്കെ, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പും ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനിയും തമ്മിലുള്ള ഡിഫറൻസസ് ആണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മുടെ ഒരു ടാബുലർ ഫോർമാറ്റിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഭയങ്കര എളുപ്പമാണ്, നിങ്ങൾക്ക് ആൻസർ ചെയ്യാനാണെങ്കിലും നമുക്ക് ഡിസ്കസ് ചെയ്യാനാണെങ്കിലൊക്കെ വളരെ എളുപ്പമാണ്. ഈ ഒരു ബോക്സ് ടൈപ്പിൽ നമുക്ക് കാര്യങ്ങൾ പറയാം. ഓക്കെ, അപ്പോൾ LLPയെ റെഗുലേറ്റ് ചെയ്യുന്ന ആക്ട് ഏതാ? ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, എങ്കിലും നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ചുമ്മാ ഒന്ന് കമൻറ്റ് ചെയ്തേ. LLPയെ റെഗുലേറ്റ് ചെയ്യുന്ന ആക്ടുകളൊക്കെ ഒന്ന് ആക്ട് ഏതാന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തേ. ചുമ്മാ കമൻറ്റ് ചെയ്യുക. ഞാൻ എല്ലാവരുടെ പ്രസൻസ് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ്, ഒരു പാർട്ടിസിപ്പേഷൻ ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇവിടെ തന്ന ഉത്തരം കമൻറ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ലെന്ന് എനിക്കറിയാം. ജസ്റ്റ് വാണ്ട് യുവർ പാർട്ടിസിപ്പേഷൻ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഗുഡ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ റെഗുലേറ്റിംഗ് ആക്ട് LLPയുടെ കേസിൽ ദാറ്റ് ഈസ് LLP ആക്ട് 2008. വാട്ട് അബൌട്ട് കമ്പനി? ദ കമ്പനീസ് ആക്ട് 2013. മുന്നേ കമ്പനീസ് ആക്ട് 1956 ആയിരുന്നു, ഇപ്പോൾ കമ്പനീസ് ആക്ട് 2013. ഓക്കെ, ഇനി മെമ്പർ അല്ലെങ്കിൽ പാർട്ട്നേഴ്സിൻ്റെ ബേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ LLPയുടെ കേസിൽ അതിലുള്ള മെമ്പേഴ്സിന് അല്ലെങ്കിൽ പേഴ്സൺസിന് നമ്മൾ പറയുന്നത് പേഴ്സൺസ് ഹു കോൺട്രിബ്യൂട്ട് LLP ആർ നോൺ ആസ് പാർട്ട്നേഴ്സ്. അവരെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? പാർട്ട്നേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അതേസമയം കമ്പനിയിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ, ആ പേഴ്സൺസിന് നമ്മൾ വിളിക്കുന്നത് എന്താണ്? ദേ ആർ നോൺ ആസ് മെമ്പേഴ്സ്. ഓക്കെ, പിന്നെ ഇന്റേണൽ ഗവേണൻസ് സ്ട്രക്ചർ എന്ന് പറയുന്ന സമയത്ത് ഇവിടെ LLPയെ ഗവേൺ ചെയ്യുന്നത് എന്താണ്? ബൈ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ പാർട്ട്നേഴ്സ് ആണ് LLP എന്ത് ചെയ്യുന്നത്? LLPയുടെ സ്ട്രക്ചർ ഗവേൺ ചെയ്യുന്നത്. ക്ലിയർ? അതേസമയം കമ്പനിയിലേക്ക് വരുന്ന സമയത്ത് ഇറ്റ് ഈസ് റെഗുലേറ്റഡ് ബൈ സ്റ്റാറ്റ്യൂട്ട്, ദാറ്റ് ഈസ് കമ്പനീസ് ആക്ട് 2013 ആണ് അവർ റെഗുലേറ്റ് ചെയ്യുന്നത്. അതുമാത്രമാണോ? വിത്ത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസും കമ്പനീസ് ആക്ട് 2013 കൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഒരു കമ്പനിയെ റെഗുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ പേരിലേക്ക് വരുന്ന സമയത്ത് നെയിമിൻ്റെ കൂടെ എന്ത് ചേർക്കണം? ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ LLP എന്ന് എന്ത് ചെയ്യണം? ചേർക്കണം. LLPയുടെ കേസിലേക്ക് വരുമ്പോൾ സമയത്ത്, കമ്പനിയുടെ കേസിൽ നിങ്ങൾക്ക് അറിയാലോ എന്താ ചേർക്കേണ്ടത്? പ്രൈവറ്റ് ലിമിറ്റഡ് ഓർ ലൈക്ക് ലിമിറ്റഡ് അല്ലേ? പബ്ലിക് കമ്പനി ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ലിമിറ്റഡ് എന്ന് പേരിൻ്റെ കൂടെ ചേർക്കണം അല്ലേ? പ്രൈവറ്റ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് ചേർക്കണം. ഓക്കെ, സെക്ഷൻ A കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രണ്ടും ചേർക്കേണ്ടതില്ല, അതിലേക്കും നമ്മൾ കടക്കുന്നില്ല. ഓക്കെ, പിന്നെ നമ്പർ ഓഫ് മെമ്പേഴ്സ് അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് നോക്കുന്ന സമയത്ത് LLPയിലേക്ക് വരുന്ന സമയത്ത് മിനിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് 2 ആണ്. 2 പേരെങ്കിലും ഇല്ലാതെ ഒരു LLP നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ? മിനിമം 2 പാർട്ട്നേഴ്സും വേണം, അതുപോലെ തന്നെ 2 ഡെസിഗ്നേറ്റഡ് പാർട്ട്ണറും വേണം. ഓക്കെ, മാക്സിമത്തിൻ്റെ കേസിൽ LLPയിൽ അങ്ങനെ ഒരു ലിമിറ്റ് ഇല്ല. ദർ ഇസ് നോ സച്ച് ലിമിറ്റ്. ക്ലിയർ? LLPയിൽ ഇൻഡിവിജ്വൽസിന് അതുപോലെ ബോഡി കോർപ്പറേറ്റ്സിന് നോമിനീസ് ത്രൂ എന്ത് ചെയ്യാൻ പറ്റും? LLPയിലെ പാർട്ട്ണർ ആവാൻ പറ്റും. ക്ലിയർ? കമ്പനിയിലേക്ക് വരുന്ന സമയത്ത് പ്രൈവറ്റ് കമ്പനി ഉണ്ട്, പബ്ലിക് കമ്പനി ഉണ്ട്. OPC ഒക്കെ 1 മെമ്പർ, അത് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നില്ല തൽക്കാലം. പ്രൈവറ്റ് കമ്പനിയിലേക്ക് വരുന്ന സമയത്ത് മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? ദാറ്റ് ഈസ് 2 മെമ്പേഴ്സ്. പ്രൈവറ്റ് കമ്പനിയിലുള്ളത് മിനിമം 2 മെമ്പറെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു പ്രൈവറ്റ് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മാക്സിമം എത്ര വരെ പോകാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ? ലൈക്ക് ഒരു സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ദാറ്റ് ഈസ് 200 മെമ്പേഴ്സ് അല്ലേ? മാക്സിമം 200 മെമ്പർ വരെ മാത്രമേ എന്തിൽ പറ്റുള്ളൂ? പ്രൈവറ്റ് കമ്പനിയിൽ പറ്റുള്ളൂ. ഓക്കെ, പബ്ലിക് കമ്പനിയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ്? പബ്ലിക് കമ്പനിയിലേക്ക് വരുന്ന സമയത്ത് മിനിമം 7 മെമ്പേഴ്സ് വേണം ഒരു പബ്ലിക് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യണമെങ്കിൽ. 2, 3, 4 പേരൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. ക്ലിയർ ആണോ? 2, 3, 4 പേരുണ്ടായിട്ട് കാര്യമുണ്ടോ? ഇതിൻ്റെ കൂടെ ഞാൻ ചുമ്മാ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാലോ? ഡയറക്ടേഴ്സ് എത്ര പേര് വേണം? പബ്ലിക് കമ്പനിയുടെ കേസിൽ ഡയറക്ടേഴ്സ് എത്ര പേര് വേണം?
ചുമ്മാ ഒന്ന് കമൻറ്റ് ചെയ്തേ. പബ്ലിക് കമ്പനിയിൽ മിനിമം എത്ര നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് വേണം? പ്ലീസ് കമൻറ്റ്. ഗുഡ്. ഓക്കെ, ഫൈൻ. ഓക്കെ, പബ്ലിക് കമ്പനിയുടെ കേസിൽ അങ്ങനെ ഒരു ലിമിറ്റ് ഇല്ല. ദർ ഇസ് നോ സച്ച് ലിമിറ്റ്. നിങ്ങൾക്ക് അറിയാലോ, ഇപ്പോൾ റിലയൻസ് അല്ലെങ്കിൽ ടാറ്റ, ഇപ്പോൾ TCS, ഏഷ്യൻ പെയിൻറ്റ്സ്, ഇങ്ങനെ ഒരുപാട് കമ്പനികളിൽ, ഇൻഫോസിസ്, L&T, ഇങ്ങനെ ഒരുപാട് കമ്പനികളുണ്ട്. ക്ലിയർ? ഈ കമ്പനിയിലേക്ക് എത്രയോ നമ്പർ ഓഫ് മെമ്പേഴ്സും ഉണ്ട്. ക്ലിയർ? അവിടെ ഒന്നും നമ്പർ ഓഫ് മെമ്പേഴ്സിന് ലിമിറ്റ് വെക്കാത്തത് കൊണ്ടാണ് ഒരുപാട് പേർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അവരുടെ ഷെയർസ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, വാങ്ങാനൊക്കെ പറ്റുന്നത്. ക്ലിയർ? അപ്പോൾ നമ്പർ ഓഫ് മെമ്പേഴ്സിന് പബ്ലിക് കമ്പനിയുടെ കേസിൽ ലിമിറ്റ് ഇല്ല. മെമ്പേഴ്സ് ആയിട്ട് ഓർഗനൈസേഷൻസ്, ട്രസ്റ്റ്, അനദർ ബിസിനസ് ഫോം അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, മെമ്പർ ആവാൻ പറ്റും. ക്ലിയർ? ഈ പറയുന്ന ആളുകൾക്കൊക്കെ തന്നെ മെമ്പറായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. ലയബിലിറ്റി എങ്ങനെയാണ് വരുന്നത്? ലയബിലിറ്റി നമുക്കറിയാം, കമ്പനിയുടെ ലിമിറ്റഡ് ലയബിലിറ്റി ഫീച്ചറും പാർട്ട്ണർഷിപ്പിൻ്റെ ഒരു ഓർഗനൈസിങ് സ്ട്രക്ചർ രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ടാണ് LLP വന്നിട്ടുള്ളത്. ക്ലിയർ? അപ്പോൾ രണ്ടിലും ലയബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. ലിമിറ്റഡ് ലയബിലിറ്റി ആണ് രണ്ടിലും വരുന്നത്. അതിൽ സംശയമൊന്നുമില്ല. ക്ലിയർ? പക്ഷേ LLPയുടെ കേസിൽ ലയബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലിമിറ്റഡ് ടു എക്സ്റ്റെൻഡ് ഓഫ് ദെയർ എഗ്രീഡ് കോൺട്രിബ്യൂഷൻ. അവർ എഗ്രി ചെയ്തിട്ടുള്ള കോൺട്രിബ്യൂഷൻ വരെ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, LLPയിൽ ലയബിലിറ്റി വരുന്നത്. ക്ലിയർ? അവരുടെ എക്സ്റ്റെൻഡ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ലയബിലിറ്റി ഇല്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കമ്പനി ആണെങ്കിലും LLP ആണെന്നുണ്ടെങ്കിലും ലയബിലിറ്റി ഇല്ലെന്നല്ല പറയുന്നത്. ലയബിലിറ്റി ഉണ്ട്, പക്ഷേ ലിമിറ്റഡ് ആണ്. LLPയുടെ കേസിൽ ലിമിറ്റഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ലിമിറ്റഡ് ടു ദി എക്സ്റ്റെൻഡ് ഓഫ് ദെയർ എഗ്രീഡ് കോൺട്രിബ്യൂഷൻ. ഓക്കെ. അതേസമയം കമ്പനിയിലേക്ക് വരുന്ന സമയത്ത് അവരുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ലിമിറ്റഡ് ടു എമൗണ്ട് അൺപെയ്ഡ് ഓൺ ദി ഷെയർസ്. ഷെയർസിൻ്റെ മേലെ അവർ അൺപെയ്ഡ് ആയിട്ട് വരുന്ന പോർഷൻ. ക്ലിയർ? ഷെയർസിൻ്റെ മേലെ വരുന്ന അൺപെയ്ഡ് പോർഷൻ വരെ മാത്രമാണ് എന്താവുന്നത്, ലയബിലിറ്റി ലിമിറ്റഡ് ആവുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. ഇനി മാനേജ്മെൻറ്റിലേക്ക് വരുന്ന സമയത്ത് LLPയുടെ ബിസിനസ്സൊക്കെ മാനേജ് ചെയ്യുന്ന ആളെ നമ്മൾ പറയുന്ന പേരാണ് ദാറ്റ് ഈസ് ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ. ക്ലിയർ? ഡെസിഗ്നേറ്റഡ് പാർട്ട്ണറാണ് എന്ത് ചെയ്യുന്നത്, LLPയിലെ ബിസിനസ്സൊക്കെ ക്യാരി ഓൺ ചെയ്യുന്നതും അവരാണ് റെസ്പോൺസിബിൾ ആവുന്ന പേഴ്സൺ. കമ്പനിയിലേക്ക് വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ആരാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, മാനേജ്ഡ് ബൈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ക്ലിയർ? ക്ലിയർ? ഓക്കെ. അതുപോലെ ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ എന്ന് പറയുന്നത് മിനിമം 2 പേരെങ്കിലും ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സായിട്ട് എന്ത് വേണം, LLPയിൽ ഉണ്ടായിരിക്കണം. ക്ലിയർ? 2 പാർട്ട്ണർ മിനിമം വേണമെന്ന് പറഞ്ഞാൽ 2 പാർട്ട്നേഴ്സ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ അവർ 2 പേരും ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ ആവേണ്ടി വരും. ക്ലിയർ? 2 ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ ഇല്ലാതെ LLP എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ ആണോ? ഓക്കെ. അതുപോലെ ഡയറക്ടേഴ്സിൻ്റെ കേസ് ഞാൻ നിങ്ങളത് ചോദിച്ചതാണ്. പബ്ലിക് കമ്പനിയുടെ കേസിൽ 3 ഡയറക്ടേഴ്സ് എന്നുള്ളത് നിങ്ങളിൽ പലരും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ആൻസറായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. പ്രൈവറ്റ് കമ്പനിയിൽ എത്ര ഡയറക്ടേഴ്സ് വേണം? മിനിമം 2 ഡയറക്ടേഴ്സ്. പബ്ലിക് കമ്പനി 3 ഡയറക്ടേഴ്സ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ക്ലിയർ? ഇപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത് വെരി ക്വിക്ക്ലി. വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ PDF ഉണ്ടോ എനിക്കറിയില്ല. ദിസ് ഇസ് അവൈലബിൾ. മൊത്തത്തിലൊന്ന് വെരി ക്വിക്ക്ലി വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ നോക്കാം. ഇതുവരെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒന്ന് സമ്മറൈസ് ചെയ്യാം. ഓക്കെ. ഓക്കെ. അപ്പോൾ മക്കളെ, ഇതാ 3A ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് does not make the registration of firms compulsory nor does it impose any penalty for non-registration. സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. രജിസ്ട്രേഷൻ എന്ത് ചെയ്തിട്ടില്ല, കമ്പൽസറി ആക്കിയിട്ടില്ല. നോർ ഡസ് ഇറ്റ് ഇമ്പോസ് എനി പെനാൽറ്റി ഫോർ നോൺ രജിസ്ട്രേഷൻ. രജിസ്റ്റർ ചെയ്തില്ല എന്ന് കരുതിയിട്ട് ഒരു പെനാൽറ്റിയോ ഫൈനോ ഒന്നും വരാൻ പോകുന്നില്ല. ക്ലിയർ? In the light of the given statement, discuss consequences of non-registration of the partnership firms in India. Also explain the rights unaffected due to non-registration of firms. Okay.
രജിസ്റ്റർ ചെയ്തില്ലെങ്കിലും എഫക്റ്റഡ് ആവാത്ത സിറ്റുവേഷൻസ്, എഫക്റ്റഡ് ആവാത്ത റൈറ്റ്സും, അതുപോലെ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഉണ്ടാവുന്ന കോൺസിക്വൻസസും. ക്ലിയർ? നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഏരിയയാണ്, ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക്കാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ? വി ആർ മൂവിങ് ഓൺ ടു ആൻസേഴ്സ്. ഓക്കെ, അപ്പോൾ സൊല്യൂഷൻ നോക്കാം. ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് ഡസ് നോട്ട് മേക്ക് ദ രജിസ്ട്രേഷൻ ഓഫ് ദി ഫേംസ് കമ്പൽസറി. ശരിയാണ്, ഫേം രജിസ്ട്രേഷൻ എന്ത് ചെയ്തിട്ടില്ല, കമ്പൽസറി ആക്കിയിട്ടില്ല. ഡസ് നോട്ട് മേക്ക് രജിസ്ട്രേഷൻ കമ്പൽസറി. നോർ ഡസ് ഇറ്റ് ഇമ്പോസ് എനി പെനാൽറ്റി ഇമ്പോസ് ചെയ്യുന്നില്ല. ക്ലിയർ? Indian Partnership Act 1930 non-registration of partnership gives rise to a number of disabilities. കുറച്ച് ഡിസബിലിറ്റീസ് അല്ലെങ്കിൽ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് എന്ത് ചെയ്യുന്നുണ്ട്, കൊണ്ടുവരുന്നുണ്ട്. ക്ലിയർ? അതിൽ ഫസ്റ്റ് വൺ ആണ്, ദാറ്റ് ഈസ് നോ സ്യൂട്ട് ഇൻ സിവിൽ കോഡ് ബൈ ഫേം ഓർ അതർ കോ പാർട്ട്നേഴ്സ് അഗെയിൻസ്റ്റ് തേർഡ് പാർട്ടി. ഫേമിനോ പാർട്ട്നേഴ്സിനോ തേർഡ് പാർട്ടിക്ക് അഗെയിൻസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, കേസ് ഫയൽ ചെയ്യാൻ പറ്റില്ല. The firm or any other person on its behalf cannot bring an action against third party for breach of contract entered into by the firm. ഒരു കോൺട്രാക്ട് ബ്രേക്ക് ആയി എന്ന് വിചാരിക്കുക. ക്ലിയർ? ബ്രീച്ച് ആയിട്ടുണ്ട്, ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എൻറ്റേർഡ് ഇൻ ബൈ ദ ഫേം. ഫേം രജിസ്റ്റേർഡ് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ തേർഡ് പാർട്ടിയെ സ്യൂ ചെയ്യാൻ പറ്റില്ല. unless the firm is registered and the person suing or have been shown in the register of firms as partners in the firm. സ്യൂ ചെയ്യുന്ന ആൾ രജിസ്റ്റർ ഓഫ് ഫേംസിൽ നമ്മുടെ പാർട്ട്ണറായിട്ട് വരണം, ആ ഫേം രജിസ്റ്റേർഡ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ തേർഡ് പാർട്ടിയെ സ്യൂ ചെയ്യാൻ പറ്റുള്ളൂ, ഈവൻ ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. ക്ലിയർ? ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ ഞാനൊന്ന് വരച്ച് കാണിക്കാം ഫോർ എ ബെറ്റർ ക്ലാരിറ്റി. ഓക്കെ, ലെറ്റ്സ് കൺസിഡർ 3 പാർട്ട്നേഴ്സ്. 3 പാർട്ട്നേഴ്സ് ഉണ്ട്, എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. ഓക്കെ, ദർ ഈസ് എ തേർഡ് പാർട്ടി ഹിയർ, ദാറ്റ് ഈസ് ഡി ഈസ് എ തേർഡ് പാർട്ടി, ഔട്ട്സൈഡറാണ്. ബാക്കി ഒരു 3 പേര് എന്താണ്, ദെയർ പാർട്ട്നേഴ്സ്. ഓക്കെ, ഇയാൾ എന്ത് ചെയ്തു, ലൈക്ക് ഫേമുമായിട്ടുണ്ടായിരുന്നൊരു കോൺട്രാക്ട് എന്ത് ചെയ്തു, ബ്രീച്ച് ചെയ്തു, ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. ഓക്കെ ഓക്കെ ഇങ്ങനെ വരുന്ന സിറ്റുവേഷൻസിൽ നമ്മുടെ ഫേം രജിസ്റ്റേർഡ് അല്ലെങ്കിൽ, ഇഫ് നോട്ട് രജിസ്റ്റേർഡ് അല്ലെങ്കിൽ അൺരജിസ്റ്റേർഡ് ആണെങ്കിൽ, if not registered ആണെന്നുണ്ടെങ്കിൽ we cannot sue third party. ഈ തേർഡ് പാർട്ടിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്യൂ ചെയ്യാൻ പറ്റില്ല. ക്ലിയർ? അങ്ങനെ സ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഫേം എന്തായിരിക്കണം, രജിസ്റ്റേർഡ് ആയിരിക്കണം. ഫേം രജിസ്റ്റേർഡ് ആയിരിക്കണം. ഈ ആളുകൾ എയും ബിയും സിയും ഒക്കെ എന്താവണം, രജിസ്റ്റർ ഓഫ് ഫേംസിൽ പാർട്ട്ണറായിട്ട് വരണം. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഫേമിനാണെങ്കിലും അല്ലെങ്കിൽ പാർട്ട്നേഴ്സിനാണെങ്കിലും ഈ തേർഡ് പാർട്ടിക്ക് അഗെയിൻസ്റ്റ്, അതായത് ഡി എന്ന് പറയുന്ന ഈ തേർഡ് പാർട്ടിക്ക് അഗെയിൻസ്റ്റ് സ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ? അതാണ് ഒരു ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു ഡിസബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സിറ്റുവേഷൻ നോക്കാം. നോ റിലീഫ് ടു പാർട്ട്നേഴ്സ് ഫോർ സെറ്റ് ഓഫ് ക്ലെയിം. ഓക്കെ, ഇഫ് ആക്ഷൻ ഈസ് ബ്രോട്ട് അഗെയിൻസ്റ്റ് ദ ഫേം ബൈ എ തേർഡ് പാർട്ടി, ഫേമിന് അഗെയിൻസ്റ്റ് തേർഡ് പാർട്ടി എന്തെങ്കിലും ആക്ഷനുമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ then neither firm nor the partner can claim any set off. ഫേമിനോ അല്ലെങ്കിൽ പാർട്ട്ണറിനോ എന്ത് ചെയ്യാൻ പറ്റില്ല, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല, cannot claim set off. if the suit be valued for more than 100 rupees മേലുള്ള സെറ്റ് ഓഫ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ? ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, 20,000 തരാനുണ്ട്. ക്ലിയർ? അവർക്ക് നമ്മളൊരു 40,000 അല്ലെങ്കിൽ 50,000 കൊടുക്കാനുണ്ടെന്ന് വിചാരിച്ചു. ലെറ്റ്സ് കൺസിഡർ 50,000. ക്ലിയർ? ഈ 50,000 തരാൻ വേണ്ടി അവർ നമുക്കെതിരെ സ്യൂട്ട് ഫയൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പറയുന്ന 20,000 അവർക്ക് അഗെയിൻസ്റ്റ് സെറ്റ് ഓഫ് ചെയ്ത് ബാലൻസ് കൊടുക്കുന്ന പരിപാടിയൊന്നും നമ്മുടെ ഫേം രജിസ്റ്റേർഡ് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ? സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ? ദാറ്റ്സ് അനദർ ഡിസബിലിറ്റി. ഓക്കെ, പിന്നെ ഇത് 100 റുപ്പീസിൻ്റെ താഴേക്കുള്ളതാണെങ്കിൽ സെറ്റ് ഓഫ് പെർമിറ്റഡ് ആണ്. ക്ലിയർ? അതിന് മേലേക്കാണെന്നുണ്ടെങ്കിലാണ് ഈ പറയുന്ന ഇഷ്യൂസ് വരുന്നത്. പിന്നെ 100 റുപ്പീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഒരു 1 lakhൻ്റെ സ്യൂട്ട് വരുന്ന സമയത്ത് അതിൽ 100 റുപ്പീസ് സെറ്റ് ഓഫ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം, അത് ഇറ്റ്സ് ലൈക്ക് വെരി ഓൾഡർ എമൗണ്ട്, ആ ഒരു രീതിയിൽ വരുന്നത് കൊണ്ടാണ്. ക്ലിയർ? അപ്പോൾ ജനറൽ കേസിൽ വരുന്ന സമയത്ത് അതിലും കൂടി ഒരു എമൗണ്ടിൻ്റെ സെറ്റ് ഓഫ് എന്ത് ചെയ്യുന്നില്ല, പെർമിറ്റ് ചെയ്യുന്നില്ല. അതൊരു വലിയ ഡിസബിലിറ്റി തന്നെയാണ്, ഒരു വലിയ ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. ക്ലിയർ? പിന്നെ വരുന്നത് അഗ്രീഡ് പാർട്ടി കനോട്ട് ബ്രിങ് ലീഗൽ ആക്ഷൻ അഗെയിൻസ്റ്റ് അതർ പാർട്ട്ണർ ഓർ ദി ഫേം. അഗ്രീഡ് പാർട്ട്ണർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ദേ കനോട്ട് ബ്രിങ് ലീഗൽ ആക്ഷൻ അഗെയിൻസ്റ്റ് ആർക്ക്, മറ്റുള്ള ഫേമിന് ലൈക്ക് പാർട്ട്ണറിനെതിരെയോ
ഫേമിനെതിരെ. ഒരു പാർട്ട്ണർക്ക് മറ്റ് പാർട്ട്നേഴ്സിനെയോ ഫേമിനെയോ സ്യൂ ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റില്ല. ഇഫ് ഫേം ഈസ് നോട്ട് രജിസ്റ്റേർഡ്. എ പാർട്ട്ണർ ഓഫ് ആൻ അൺരജിസ്റ്റേർഡ് ഫേം ഈസ് precluded from bringing legal action against the firm or any other person alleged to be or to have been a partner in the firm, but such a person may sue for dissolution. ഇത് നമ്മൾ വരുന്നുണ്ട് ഇതിൻ്റെ ഡിസ്കഷൻ. ഇനി ഇതിന് ശേഷം നമ്മൾ ലൈക്ക് എഫക്റ്റ് ആവാത്ത സിറ്റുവേഷനിലൊക്കെ നമ്മൾ ഓൾറെഡി ഒന്നും കൂടെ പറയും. ഓക്കെ, അതല്ലാതെ ജനറലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പാർട്ട്ണറിന് മറ്റു പാർട്ട്നേഴ്സിനെയോ ഫേമിനെയോ എന്ത് ചെയ്യാൻ പറ്റില്ല, സ്യൂ ചെയ്യാൻ പറ്റില്ല. പറ്റുന്ന സിറ്റുവേഷൻ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേറെ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ്, തേർഡ് പാർട്ടി ക്യാൻ സ്യൂ ദി ഫേം. ഫേമിനെ നമുക്ക് തേർഡ് പാർട്ടിയെ സ്യൂ ചെയ്യാനേ ബുദ്ധിമുട്ടുള്ളൂ. തേർഡ് പാർട്ടിക്ക് നമ്മളെ സ്യൂ ചെയ്യാൻ ഒരു പ്രശ്നമില്ല. നമ്മൾ രജിസ്റ്റേർഡ് അല്ല എന്ന് പറയാൻ പറ്റുമോ? നമ്മൾ ഏതെങ്കിലും ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തു, തേർഡ് പാർട്ടി നമുക്കെതിരെ സ്യൂ ചെയ്യാൻ നിൽക്കുമ്പോൾ നമ്മൾ പോയിട്ട് പറയാന്ന്, ഞങ്ങളെ സ്യൂ ചെയ്യാൻ പറ്റില്ല, നമ്മൾ രജിസ്റ്റേർഡ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സിറ്റുവേഷൻ? അപ്പോൾ നമ്മളെ സ്യൂ ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. തേർഡ് പാർട്ടി ക്യാൻ സ്യൂ ദ ഫേം. ഫേമിനെ തേർഡ് പാർട്ടിക്ക് സ്യൂ ചെയ്യാം, നോ ഇഷ്യൂസ്. ക്ലിയർ? അതിന് ഇവിടെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ലൈക്ക് എഫക്റ്റ് ചെയ്യാത്ത സിറ്റുവേഷൻ, ഡസ് നോട്ട് എഫക്ട് ഫോളോയിങ് റൈറ്റ്സ്. ഡസ് നോട്ട് എഫക്ട് ഫോളോയിങ് റൈറ്റ്സ്. അതിൽ വരുന്ന ആദ്യത്താണ് റൈറ്റ് ഓഫ് തേർഡ് പാർട്ടി ടു സ്യൂ ദി ഫേം ഓർ എനി പാർട്ട്ണർ. മറ്റ് ലൈക്ക് തേർഡ് പാർട്ടിക്ക് ഫേമിനെയും സ്യൂ ചെയ്യാം, അല്ലെങ്കിൽ പാർട്ട്ണറിനെയും സ്യൂ ചെയ്യാം, നോ പ്രോബ്ലം. നമുക്ക് തിരിച്ച് അങ്ങോട്ടാണ് എന്ത് ചെയ്യാൻ പറ്റാത്തത്, രജിസ്റ്റേർഡ് അല്ലെങ്കിൽ സ്യൂ ചെയ്യാൻ പറ്റാത്തത്. ക്ലിയർ? പിന്നെ വരുന്നതാണ് ദ റൈറ്റ് ഓഫ് പാർട്ട്നേഴ്സ് ടു സ്യൂ ഫോർ ദി ഡിസൊല്യൂഷൻ ഓഫ് ദി ഫേം. ഇത് നമ്മളിവിടെ ലൈക്ക് ഞാൻ പറഞ്ഞില്ലേ, പിന്നീട് നമുക്ക് എഫക്റ്റ് ചെയ്യാത്ത റൈറ്റ്സിൽ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറയുന്നതാണ്. അതായത് പാർട്ട്നേഴ്സിനുള്ള റൈറ്റാണ്. ലൈക്ക് പാർട്ട്നേഴ്സിന് എന്ത് ചെയ്യാം, സ്യൂ ചെയ്യാം. എന്തിനു വേണ്ടി? ഫോർ ഡിസൊല്യൂഷൻ ഓഫ് ഫേം, സെറ്റിൽമെൻറ്റ് ഓഫ് ദി അക്കൗണ്ട്സ് ഓഫ് ഡിസോൾവ് ഫേം, റിയലൈസേഷൻ ഓഫ് ദി പ്രോപ്പർട്ടി ഓഫ് എ ഡിസോൾവ് ഫേം. ക്ലിയർ? ഇപ്പോൾ ഒരു പാർട്ട്ണർ ലെറ്റ്സ് കൺസിഡർ വൺ പാർട്ട്ണർ. ഈ പാർട്ട്ണറിന് സ്യൂ ചെയ്യാൻ പറ്റും ഓൺ ഡിഫറെൻറ്റ് ഒക്കേഷൻസ്. ക്ലിയർ? ഹീസ് എ പാർട്ട്ണർ. എപ്പോഴൊക്കെ ചെയ്യാൻ പറ്റുന്നത്? ഇതെല്ലാം ഡിസൊല്യൂഷൻ്റെ സമയത്താണ് കേട്ടോ. ഓക്കെ, സ്യൂ ഫോർ ഡിസൊല്യൂഷൻ. ഫേം ഡിസൊല്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, സ്യൂട്ട് ഫയൽ ചെയ്യാം, നോ പ്രോബ്ലം. സെറ്റിൽമെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് എപ്പോ? ഓൺ ഡിസൊല്യൂഷൻ. ഓക്കെ, അതുപോലെ റിയലൈസേഷൻ ഓഫ് property. Realization of property on dissolution. ഓക്കെ, ഈ സിറ്റുവേഷനിലൊക്കെ ഒരു പാർട്ട്ണറിന് എന്ത് ചെയ്യാൻ പറ്റും, സ്യൂ ചെയ്യാൻ പറ്റും ഫേമിനെ. ഓക്കെ, ഫേമിനെ ഡിസൊല്യൂഷൻ ചെയ്യാൻ, ഡിസോൾവ് ഫേമിൻ്റെ അക്കൗണ്ട്സ് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ഡിസോൾവ് ഫേമിൻ്റെ പ്രോപ്പർട്ടീസ് റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യാം, പാർട്ട്നേഴ്സിന് സ്യൂ ചെയ്യാം, നോ പ്രോബ്ലം. ഈവൻ രജിസ്റ്റേർഡ് അല്ലെങ്കിലും ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഒഫീഷ്യൽ അസൈനി, റിസീവർ, കോർട്ട്, ഇവർക്ക് ഇൻസോൾവൻ്റ് ആയിട്ടുള്ള പാർട്ട്ണറിൻ്റെ കേസിൽ ആക്ഷൻസ് എടുക്കുന്നതിന് അതെന്ത് ചെയ്യുന്നില്ല, ബാധിക്കുന്നില്ല. ക്ലിയർ? ഒഫീഷ്യൽ അസൈനി അല്ലെങ്കിൽ റിസീവർ അല്ലെങ്കിൽ കോർട്ട്, ഇവർക്ക് ഇൻസോൾവൻ്റ് പാർട്ട്ണറുടെ പ്രോപ്പർട്ടി റിലീസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആക്ഷൻസ് എടുക്കുന്നതിന് എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ രജിസ്ട്രേഷനോ അല്ലെങ്കിൽ നോൺ രജിസ്റ്റേർഡ് ആണെന്നുള്ളത് എന്ത് ചെയ്യുന്നില്ല, അതിനെ ബാധിക്കുന്നില്ല. അതുപോലെ ക്ലെയിം ഓഫ് സെറ്റ് ഓഫിൻ്റെ വാല്യൂ ഡസ് നോട്ട് എക്സീഡ് 100. അതായത് 100 rupees എക്സീഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് സെറ്റ് ഓഫ് ക്ലെയിം ചെയ്യാൻ പറ്റും. ക്ലിയർ? ദ റൈറ്റ് ടു സ്യൂട്ട് ആൻഡ് പ്രൊസീഡിങ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഓർ ഹയേഴ്സ് ഓഫ് ദി ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് അല്ലെങ്കിൽ ഹയേഴ്സ് ഓഫ് ദി ഡിസീസ്ഡ് പാർട്ട്ണർ. ക്ലിയർ? അവർക്ക് എന്ത് ചെയ്യാം, ഫേമിനെതിരെ സ്യൂ ചെയ്യാം. എന്തിനു വേണ്ടി? ഫോർ അക്കൗണ്ട്സ് ഓഫ് ദി ഫേം ആൻഡ് റിയലൈസ് ദി പ്രോപ്പർട്ടി ഓഫ് ദി ഫേം. ഒരു പാർട്ട്ണറുടെ ഡെത്ത് സംഭവിച്ചു, അവരുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് അല്ലെങ്കിൽ അവരുടെ ഹയറിന് എന്ത് ചെയ്യാം, ഫേമിനെ സ്യൂ ചെയ്യാം. ഫോർ വാട്ട്? ഫോർ അക്കൗണ്ട്സ് ഓഫ് ദി ഫേം. ഫേമിൻ്റെ അക്കൗണ്ട്സ് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ ഫേമിൻ്റെ പ്രോപ്പർട്ടീസ് റിയലൈസ് ചെയ്യാനും വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സ്യൂ ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഫേം രജിസ്റ്റേർഡ് അല്ലെങ്കിലും നമ്മളെ എഫക്റ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ ഫേമിനെ എഫക്റ്റ് ചെയ്യാത്ത കാര്യങ്ങളാണ്. ക്ലിയർ? ഈ പറയുന്ന റൈറ്റ്സ് ഒക്കെ എന്നാലും അവിടെ ഉണ്ടാവും. ഡിസഡ്വാൻറ്റേജസ് ആണ് അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്തത്, ഡിസ്കസ് ചെയ്തു. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് ആക്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ട മക്കളെ, നിങ്ങൾ പാർട്ട്ണർഷിപ്പ് അങ്ങനെ രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഡിസൈറബിൾ ആക്കി വെച്ചിരിക്കുകയാണ്. അതായത് രജിസ്റ്റർ ചെയ്യുന്നതാണ് നല്ലത് എന്നുള്ള രീതിയിലാണ് സിറ്റുവേഷൻ എന്ത് ചെയ്തിട്ടുള്ളത്, ആക്കി വെച്ചിട്ടുള്ളത്. മനസ്സിലായോ? Next question, that is 3B. This is a question in relation to a minor.
കാരണം ചോട്ടു ഓഫ് 17 years എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആരാ ഇവിടെ വരുന്നത്? ഇവിടെ വരുന്ന ആള് മൈനറാണ്. ഓക്കെ ഓക്കെ, ഈസ് എ മൈനർ. ഓക്കെ നോക്കാം. ആസ് പർച്ചേസ്ഡ് എ മൊബൈൽ ഓഫ് 25,000. മൊബൈൽ മേടിച്ചു എത്ര രൂപക്ക്? മൊബൈൽ വാങ്ങിച്ചു ഫോർ 25,000 rupees. ഓക്കെ, എന്തിനു വേണ്ടി? ഫോർ ഓൺലൈൻ ക്ലാസ്സസ്. ഫോർ മൊബൈൽ സെയിൽസ് സെൻറ്റർ ഓൺ ക്രെഡിറ്റ്. ഡ്യൂ ഡേറ്റ് ആയി, ആൾ പേ ചെയ്തില്ല. ഓൺ ഡ്യൂ ഡേറ്റ് ഹി ഡിഡ് നോട്ട് മേക്ക് ദ പേയ്മെൻറ്റ്. ഓക്കെ, മൊബൈൽ സെയിൽസ് സെൻറ്റർ സ്യൂഡ് ചോട്ടുവിനെ പോയി സ്യൂ ചെയ്തു. ചോട്ടുവിനെ സ്യൂ ചെയ്തിട്ട് ലൈക്ക് ആൻഡ് ഹിസ് പാരൻസിനടക്കം എന്ത് ചെയ്തു? സ്യൂട്ട് ഫയൽ ചെയ്തു. ക്ലിയർ? എന്തിനു വേണ്ടി? ഫോർ ദ പ്രൈസ് ഓഫ് ദി മൊബൈൽ. ചോട്ടുവിൻ്റെ കയ്യിൽ ആസ് 15,000 ആസ് ഇസ് ക്യാഷ് ബാലൻസ്. ആളുടെ കയ്യിൽ ഒരു 15,000 ഉണ്ട്. ക്ലിയർ? പക്ഷേ ഫാദറിൻ്റെ കയ്യിൽ മോർ ദാൻ എനഫ്. അത് പേ ചെയ്യാൻ വേണ്ട പൈസ ആരുടെ കയ്യിലുണ്ട്? ഫാദറിൻ്റെ കയ്യിലുണ്ട്. ഫാദർ ഹാസ് എനഫ് മണി ടു പേ ദി പ്രൈസ് ഓഫ് മൊബൈൽ. Who will be liable to pay the price of the mobile under the provisions of Indian Contract Act 1872? ആരാണ് ലയബിൾ ആവുന്നതാണ്? ചോട്ടു 15,000 കൊടുക്കാൻ മൊത്തം 25,000 ഉണ്ട്. 15,000 ചോട്ടുവിന് കൊടുക്കാൻ കഴിയുള്ളൂ. ബാക്കി ചോട്ടിൻ്റെ അച്ഛൻ കൊടുക്കണോ വേണ്ടയോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഓക്കെ, ചോട്ടിൻ്റെ അച്ഛൻ ആ ഒരു റിമൈനിങ് പേയ്മെൻറ്റ് കൊടുക്കേണ്ടതുണ്ടോ? കാരണം അവിടെ അതിനൊരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വെച്ചത് നിങ്ങൾ അങ്ങനെ ആ ഒരു രീതിയിൽ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഫാദർ ഹാസ് എനഫ് മണി ടു പേ ദി പ്രൈസ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഫാദറിൻ്റെ അടുത്ത് എനഫ് മണി ഉണ്ടെങ്കിൽ അങ്ങ് കൊടുത്തൂടെ എന്നായിരിക്കും നമുക്ക് തോന്നുക, അല്ലേ? കൊടുത്തൂടെ? എന്താ നിങ്ങളുടെ അഭിപ്രായം? എന്താണ് ഇവിടെ ആ ഫുൾ പേയ്മെൻറ്റ് കൊടുക്കാൻ ലയബിൾ ആണോ? ഗിവ് മി യുവർ ആൻസേഴ്സ് ഇൻ യുവർ ചാറ്റ് ബോക്സ്. ഓക്കെ, ഗുഡ്. എല്ലാവരും നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഇവിടെ വരുന്നത് നെസസറീസിൻ്റെ അണ്ടറിൽ വരും. ഓക്കെ, നെസസറീസിൻ്റെ അണ്ടറിൽ വരും. ഓക്കെ, നെസസറീസിൻ്റെ അണ്ടറിൽ വരുമ്പോൾ മൈനർ ലയബിൾ ആവുമോ? നെസസറീസ് വരുമ്പോൾ മൈനർ ലയബിൾ അല്ലേ? യെസ് ഓർ നോ? പറ. നെസസറീസിൻ്റെ കേസിൽ മൈനർ ലയബിൾ ആണോ അല്ലയോ? പറ. ഗിവ് മി ആൻസേഴ്സ്. ഓക്കെ, ഗുഡ്. അതായത് എസും നോയും പറഞ്ഞിട്ടുണ്ട്. രണ്ടുപേരും രണ്ട് പേഴ്സ്പെക്റ്റീവിലേക്ക് ആൻസർ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. മൈനർ ലയബിൾ ആവുമെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നോ. മൈനർ ഈസ് നോട്ട് പേഴ്സണലി ലയബിൾ. മൈനർ പേഴ്സണലി ലയബിൾ ആവില്ല. മൈനറിൻ്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ മൈനറിൻ്റെ എസ്റ്റേറ്റ് മാത്രമാണ് എന്താവുന്നത്? നെസസറി സപ്ലൈ ചെയ്തതിന് ലയബിൾ ആവുന്നത്. ക്ലിയർ? മൈനറിന് ഒരു പോയിന്റിലും പേഴ്സണൽ ലയബിലിറ്റി വരുന്നില്ല. ഓക്കെ, വർഷ നല്ല രീതിയിൽ ആൻസർ ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് ഗുഡ്. അശ്വതി, ആദിൽ, ഓക്കെ, അദ്നാന്, പിന്നെ വീഡിയോ സോങ്സ് ആരെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇവരൊക്കെ വിത്ത് എക്സ്പ്ലനേഷൻ ആൻസർ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്, താങ്ക് യു. ഓക്കെ, നമുക്ക് ആൻസറിലേക്ക് പോവാം. ഓക്കെ, സൊല്യൂഷനിലേക്ക് നോക്കുന്ന സമയത്ത് സെക്ഷൻ 11 ആണ് ഇത് ഡീൽ ചെയ്യുന്നത്. ഓക്കെ, മൈനർ എന്ന് പറയുന്ന ആൾ ഈസ് നോട്ട് ക്യാപ്പബിൾ ഓഫ് എൻറ്ററിങ് ഇൻ ടു എ കോൺട്രാക്ട്, അല്ലേ? മൈനർ ഈസ് നോട്ട് ക്യാപ്പബിൾ. കോമ്പിറ്റൻ്റ് ആണോ? അല്ല. മൈനർ കോമ്പിറ്റൻ്റ് അല്ലല്ലോ. മേജറിലെ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അതുമാത്രമല്ല, മൈനറുമായിട്ടുള്ള അഗ്രിമെൻറ്റ് ഈസ് വോയിഡ് അബ് ഇനീഷ്യോ. വോയിഡ് അബ് ഇനീഷ്യോ എന്ന് പറയുമ്പോൾ വോയിഡ് ഫ്രം ദി വെരി ബിഗിനിങ്. മൈനറുമായിട്ടുള്ള അഗ്രിമെൻറ്റ് തുടക്കത്തിലേ വോയിഡാണ്. ദാറ്റ് ഈസ് എ വോയിഡ് അബ് ഇനീഷ്യോ. ഓക്കെ, മൈനർ കനോട്ട് ബി എൻഫോഴ്സ് ടു പേ ഓഫ് ഹിസ് ലയബിലിറ്റീസ്. മൈനറിന് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അവരുടെ ലയബിലിറ്റീസ് പേ ചെയ്യാൻ വേണ്ടിയിട്ട് എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ മൈനറിൻ്റെ പാരൻറ്റ് ആർ നോട്ട് ലയബിൾ ഫോർ എനി കോൺട്രാക്ട് എൻറ്റേഡ് ബൈ മൈനർ. മൈനർ എൻ്റർ ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റിനും പാരൻസ് ലയബിൾ അല്ല. പാരൻസ് ആർ നോട്ട് ലയബിൾ ഫോർ എനി കോൺട്രാക്ട് എൻറ്റേഡ് ഇൻ ടു ബൈ മൈനർ. ക്ലിയർ? അവരെ മൈനർ ഈസ് ലയബിൾ ഫോർ സപ്ലൈസ് ഓഫ് നെസസറീസ്. മൈനർ ലയബിൾ ആണ് ഫോർ സപ്ലൈസ് ഓഫ് നെസസറീസ് only out of his assets. Only out of his assets. Focus, out of his assets അല്ലെങ്കിൽ properties. Minor is not personally liable. Minor is not personally liable even for necessaries.
നെസസറീസിന് പോലും മൈനർ പേഴ്സണലി ലയബിൾ അല്ല. ക്ലിയർ? മൈനർ എന്ന് പറയുന്ന ലോയിൽ അത്രയും പ്രിവിലേജ് ഉള്ള ഒരു മനുഷ്യനാണ്. ക്ലിയർ? ഇത്രയൊക്കെ പ്രിവിലേജ് ഉള്ള ഒരാൾ ലോയിൽ വേറെ ഉണ്ടാവില്ല. ക്ലിയർ? മൈനറിന് നെസസറി സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പോലും മൈനറിന്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അസറ്റ്സ് അല്ലെങ്കിൽ എസ്റ്റേറ്റ് മാത്രമാണ് ലയബിൾ ആവുന്നത്. ക്ലിയർ? നോട്ട് പേഴ്സണലി ലയബിൾ ഫോർ ഈവൻ ഫോർ നെസസറീസ്. ക്ലിയർ? ഇൻ ദ ഇൻസ്റ്റന്റ് കേസ് ഇവിടെ പാരന്റ്സ് ഓഫ് ചോട്ടു ആർ നോട്ട് ലയബിൾ. പാരന്റ്സ് ലയബിൾ അല്ല. ക്ലിയർ? ചോട്ടൂസ് അസറ്റ്സ് ആർ ലയബിൾ. ചോട്ടിന്റെ അസറ്റ് ലയബിൾ ആണ് നെസസറി ആയതുകൊണ്ട് തന്നെ, ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടിയിട്ട് മേടിച്ചതല്ലേ. ക്ലിയർ? അതുകൊണ്ട് തന്നെ 15,000 രൂപ, അതായത് ക്യാൻ റിക്കവർ ഓൺലി 15,000 ഫ്രം ചോട്ടു ഈക്വൽ ടു ഈസ് അസറ്റ്സ്. അതിനപ്പുറത്തേക്ക് ഒന്നും മേടിക്കാൻ പറ്റില്ല. ചോട്ടുവിൻ്റെ അച്ഛൻ്റെ കയ്യിൽ പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് മേടിക്കാൻ പറ്റില്ല, ലീഗലി കിട്ടൂല. കോർട്ടിൽ വന്നു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. കോടതിയിൽ സംഭവം എത്തിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ചോട്ടിൻ്റെ അച്ഛൻ നേരെ കയറി വന്ന് ഈ ഒരു ഡയലോഗ് പറഞ്ഞാൽ മതി. പാരൻസ് ഓർ ഗാർഡിയൻസ് ഓഫ് മൈനർ ആർ ഓൾസോ നോട്ട് ലയബിൾ ഫോർ എനി കോൺട്രാക്ട് എൻഡഡ് ബൈ മൈനർ. നെസസറീസിൻ്റെ കേസിലാണെങ്കിലും മൈനറിൻ്റെ അസറ്റ്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി മാത്രമേ ലയബിൾ ആവുന്നുള്ളൂ. ക്ലിയർ? അതുകൊണ്ട് ആ കേസൊന്നും കോടതിയിൽ നിൽക്കില്ല, ആ പൈസ മേടിച്ചെടുക്കാനും പറ്റില്ല. ഈ കിട്ടുന്ന 15,000 മേടിച്ചിട്ട് എന്ത് ചെയ്യാം? ആ മൊബൈൽ കടക്കാരന് പോവാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അൺപെയ്ഡ് സെല്ലറുടെ റൈറ്റ് ആണ്. റൈറ്റ്സ് ഓഫ് അൺപെയ്ഡ് സെല്ലർ ഫുൾ ഉണ്ടോ? ഇല്ല. ഇൻ കോൺടാക്സ് ടു റീസെയിൽ ഓൺലി. റീസെയിലുമായി ബന്ധപ്പെടുത്തിയിട്ട് മാത്രമാണ് ഡിസ്കഷൻ വരുന്നത്. ഓക്കെ, എൻറ്റയറിറ്റിയിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ അത് വലിയൊരു ടോപ്പിക്കായി മാറും. അപ്പോൾ എക്സാമിന് എഴുതാൻ പറ്റുന്ന രീതിയിൽ റീസെയിലുമായി ബന്ധപ്പെടുത്തിയിട്ട് മാത്രമുള്ള ഒരു അൺപെയ്ഡ് സെല്ലറുടെ റൈറ്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഡിസ്കഷനാണ് നമുക്കിവിടെ ഉള്ളത്. ഓക്കെ, ഓക്കെ, റൈറ്റ് ഓഫ് റീസെയിൽ നോക്കിയാലോ. ഗുഡ്സ് റൈറ്റ് ടു സെൽ ലൈക്ക് പെരിഷബിൾ നാച്ചുറലിൻ്റെ കേസിൽ, പെരിഷബിൾ നാച്ചുറൽ ആണെന്നുണ്ടെങ്കിൽ അൺപെയ്ഡ് സെല്ലറിന് വിൽക്കാൻ പറ്റൂല്ലേ എന്നുള്ള ഒരു ചോദ്യം ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ പറ, പെരിഷബിൾ നാച്ചുറൽ ആണെന്നുണ്ടെങ്കിൽ പറ്റുമോ? പെരിഷബിൾ നാച്ചുറൽ ആണെന്നുണ്ടെങ്കിൽ റീസെയിൽ ചെയ്യാൻ പറ്റുമോ മക്കളെ? Please respond. I'm waiting for your answers. ഓക്കെ, ഗുഡ്, താങ്ക് യു. പെരിഷബിൾ നാച്ചുറൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആലോചിച്ചാൽ പോരെ. ഇപ്പോൾ 1 കിലോ തക്കാളി. ക്ലിയർ? 1 കിലോ തക്കാളി വാങ്ങിച്ച് നമ്മുടെ കയ്യിൽ പൊസിഷനിൽ ഗുഡ്സ് അവിടെ കിടക്കുന്നുണ്ട്. ക്ലിയർ? ആൾ ബയ്യർ പേയ്മെൻറ്റ് നടത്തിയിട്ടില്ല. അയാൾ ഏതെങ്കിലും കാലം പൈസ തരുന്നതും കാത്ത് നമ്മളിതിവിടെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് കേടായി പോകില്ലേ? അപ്പോൾ പെരിഷബിൾ ഗുഡ്സിൻ്റെ കേസിൽ സ്പെസിഫിക്കലി നമുക്ക് എന്ത് ചെയ്യാം? റീസെയിൽ ചെയ്യാം. അതിന് എന്തിൻ്റെ ആവശ്യമില്ല. നീഡ് നോട്ട് ബി ഇൻഫോംഡ് ദ ഇൻറ്റൻഷൻ ഓഫ് റീസെയിൽ. ബയ്യറിനെ അത് ഇൻഫോം ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. ക്ലിയർ? നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? അൺപെയ്ഡ് സെല്ലറിന് അത് സെയിൽ ചെയ്യാൻ പറ്റും. ക്ലിയർ? കാരണം പെരിഷബിൾ ഗുഡ്സ് ആണ്, ചീത്തയായി പോവും, ഡിസ്ട്രോയിഡ് ആയി പോവും, ഡിസ്ട്രക്റ്റഡ് ആയി പോവും. ക്ലിയർ? പിന്നെ നെക്സ്റ്റ് സിറ്റുവേഷൻ, ദാറ്റ് ഇസ് വെർ ഹി ഗിവ്സ് നോട്ടീസ് ടു ദ ബയർ ഓഫ് ഹിസ് ഇൻറ്റൻഷൻ ടു റീസെൽ ദി ഗുഡ്സ്. ഗുഡ്സ് റീസെയിൽ ചെയ്യാൻ പോകുന്ന ഇൻറ്റൻഷൻ നമ്മൾ ആരെ അറിയിക്കണം? ബയ്യറിനെ അറിയിച്ചതിന് ശേഷം ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം? റീസെയിൽ ചെയ്യാം. ഇഫ് ആഫ്റ്റർ റിസീപ്റ്റ് ഓഫ് ദ സച്ച് നോട്ടീസ് ബയർ ഫെയിൽസ് വിത്തിൻ എ റീസണബിൾ ടൈം, നമ്മൾ ആ കൊടുത്തു, നോട്ടീസ് കൊടുത്തു, ലൈക്ക് വേറെ അറിയിച്ചു ബയ്യറിനെ, എന്നിട്ടും ബയ്യർ എന്ത് ചെയ്തില്ല? റീസണബിൾ ടൈമിനുള്ളിൽ പേ ചെയ്തില്ല. ക്ലിയർ? സെല്ലറിന് എന്ത് ചെയ്യാം? ഗുഡ്സ് റീസെല്ല് ചെയ്യാം. സെല്ലർ മേ റീസെൽ ദ ഗുഡ്സ്. നമ്മൾ ബയ്യറിൻ്റെ അടുത്ത് പറഞ്ഞു, ബയ്യർ, മിസ്റ്റർ ബയ്യർ, ക്ലിയർ, താങ്കൾ എത്രയും പെട്ടെന്ന് പൈസ തരണം, ഇല്ലെങ്കിൽ ഞാൻ വേറെ ആർക്കെയും വിൽക്കും എന്ന് നമ്മൾ പറഞ്ഞു. എന്നിട്ട് റീസണബിൾ ടൈമിൻ്റെ ഉള്ളിലും ബയ്യർ പേയ്മെൻറ്റ് തന്നില്ല. പിന്നെ നമ്മൾ എന്തിനു വെയിറ്റ് ചെയ്യണം? നമുക്ക് റീസെയിൽ ചെയ്യാം. ക്ലിയർ? ആസ് എ സെല്ലർ വി ക്യാൻ റീസെയിൽ. ക്ലിയർ? അങ്ങനെ സെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആളെ ഇൻഫോം ചെയ്തിട്ടാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ റീസെയിൽ ചെയ്യുന്ന സമയത്ത് ഇൻ കേസ് അവിടെ ലോസ് വരികയാണെങ്കിൽ, ഡിഫറൻസ് ഉണ്ട് കോൺട്രാക്ട് പ്രൈസും റീസെയിൽ പ്രൈസും തമ്മിൽ. ക്ലിയർ? അങ്ങനെ ലോസസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് ബയ്യറിൽ നിന്നും ഡാമേജ് ആയിട്ട് എന്ത് ചെയ്യാം? റിക്കവർ ചെയ്യാം. ക്ലിയർ? ഇനി അഥവാ പ്രോഫിറ്റ് കിട്ടിയാലോ? പറയാൻ പറ്റില്ലല്ലോ. ചിലപ്പോൾ ലാഭം കിട്ടിയാലോ? ലൈക്ക് ഓൾറെഡി കോൺട്രാക്ട് ചെയ്ത് 30,000 വിറ്റത് 35,000, 5,000 രൂപ ലാഭം കിട്ടിയില്ലേ? അങ്ങനെ 5,000 രൂപ ലാഭം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പ്രോഫിറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിട്ടേൺ ചെയ്യാം. അത് ആർക്കും കൊടുക്കേണ്ട ആവശ്യമില്ല, ബയ്യറിന് കൊടുക്കേണ്ട ആവശ്യമില്ല. അവൻ വാങ്ങിച്ചതിൻ്റെ സാധനം തന്നിട്ടില്ല, പിന്നെ അവൻ നമ്മളെന്തിന് പൈസ കൊടുക്കണം? അതിൻ്റെ ആവശ്യമില്ല. ക്ലിയർ? ക്ലിയർ? ആളെ കൃത്യമായിട്ട് ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രൈസ് ഹയറാണ്, ലാഭം കിട്ടി. ക്ലിയർ? കോൺട്രാക്ട് പ്രൈസിനേക്കാളും ഹയറാണ് കിട്ടിയേ.
റീസെയിൽ കിട്ടിയ ലാഭം ബയ്യറിന് കൊടുക്കണോ? വേണ്ട. പക്ഷേ ഇവിടെ നമ്മൾ ലൈക്ക് സിറ്റുവേഷൻ വരുന്ന ഡിഫറെൻറ്റ്, ലൈക്ക് ഈ നോട്ടീസ് കൊടുത്തിട്ടില്ലെങ്കിലുള്ള സിറ്റുവേഷനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട. ഓക്കെ, ഇറ്റ് മേ ഓൾസോ ബി നോട്ടഡ് ദാറ്റ് സെല്ലർ ക്യാൻ റിക്കവർ ഡാമേജസ് ആൻഡ് റിട്ടേൺ പ്രോഫിറ്റ്സ് ഓൺലി വെൻ ദ ഗുഡ്സ് ആർ റീസോൾഡ് ആഫ്റ്റർ ഗിവിംഗ് നോട്ടീസ് ഓഫ് റീസെയിൽ. ക്ലിയർ? ഓൺലി വെൻ ഗുഡ്സ് ആർ റീസോൾഡ് ആഫ്റ്റർ ഗിവിംഗ് നോട്ടീസ് ഓഫ് റീസെയിൽ. നോട്ടീസ് ഓഫ് റീസെയിൽ കൊടുത്ത് അല്ലെങ്കിൽ ആളെ ബയ്യറിനെ അറിയിച്ചതിന് ശേഷം വിറ്റാൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ്സ് റിട്ടേൺ ചെയ്യാൻ പറ്റുള്ളൂ, ലോസ് റിക്കവർ ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ? Clear? Recover damages and return profits only when the goods are resold after giving notice of resale to buyer. പക്ഷേ this if the goods are resold by the seller without giving any notice to the buyer. If the goods are resold by seller without giving notice to buyer, ബയ്യറിനോട് പറയാതെ സെയിൽ ചെയ്താലുള്ള സിറ്റുവേഷനെ മാറി, കഥ മാറി. ക്ലിയർ? The seller cannot recover the loss suffered on resale. സെല്ലറിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ലോസ് റിക്കവർ ചെയ്യാൻ പറ്റില്ല. വിറ്റപ്പോൾ നഷ്ടം വന്നു, ചോദിച്ചു പോകാൻ പറ്റുമോ? ആരോട് ചോദിച്ചിട്ടാ വിറ്റ്? നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ ബയ്യറടുത്ത്. ക്ലിയർ? സെല്ലർ ബയ്യറടുത്ത് ഇൻഫോം ചെയ്ത് വിറ്റ് കഴിഞ്ഞാൽ ലോസ് ഒന്നും കിട്ടില്ല. ക്ലിയർ? അങ്ങനെ ലോലം ഗ്രൗണ്ട് ഇല്ല. ക്ലിയർ? അതുപോലെ പ്രോഫിറ്റ് കിട്ടിയാലോ അതിനേക്കാളും കഷ്ടമാണ്. ഇഫ് ദർ ഈസ് എനി പ്രോഫിറ്റ് അത് അവന് കൊടുക്കുകയും വേണ്ടി വരും. ക്ലിയർ? ഇഫ് ദർ ഈസ് എനി പ്രോഫിറ്റ് ഓൺ റീസെയിൽ ഹി മസ്റ്റ് റിട്ടേൺ ഇറ്റ് ടു ദി ഒറിജിനൽ ബയ്യർ. ആ സർപ്ലസ് കയ്യിൽ വെക്കാൻ പറ്റില്ല. കനോട്ട് കീപ് സച്ച് സർപ്ലസ്. ക്ലിയർ? അപ്പോൾ റീസെയിൽ ചെയ്യുകയാണെങ്കിൽ ബയ്യറിനെ അറിയിച്ച് ചെയ്യുന്നതാണ് ബുദ്ധി. ഓക്കെ? ഇല്ലാന്നുണ്ടെങ്കിൽ ലോസ് വന്നു കഴിഞ്ഞാൽ റിക്കവർ ചെയ്യാനും പറ്റില്ല, പ്രോഫിറ്റ് ഒന്നും അവനിട്ട് കൊടുക്കുകയും വേണ്ടി വരും. ഓക്കെ? ക്ലിയർ? മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ പ്രസന്റ് ചെയ്യുന്നത്. ഐ ഹോപ്പ് തിങ്സ് ആർ ക്ലിയർ. ഓക്കെ അല്ലേ മകളെ? ഓക്കെ, താങ്ക് യു. എല്ലാവരും റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, ദാറ്റ്സ് ഗുഡ്. ഇനി നമ്മൾ റീസെയിൽ ചെയ്യുന്ന സിറ്റുവേഷനിൽ ലൈക്ക് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്, ഈ റീസെയിൽ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലെങ്കിൽ ഈ അൺപെയ്ഡ് സെല്ലറുടെ റൈറ്റ് ആയിട്ടുള്ള റൈറ്റ് ഓഫ് ലീനോ റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റോ ഒന്നും ഒരു കാര്യമില്ല. ക്ലിയർ? ചുമ്മാ നമ്മളെ കയ്യിൽ ഗുഡ്സ് തിരിച്ചു വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നമുക്കത് ആർക്കെയും വിറ്റാലല്ലേ കാര്യമുള്ളൂ. ക്ലിയർ? അപ്പോൾ റൈറ്റ് ഓഫ് ലീനും റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റിനൊക്കെ മീനിങ് കൊടുക്കുന്നതേ റൈറ്റ് ഓഫ് റീസെയിലാണ്. അങ്ങനെ നമ്മൾ റീസെയിൽ ചെയ്യുന്ന സമയത്ത് വാങ്ങുന്ന സബ്സിക്വൻറ്റ് ബയ്യറിന് എന്ത് കിട്ടും? ഗുഡ് ടൈറ്റിൽ കിട്ടും. സബ്സിക്വൻറ്റ് ബയ്യറിന് എന്ത് കിട്ടും? ഗുഡ് ടൈറ്റിൽ കിട്ടും. ക്ലിയർ? അഗെയിൻസ്റ്റ് ഒറിജിനൽ ബയ്യർ. ഇനി അത് റീസെയിലിൻ്റെ നോട്ടീസ് ബയ്യറിനെ അറിയിച്ചാലും ഇല്ലേലും കിട്ടും. ക്ലിയർ? അതൊന്നും ഒരു വിഷയമല്ല. വാങ്ങിച്ചാൽ എന്ത് കിട്ടും? ഡെസ്പൈറ്റ് ദ ഫാക്ട് ദാറ്റ് നോട്ടീസ് ഓഫ് റീസെയിൽ ഹാസ് നോട്ട് ബീൻ ഗിവൻ ബൈ ദ സെല്ലർ ടു ദി ഒറിജിനൽ ബയർ, എന്നാലും ഗുഡ് ടൈറ്റിൽ സബ്സിക്വൻറ്റ് ബയറിന് എന്ത് ചെയ്യും? കിട്ടും. ക്ലിയർ? ഓക്കെ. ഇനി അടുത്തൊരു ഡിസ്കഷൻ വരുന്നത് റീസെയിൽ ബൈ ദ സെല്ലർ വെർ റൈറ്റ് ഓഫ് റീസെയിൽ ഈസ് എക്സ്പ്രസ്ലി റിസർവ്ഡ് ഇൻ എ കോൺട്രാക്ട് ഓഫ് സെയിൽ. ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? എക്സ്പ്രസ്ലി ആ റൈറ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ കോൺട്രാക്റ്റിൽ. Sometimes it is expressly agreed between the seller and the buyer that in case buyer makes default, in case buyer default വരുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ in case of payment അവർ ഓൾറെഡി എക്സ്പ്രസ്ലി എഗ്രി ചെയ്തിട്ടുണ്ട് എന്ത്? സെല്ലർ വിൽ റീസെൽ ദി ഗുഡ്സ് ടു സം അതർ പേഴ്സൺ. ഇൻ സച്ച് കേസ് അത്തരം സിറ്റുവേഷനിൽ എന്ത് സെല്ലറിന് എന്ത് ചെയ്യാം? സെല്ലർ ടു സെഡ് ഹാവ് റിസർവ് ദി റൈറ്റ് ഓഫ് റീസെയിൽ. അവിടെ സെല്ലറിന് എന്തുണ്ട്? റൈറ്റ് ഓഫ് റീസെയിൽ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലിയർ? ആൻഡ് ഹി മേ റീസെൽ ദി ഗുഡ്സ് ഓൺ ബയേഴ്സ് ഡിഫോൾട്ട്. ബയർ പേയ്മെന്റ് തന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം? ബയർ പേയ്മെന്റ് തന്നിട്ടില്ലെങ്കിൽ സെല്ലറിന് അങ്ങ് വിൽക്കാം. ക്ലിയർ? It may be noted that in such case seller is not required to give notice of resale. അവിടെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? റീസെയിൽ നോട്ടീസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈസ് എൻഡേറ്റിൽ റിക്കവർ ഡാമേജസ്. നോട്ടീസ് കൊടുത്തില്ലെങ്കിൽ ഡാമേജസ് എന്ത് ചെയ്യാൻ പറ്റും? റിക്കവർ ചെയ്യാൻ പറ്റും ഫ്രം ദി ഒറിജിനൽ ബയർ ഈവൻ ഇഫ് നോ നോട്ടീസ് ഓഫ് റീസെയിൽ ഈസ് ഗിവൻ. നോട്ടീസ് ഓഫ് റീസെയിൽ കൊടുത്തിട്ടില്ലെങ്കിലും ഈ സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡാമേജ് റിക്കവർ ചെയ്യാൻ പറ്റും. കാരണം കോൺട്രാക്റ്റിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ. ക്ലിയർ? ഇപ്പോൾ ലെറ്റ്സ് കൺസിഡർ ഇപ്പോൾ ലൈക്ക് അശ്വതി, ഞാൻ അശ്വതി തമ്മിലുള്ള കോൺട്രാക്റ്റാണ്. ക്ലിയർ? സെയിൽ ഗുഡ്സിൻ്റെ സെയിലുമായി ബന്ധപ്പെടുത്തിയ കോൺട്രാക്റ്റാണ്. അപ്പോൾ അശ്വതിയുടെ അടുത്ത് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ്, അശ്വതി പേയ്മെന്റ് തന്നില്ലെങ്കിൽ ഞാൻ വേറെ ആർക്കും വെക്കും കേട്ടോ. ക്ലിയർ? ഡിഫോൾട്ട് വരുത്തിയാൽ ഞാൻ വേറെ ആർക്കും വെക്കും. കൃത്യമായിട്ട് റൈറ്റ് റിസർവ്ഡ് ആണ്. അപ്പോൾ പേയ്മെന്റ് തന്നില്ലെങ്കിൽ എനിക്കത് വിൽക്കാം. അത് അശ്വതിയുടെ അടുത്ത് പറയേണ്ട ആവശ്യമില്ല. ക്ലിയർ? അശ്വതിയുടെ അടുത്ത് പറയേണ്ട ആവശ്യമില്ല. എനിക്കത് ആർക്കും വേണമെങ്കിലും എന്ത് ചെയ്യാം? പിന്നീട് സെയിൽ ചെയ്യാം. അത് മാത്രമല്ല, സെയിൽ ചെയ്യുന്ന സമയത്ത് വല്ല ലോസും വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം? അശ്വതിയുടെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്യാനും പറ്റും. ക്ലിയർ? ഇനി ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. അത് ഓണർഷിപ്പ് പാസ്സാവാത്ത സിറ്റുവേഷനിൽ ഉണ്ടാകുന്ന ഒരു അഡീഷണൽ നമ്മുടെ ഒരു റെമഡി പറയുന്നുണ്ടല്ലോ. ഈ പറയുന്ന റെമഡീസിന് പുറമെ റൈറ്റ് ഓഫ് വിത്ത് ഹോൾഡിംഗ് ഡെലിവറി എന്ന് പറയുന്ന ഒരു സംഭവം.
റൈറ്റ് ഓഫ് വിത്ത്ഹോൾഡിംഗ് ഡെലിവറി എന്ന് പറയുന്നത് സിമിലർ ടു റൈറ്റ് ഓഫ് ലീൻ ആൻഡ് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ്. അതന്നെയാണ് സംഭവം വരുന്നത്. അതിന് നമ്മൾ കോസി ലീൻ എന്നും പറയാറുണ്ട്. ദാറ്റ് ഈസ് കോസി ലീൻ. അതും കൂടെ ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, കോസി ലീൻ അതായത് റൈറ്റ് ഓഫ് വിത്ത്ഹോൾഡിംഗ് ഡെലിവറി. ഇറ്റ് ഈസ് സിമിലർ ആൻഡ് കോ എക്സ്റ്റെൻസീവ് ടു റൈറ്റ് ഓഫ് ലീനും സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റിനും കോ എക്സ്റ്റെൻസീവ് ആയിട്ട് വരുന്ന സിമിലർ ആയിട്ട് വരുന്ന സംഭവമാണ്. ഇഫ് ഓണർഷിപ്പ് ഈസ് നോട്ട് പാസ്ഡ്, ഗുഡ്സിന് ഓണർഷിപ്പ് പാസ് ആയിട്ടില്ലെങ്കിൽ സിറ്റുവേഷനിൽ നമ്മൾ പറയുന്ന റെമഡിയാണത്. ഓക്കെ, ഐ തിങ്ക് തിങ്സ് ആർ ക്ലിയർ. നിങ്ങളിത് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് ഫോക്കസ് ചെയ്ത് കേൾക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ടൈം ഒട്ടും വേസ്റ്റ് ആവാത്ത രീതിയിൽ ചെയ്യാനാണ് ഞാൻ മാക്സിമം ട്രൈ ചെയ്തത്. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ഈ മോക്ക് ടെസ്റ്റ് പേപ്പർ നിങ്ങൾ സ്വന്തമായിട്ട് അനലൈസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തായാലും ഇതിലും കൂടിയ സമയം എടുക്കാനാണ് സാധ്യതകളുള്ളത്. ക്ലിയർ? അപ്പോൾ നമ്മൾ വളരെ പ്രൊഡക്റ്റീവായിട്ട് ഈ സമയത്തിൽ നമ്മൾ കൂടെ ഇരുന്ന് ഒരുമിച്ച് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ എൻ്റയർ ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാൻ പറ്റുകയാണ്, വളരെ എഫക്റ്റീവായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നൊരു സെഷനാണ് ആക്ച്വലി ഇത്. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക. കുറച്ച് സമയം കൂടെ ഉള്ളൂ. 4th B ക്വസ്റ്റ്യനിൽ എത്തിയിട്ടുണ്ട്. ഇനി 5ഉം 6ഉം കൂടെ വരുന്നതോടുകൂടി സംഭവം വൈൻഡ് അപ്പ്. ഓക്കെ, പ്ലീസ് ഫോക്കസ്. 4B ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തേ. നിങ്ങൾക്ക് വായിക്കാൻ എളുപ്പത്തിനാണ് ഞാൻ ഈ ഹൈലൈറ്റിങ് ചെയ്യുന്നത്. ഓക്കെ, ഐ ഹോപ്പ് എവ്രി വൺ ഹാസ് റീഡ് ദ ക്വസ്റ്റ്യൻ. ഇത് കൃത്യമായിട്ട് ആ ക്വസ്റ്റ്യനെ സ്പ്ലിറ്റ് അപ്പ് ചെയ്തിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഇങ്ങനെ തന്നെ നിങ്ങൾ വായിക്കുന്ന സമയത്ത് ഇതിനെങ്ങനെ മുറിച്ച് വായിക്കണം. ലോ വായിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അതിനെ കട്ട് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ കട്ട് ചെയ്ത് വായിച്ചാലാണ് അതിന് കറക്റ്റ് മീനിങ് കിട്ടുള്ളൂ. ഓക്കെ, ഇവിടെ എയും ബിയും പാർട്ട്നേഴ്സാണ്. ABN കമ്പനി എന്ന് പറയുന്ന ഫേമിൽ എയും ബിയും പാർട്ട്നേഴ്സാണ്. അവിടെ എനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പ്ലാസ്റ്റിക് ബോട്ടിൽ സെയിൽ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചില്ല. അവർ പ്ലാസ്റ്റിക് ബോട്ടിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളാണ്. ട്രേഡിംഗ് ഓഫ് പ്ലാസ്റ്റിക് ബോട്ടിൽസ് ആണ്. ഓക്കെ, ഇവിടെ എനെയാണ് ഓതറൈസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എ ഈസ് ഓതറൈസ് ടു സെൽ ദി സ്റ്റോക്ക് ഓഫ് പ്ലാസ്റ്റിക് ബോട്ടിൽ. അവർക്കിടയിൽ ഒരു എഗ്രിമെന്റ് ഉണ്ട്. ഇറ്റ് വാസ് ഡിസൈഡഡ് ബിറ്റ്വീൻ ദം ദാറ്റ് എ ഷുഡ് സെൽ പ്ലാസ്റ്റിക് ബോട്ടിൽ. എ എന്ത് ചെയ്യണം, പ്ലാസ്റ്റിക് ബോട്ടിൽസ് സെയിൽ ചെയ്യണം അറ്റ് മിനിമം പ്രൈസ് ഫിക്സഡ് വിച്ച് ദേ ഹാവ് ഡിസൈഡഡ്. ഇഫ് എ സെൽ അറ്റ് എ പ്രൈസ് ലെസ് ദാൻ മിനിമം പ്രൈസ്, ഇനി ഇൻ കേസ് എ എന്ത് ചെയ്യാണ്, മിനിമം പ്രൈസിനേക്കാളും കുറഞ്ഞ റേറ്റിൽ സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇഫ് എ സെൽ അറ്റ് എ പ്രൈസ് ലെസ് ദാൻ മിനിമം പ്രൈസ്, പ്ലാസ്റ്റിക് ബോട്ടിൽ വിൽക്കേണ്ട മിനിമം പ്രൈസ് അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്, അവർ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. അതിനും താഴേക്ക് വിൽക്കുകയാണെങ്കിൽ, ഇഫ് എ സെൽ അറ്റ് എ പ്രൈസ് ലെസ് ദാൻ മിനിമം പ്രൈസ്, എന്ത് ചെയ്യണം, ഫസ്റ്റ് ടേക്ക് പെർമിഷൻ ഓഫ് ബി. ബിയുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ വില കുറച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. അത് അവർക്കിടയിലുള്ള ഡീലിംഗ് ആണ്, അവർക്കിടയിലുള്ള എഗ്രിമെൻ്റ് ആണ്. ക്ലിയർ? പെട്ടെന്ന് വന്ന ഗവൺമെൻറ് പോളിസി ചേഞ്ച്, നമുക്കറിയാമല്ലോ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കാര്യം ഒന്നും പറയാൻ പറ്റില്ല, എപ്പോൾ ആണെങ്കിലും എന്ത് സംഭവിക്കാം. അങ്ങനെ സഡൻ പോളിസി ചേഞ്ച് വന്നപ്പോൾ എന്ത് സംഭവിച്ചു, പ്രൈസ് ഓഫ് ബോട്ടിൽസ് വാസ് കണ്ടിന്യൂസ്ലി ഡിക്ലൈനിങ്. പെട്ടെന്ന് പ്രൈസ് പറയാൻ തുടങ്ങി. വാട്ടർ ബോട്ടിലിൻ്റെ പ്രൈസ് കണ്ടിന്യൂസ്ലി ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങി. ക്ലിയർ? കമ്പനിയെ ലോസിൽ നിന്നും സേവ് ചെയ്യാൻ വേണ്ടി അവൻ എന്ത് ചെയ്തു, ലൈക്ക് എ എന്ന് പറയുന്ന പാർട്ട്ണർ എത്രയും പെട്ടെന്ന് ലോവർ പ്രൈസിൽ അത് എന്ത് ചെയ്തു, വിറ്റു. ലോസിൽ നിന്നും സേവ് ചെയ്യാനാണ് മക്കളെ, അല്ലാതെ വേറെ ദുരുദ്ദേശമൊന്നുമില്ല. നിങ്ങൾ അങ്ങനെ ചിന്തിക്കേണ്ട, ലോസിൽ നിന്നും സേവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ക്ലിയർ? എ സോൾഡ് സ്റ്റോക്ക് അറ്റ് ലോവർ പ്രൈസ്. മീൻ വെൽ എ ട്രൈ ടു കോൺടാക്ട് ബി. ഇതിൻ്റെ ഇടക്ക് ലൈക്ക് ബി എന്ത് ചെയ്തിട്ടുണ്ട്, സോറി എ എന്ത് ചെയ്തിട്ടുണ്ട്, ബീനെ കോൺട്രാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അവൻ എവിടെയോ ടൂർ പോയിരിക്കുകയാണ്. ബി വാസ് ഓൺ എ ഫോറിൻ ട്രിപ്പ്, വല്ല തായ്ലാൻഡിലോ മലേഷ്യയിലോ സിംഗപ്പൂരിലോ എവിടെയോ ആണ് ആശാൻ. ക്ലിയർ? ബി വാസ് ഓൺ എ ഫോറിൻ ട്രിപ്പ്, അതുകൊണ്ട് വിളിച്ചിട്ട് കിട്ടിയില്ല. ക്ലിയർ? അപ്പോൾ ആശാൻ എന്ത് ചെയ്യേണ്ടി വന്നു, അത് വിൽക്കേണ്ടി വന്നു. ആഫ്റ്റർ വാർഡ്സ് വെൻ ബി ബിക്കെയിം ഹി ലൈക്ക് വെൻ ബി കെയിം, തിരിച്ച് ബി ഫോറിൻ ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എന്ത് ചെയ്തു, ആ ഡിഫറൻസിന് വേണ്ടിയിട്ട് സെയിൽ പ്രൈസും ആ മിനിമം പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് ഡാമേജസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആര് കേസ് ഫയൽ ചെയ്തു, ബി എന്ന് പറയുന്ന പാർട്ട്ണർ കേസ് ഫയൽ ചെയ്തു. ക്ലിയർ? ചോദ്യം ഇവിടെ ഇതാണ്, വെദർ ബി ക്യാൻ ഡു സോ അണ്ടർ ദി പ്രൊവിഷൻസ് ഓഫ് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932. ബിക്ക് അങ്ങനെ സ്യൂട്ട് ഫയൽ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അവർക്കത് ആ ഒരു ഡിഫറൻസ് ബിക്ക് മേടിച്ചെടുക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. സാധിക്കുമോ ഇല്ലയോ നിങ്ങൾ പറ, യെസ് ഓർ നോ. ഗിവ് മി യുവർ റിപ്ലൈസ് ഇൻ ദ കമന്റ്.
Okay, good. I'm getting good replies. Come on, everyone. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. Come on. കറൻ്റ്ലി വാച്ച് ചെയ്യുന്ന എല്ലാവരും ഒരു റെസ്പോൺസ് വാട്ട് എവർ ഇറ്റ് മേ ബി. ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയാറുള്ള ഒരു കാര്യമാണ്, നിങ്ങളുടെ ഉത്തരം ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയം തെറ്റോ ശരിയോ ഒന്നുമല്ല. തെറ്റോ ശരിയോ എന്നുള്ള നമ്മുടെ പ്രശ്നമല്ല. നിങ്ങൾ ആൻസർ ചെയ്യണം, നിങ്ങൾക്കൊരു കൺക്ലൂഷൻ ഉണ്ടാവും. എന്നിട്ട് ഉത്തരം തെറ്റിക്കോട്ടെ. ക്ലാസ്സിൽ വെച്ച് തെറ്റുന്നതിന് എന്താ പ്രശ്നം? ക്ലാസ്സിൽ വെച്ച് തെറ്റണം, ഒരു പ്രശ്നവുമില്ല. അത് ഇവിടെ തെറ്റിയാൽ നമുക്ക് ആ കൺസെപ്റ്റ് ക്ലിയർ ആവും. പിന്നെ എക്സാമിന് നമുക്ക് കറക്റ്റ് എന്താ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ എവരി വൺ. ഓക്കെ, ഗുഡ്. ഓക്കെ, നമുക്ക് സൊല്യൂഷനിലേക്ക് നോക്കാം. നിങ്ങൾ പറഞ്ഞത് ശരിയാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ശരി തന്നെയാണ്, നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം അത് ശരിയാണ്. എന്നാലും നമുക്ക് സൊല്യൂഷനിലേക്ക് ഒന്ന് കിടക്കാം. ഓക്കെ, അക്കോർഡിംഗ് ടു സെക്ഷൻ 13E ഓഫ് ദി ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932, സെക്ഷൻ 13E. ഓക്കെ, section 13E of the Indian Partnership Act 1932, every partner has the right to be indemnified by the firm in respect of payments made and liabilities incurred by him in the ordinary and proper conduct of business. ക്ലിയർ? ബിസിനസ് കണ്ടക്റ്റുമായി ബന്ധപ്പെടുത്തിയിട്ട് എന്തെങ്കിലും ലയബിലിറ്റീസ് ഇൻകർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇൻഡംനിഫൈ ചെയ്യാനുള്ള റൈറ്റ് എല്ലാ പാർട്ട്നേഴ്സിനും ഉണ്ടെന്നാണ് സെക്ഷൻ 13E പറയുന്നത്. ഓക്കെ, നമുക്കറിയാവുന്ന കാര്യം തന്നെ. ഓക്കെ, ആസ് വെൽ ആസ് ഇൻ ദ പെർഫോമൻസ് ഓഫ് എൻ ആക്ട് ഇൻ ആൻ എമർജൻസി. ഒരു എമർജൻസി സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഫേമിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, ഫോർ പ്രൊട്ടക്ടിങ് ദ ഫേം ഫ്രം എനി ലോസിൽ നിന്നും ഫേമിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, ഇഫ് ദ പേയ്മെന്റ്സ് ലയബിലിറ്റി ആൻഡ് ആക്ട് ആസ് സച്ച് ആസ് എ പ്രുഡന്റ് മാൻ, ഒരു സാധാരണ മനുഷ്യൻ ചെയ്യുന്ന ഒരു കാര്യം, വുഡ് മേക്ക് ഇൻകർ ഓർ പെർഫോം, ഒരു സാധാരണ മനുഷ്യൻ ചെയ്യുന്ന കാര്യം ആ ഒരു സിമിലർ സർക്കംസ്റ്റാൻസിൽ ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഒരു പാർട്ട്ണർ എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ക്ലിയർ, അതിന് ഇൻഡംനിഫൈ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കുണ്ട്? ഫേമിനുണ്ട്. അതിന് പാർട്ട്ണറിനെ ലേബിളാക്കാൻ പറ്റില്ല. ക്ലിയർ? ഒരു അത്യാവശ്യമായിട്ട് ഒരു എമർജൻസി സിറ്റുവേഷൻ, ഇവൻ ഫോറിൻ ട്രിപ്പിൽ പോയതല്ലേ ബി, ക്ലിയർ, അത്യാവശ്യ സിറ്റുവേഷനിൽ ഫേം കൂടുതൽ ലോസിൽ പോകണ്ടെന്ന് കരുതിയിട്ടല്ല അവൻ വിറ്റത്. ക്ലിയർ? ഒരു ഓർഡിനറി പ്രുഡന്റ് മാൻ അങ്ങനെ തന്നെയല്ലേ ചെയ്യുള്ളൂ സിമിലർ സർക്കംസ്റ്റാൻസസിൽ. ആ സെയിം കാര്യമല്ലേ ഏവും ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ കേസിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇൻ ദ ഇൻസ്റ്റന്റ് കേസ് ഡ്യൂ ടു സം എമർജൻസി എ സോൾഡ് സ്റ്റോക്ക് അറ്റ് ലോവർ പ്രൈസ് ടു സേവ് ഫ്രം ലോസസ്, അല്ലേ? ലോസിൽ നിന്നും നമ്മുടെ ഫേമിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. എ കുഡിൻ കോൺടാക്ട് ബി ഫോറിൻ ട്രിപ്പിൾ ആയതുകൊണ്ട് ബീനെ കോൺടാക്ട് ചെയ്യാനും പറ്റിയില്ല. ക്ലിയർ? ഹി ട്രൈഡ്. Hence, on the basis of above provisions and facts of the problem given, selling by A at a lower price was to save the firm from loss. അതുകൊണ്ട് തന്നെ as the act of A was in favor of ഫേമിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അയാൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ആ ലോസ് ബെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ആ ലോസ് ഫേമിൻ്റെയാണ്. ക്ലിയർ? അതല്ലാതെ ഒറ്റയ്ക്ക് ആ ലോസ് ഏറ്റെടുക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല. അതൊരു എമർജൻസി സിറ്റുവേഷനിൽ ഫേമിനെ ലോസിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓർഡിനറി പ്രുഡന്റ് മാൻ സിമിലർ സർക്കംസ്റ്റാൻസസിൽ എങ്ങനെയാണോ ആക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ആര് ആക്ട് ചെയ്തിട്ടുള്ളത്? ആക്ട് ചെയ്തിട്ടുള്ളത്. ക്ലിയർ? ഓക്കെ മക്കളെ. സാർ ആക്റ്റീവ് പാർട്ട്ണർ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എന്തായാലും ആക്റ്റീവ് പാർട്ട്ണറാണ്. അവിടുത്തെ ഗുഡ്സ് സെയിൽ ചെയ്യുന്ന ആളല്ലേ. സോ സ്വാഭാവികമായിട്ടും ഈസ് ടേക്കിംഗ് ആക്റ്റീവ് പാർട്ട് ഇൻ ദി ബിസിനസ്, കണ്ടക്ട് ഓഫ് ദി ബിസിനസ്സിൽ ഇൻവോൾവ് ചെയ്യുന്ന ആൾ തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 50A. ഓക്കെ,
ഇവിടെ റാം ബിലാസ് യാദവ് എന്ന് പറയുന്ന ഒരു ഫാമറിനെ പറ്റിയിട്ടാണ് ഇവിടെ ക്വസ്റ്റ്യൻ വരുന്നത്. ഫാമറും ഒരു അണ്ണ ചിപ്സ് കമ്പനി, ഓക്കെ, ഇവർ തമ്മിലാണ് കോൺട്രാക്ട് വരുന്നത്. അണ്ണ ചിപ്സ് കമ്പനി ലൈക്ക് ഈ ഫാമറുമായിട്ട്, റാം ബിലാസ് യാദവ് എന്ന് പറയുന്ന ഫാമറുമായിട്ട് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തു. കോൺട്രാക്ട് വാസ് ടു സപ്ലൈ 100 quintals ഓഫ് പൊട്ടാറ്റോ, 100 quintals ഓഫ് പൊട്ടാറ്റോ, ഓക്കെ, 100 quintals ഓഫ് പൊട്ടാറ്റോക്ക് വേണ്ടിയിട്ടാണ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തത്. അറ്റ് 1000 rupees per quintal, ഒരു ക്വിൻ്റലിന് 1000 rupees വെച്ചിട്ടാണ് പ്രൈസും ഫിക്സ് ചെയ്തത്. ഓക്കെ, Anna Chips Company made the payment of price but delivery to be made after 6 months. Anna Chips Company എന്ത് ചെയ്തു? പ്രൈസ് കൊടുത്തു, അതിനുള്ള പേയ്മെൻറ്റ് കൊടുത്തു, ക്ലിയർ. ഡെലിവറി എപ്പോൾ മതി എന്ന് പറഞ്ഞു? ആഫ്റ്റർ 6 months. കാരണം അത് ആകണ്ടേ, പൊട്ടാറ്റോസ് ആയി വരണ്ടേ. ഓക്കെ, ബിഫോർ ടൈം ഓഫ് ഡെലിവറി വോൾ ക്രോപ്പ് ഓഫ് പൊട്ടാറ്റോസ് വാസ് ഡെസ്ട്രോയിഡ്. ഡെലിവറിക്ക് മുന്നേ തന്നെ ഫ്ലഡ് കാരണം എന്ത് സംഭവിച്ചു? ക്രോപ്പ് പൊട്ടാറ്റോസ് ഫുള്ള് ഡെസ്ട്രോയ്. ക്ലിയർ മക്കളെ? എൻ്റെ ഒരു ക്വസ്റ്റ്യൻ, ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇത് ഏത് ടൈപ്പ് ഗുഡ്സ് ആണ് ഇവിടെ വരുന്നത്? ഗുഡ്സിൽ നമ്മൾ പല ടൈപ്സ് ഓഫ് ഗുഡ്സ് പറയുന്നുണ്ടല്ലോ, ലൈക്ക് എക്സിസ്റ്റിംഗ് ഗുഡ്സ്, ഫ്യൂച്ചർ ഗുഡ്സ്, കണ്ടിജന്റ് ഗുഡ്സ്, എക്സിസ്റ്റിംഗ്, അല്ലെങ്കിൽ സ്പെസിഫിക്, അസർട്ടൈൻ, അൺഅസർട്ടൈൻ, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. ഇത് ഏത് ടൈപ്പ് ഗുഡ്സാണ്? ഇവിടുത്തെ പൊട്ടാറ്റോ എന്ന് പറയുന്നത് ഇവിടെ ഗുഡ്സ് ഏത് ടൈപ്പാണ്? പ്ലീസ് ഗിവ് മീ യുവർ കമൻറ്റ്സ്. ഓക്കെ, ഐ എം ഗെറ്റിംഗ് കമൻസ്. ഫ്യൂച്ചർ ഗുഡ്സ്, ഓക്കെ, അതെ, ഫ്യൂച്ചർ ഗുഡ്സ് അല്ലേ? ദിസ് ഇസ് സംതിങ് മാനുഫാക്ചർഡ് അല്ലേ, പ്രൊഡ്യൂസ് ചെയ്യുന്നല്ലേ. ഓക്കെ, അണ്ണ ചിപ്സ് കമ്പനി ഡിമാൻഡഡ് ദ പേയ്മെൻറ്റ് ഓഫ് പ്രൈസ് വിച്ച് ഈസ് ഓൾറെഡി മെയ്ഡ്. അവർ ലൈക്ക് കൊടുത്ത പ്രൈസ് അവരെന്ത് ചെയ്തു? തിരിച്ചു ചോദിച്ചു. ഓക്കെ, റാം ബിലാസ് യാദവ് പറഞ്ഞു ഡെനി ചെയ്തത്, പ്രൈസ് തരാൻ പറ്റില്ല, ഡെനി റിട്ടേൺ ദി പ്രൈസ്. കാരണം അയാൾ എന്താ പറഞ്ഞു? സെയിങ് ദാറ്റ് കോൺട്രാക്ട് ഓഫ് സെയിൽ വാസ് ഓൾറെഡി എൻഡഡ്. ആ സെയിൽ ഓൾറെഡി, കോൺട്രാക്ട് ഓഫ് സെയിൽ ഓൾറെഡി എൻ്റർ ചെയ്താണ്. അതുകൊണ്ട് തന്നെ ആ ക്രോപ്പ്, നശിക്കപ്പെട്ടിട്ടുള്ള ഡെസ്ട്രോയ് ആയിട്ടുള്ള ആ ക്രോപ്പ് എന്ന് പറയുന്നത് അണ്ണ ചിപ്സ് കമ്പനിയുടെയാണ്. അതുകൊണ്ട് ലോസ് ഓഫ് ക്രോപ്പ് അവരെന്ത് ചെയ്യണം? ഏറ്റെടുക്കണം. ക്ലിയർ? അപ്പോൾ ഇവിടെ ചോദ്യം ഇതാണ്, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൻ്റെ റെലവൻറ്റ് പ്രൊവിഷൻസ് പരിശോധിച്ച് നോക്കുന്ന സമയത്ത് അണ്ണ ചിപ്സ് കമ്പനിക്ക് ആ എമൗണ്ട് റിക്കവർ ചെയ്യാൻ പറ്റുമോ ഈ ഫാർമറിൽ നിന്നുള്ളതാണ് ചോദ്യം. ഇതിൽ എനിക്ക് നിങ്ങളോട് ആദ്യം ചോദിക്കാന്നുള്ളത്, ഇത് സെയിലാണോ അതോ എഗ്രിമെൻറ്റ് ടു സെയിലാണോ? Give me your answers in the comment box. Sale or agreement to sell? Okay, sale or agreement to sell? Para. Okay, good. Okay, sure. Everyone is responding well and everyone is giving good answers. എല്ലാവരും കറക്റ്റ് ഉത്തരങ്ങളാണ് പറയുന്നത്. ഇവിടെ അഗ്രിമെന്റ് ടു സെൽ അല്ലേ? ഓക്കെ, സോ നമുക്ക് വെറുതെ ആ ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാം. അന്ന ചിപ്സ് കമ്പനിക്ക് ആ എമൗണ്ട് റിക്കവർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? ഗിവ് മി യെസ് ഓർ നോ റിപ്ലൈ. അതും കൂടെ ഒന്ന് പറ. യെസ് ഓർ നോ പറ. കുറച്ച് പേരാണ് ആൻസർ ചെയ്തിട്ടുള്ളത്. അതിൽ കൂടുതൽ പേരും റിക്കവർ ചെയ്യാൻ പറ്റും തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. റിക്കവർ ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞവരുണ്ട്. ഓക്കെ, നമുക്ക് സൊല്യൂഷനിലേക്ക് കിടക്കാം. ഓക്കെ, സൊല്യൂഷൻ നോക്കുന്ന സമയത്ത് ക്ലിയർ ആവുമല്ലോ അത്. ഓക്കെ, ആസ് പെർ സെക്ഷൻ 4 clause 3 of Sale of Goods Act 1930, we're under a contract of sale. The property in the goods is transferred from seller to the buyer. The contract is called a sale. സ്പോട്ടിൽ ഓണർഷിപ്പ് അങ്ങ് ട്രാൻസ്ഫർ ആവുന്നു. പ്രോപ്പർട്ടി ഇൻ ദ ഗുഡ്സ് he transferred from seller to buyer. അത് സെയിലാണ്. പക്ഷേ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഇൻ ദ ഗുഡ്സ് ഈസ് ടു ടേക്ക് പ്ലേസ് അറ്റ് എ ഫ്യൂച്ചർ ടൈം ആണെങ്കിൽ, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ് സബ്ജക്ട് ടു സം കണ്ടീഷൻ ടു ബി ഫുൾഫിൽഡ് ആണെന്നുണ്ടെങ്കിൽ അതെന്താണ്? എഗ്രിമെന്റ് ടു സെൽ ആണ്, സെയിലല്ല. ക്ലിയർ?
An agreement to sell becomes a sale when the time elapses or the conditions are fulfilled subject to which the property in the goods is to be transferred. അവർ പറഞ്ഞ സമയമാവുന്ന സമയത്ത് അല്ലെങ്കിൽ ആ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുന്ന സമയത്താണ് അവിടെ എന്തുണ്ടാവുന്നത്, പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ആവുന്നത്. ക്ലിയർ, ടൈം എലാപ്സസ് ഓർ ദി കണ്ടീഷൻസ് ആർ ഫുൾഫിൽഡ്. അപ്പോഴാണ് അഗ്രിമെന്റ് സെല്ലിന്റെ കേസിൽ ഓണർഷിപ്പ് എന്താവുന്നത്, ട്രാൻസ്ഫർ ആവുന്നത്. അതുമാത്രമല്ല ഇവിടെ ഫ്യൂച്ചർ ഗുഡ്സിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഫ്യൂച്ചർ ഗുഡ്സ് മീൻസ് ഗുഡ്സ് ടു ബി മാനുഫാക്ചേർഡ്, പ്രൊഡ്യൂസ്ഡ്, acquired by the seller after making contract of sale. അത് തന്നെയാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. ഇവിടെ പൊട്ടാറ്റോസ് എന്ന് പറയുന്നത് എന്താണ്, ഫ്യൂച്ചർ ഗുഡ്സ് അല്ല, ദേ ആർ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ പ്രൊഡ്യൂസിങ് ഇറ്റ്, റൈറ്റ്? In the instant case on the they are producing it in the instant case on the basis of above provisions and facts, it can be said that there was an agreement to sell between Ramvilas Yadav and Anna Chips Company. Anna Chips Companyയും റാംവിലാസ് യാദവും തമ്മിലുണ്ടായിരുന്ന എന്താണ്, ഈ കേസിലേക്ക് നമ്മൾ ഈ പറയുന്ന പ്രൊവിഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്, ഇവർക്കിടയിൽ ഉണ്ടായിരുന്നത് ഒരു എഗ്രിമെന്റ് സെല്ലാണ്. നിങ്ങളും ഓൾറെഡി അത് എഗ്രി ചെയ്തിട്ടുള്ളതാണല്ലോ അല്ലേ? ഓക്കെ, ബിക്കോസ് ദ ഗുഡ്സ് അണ്ടർ ദ എഗ്രിമെന്റ് വാസ് ഫ്യൂച്ചർ ഗുഡ്സ്. ഇവിടെ ഉണ്ടായിരുന്ന ഗുഡ്സ് ഫ്യൂച്ചർ ഗുഡ്സ് ആയിരുന്നു. ഈവൻ ദ പേയ്മെന്റ് വാസ് മെയ്ഡ് ബൈ അന്ന ചിപ്സ് കമ്പനി, ദ പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് ക്യാൻ ബി ട്രാൻസ്ഫർഡ് ഓൺലി ആഫ്റ്റർ ഗുഡ്സ് ഈസ് അൺസർട്ടൈൻഡ്. ക്ലിയർ, ഈവൻ പേയ്മെന്റ് അന്ന ചിപ്സ് കമ്പനി കൊടുത്തിട്ടുണ്ടെങ്കിലും ഓണർഷിപ്പ് അതൊരു അൺഅസർട്ടൈൻ ഗുഡ്സ് ആണ്. അവർക്ക് വേണ്ടിയിട്ട് ആ ഗുഡ്സ് അസർട്ടൈൻ ചെയ്യുമ്പോൾ മാത്രമാണ് അവിടെ എന്തുണ്ടാവുന്നത്. നമ്മൾ എപ്പോഴും പറയുന്നതാണ്, ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, അൺഅസർട്ടൈൻഡ് ഗുഡ്സിന്റെ കേസിൽ അവരുടെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആണെന്നുണ്ടെങ്കിൽ ആദ്യം ഇതിനെ അസർട്ടൈൻ ചെയ്യണം. ക്ലിയർ, ഇവിടെ ഗുഡ്സ് അസർട്ടൈൻഡ് ആയിരുന്നു? നോ, only after ascertaining. Okay, as the goods was not ascertained, property not passed to buyer. goods ascertained അല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ എന്തായിട്ടില്ല, ഓണർഷിപ്പും പാസ്ഡ് അല്ല. ക്ലിയർ, hence Ramvilas Yadav must return the price to Anna Chips Company. അതുകൊണ്ട് തന്നെ റാംവിലാസ് യാദവ് എന്ത് ചെയ്യണം, ആ പ്രൈസ് തിരിച്ചു കൊടുക്കേണ്ടി വരും. കാരണം അവിടെ ഓണർഷിപ്പ് എന്തായിട്ടില്ല, അണ്ണ ചിപ്സ് കമ്പനിക്ക് ട്രാൻസ്ഫർ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ ലോസ് ഏറ്റെടുക്കേണ്ടത് ഫാർമർ തന്നെയാണ്. ക്ലിയർ, ആ അണ്ണ ചിപ്സ് കമ്പനിക്ക് ആ കിട്ടിയ പൈസ അവരെന്ത് ചെയ്യേണ്ടി വരും, തിരിച്ച് കൊടുക്കേണ്ടി വരും. ക്ലിയർ, ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ദാറ്റ് ഈസ് ഇൻ റിലേഷൻ ടു ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ, കമ്പനീസ് ആക്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വെരി ക്വിക്ലി 5th B ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. ഓക്കെ, Article of Association of Avenue International Private Limited contained a clause that in case of insolvency of any member, his shares in the company should be sold. His shares in company should be sold to other person and at the fixed price fixed by the directors. Clear, അത് പ്രകാരം കൊടുക്കണം എന്നാണ്. ഏതെങ്കിലും ഒരു മെമ്പർ ഇൻസോൾവെന്റ് ആയി കഴിഞ്ഞാൽ അവരുടെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിൽ കൃത്യമായിട്ട് അതിനെങ്ങനെ ഡീൽ ചെയ്യുന്നുള്ളത് പറഞ്ഞിട്ടുള്ളൂ. ക്ലിയർ, ഷുഡ് ബി സോൾഡ് ടു അതർ പേഴ്സൺ, മറ്റേതെങ്കിലും ഒരു പേഴ്സൺ അത് സെയിൽ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് ഡയറക്ടേഴ്സ് ഫിക്സ് ചെയ്യുന്ന പ്രൈസ് പ്രകാരം ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ, മിസ്റ്റർ നീരജ് ഒരു ഷെയർ ഹോൾഡർ ആയിരുന്നു, അയാൾ എന്ത് ചെയ്തു, ഇൻസോൾവെന്റ് ആയിപ്പോയി. His official assignee in insolvency claimed that he was not bound by the provisions of Article of Association and is free to sell the shares at their true value. Clear, ഒഫീഷ്യൽ അസൈനി എന്ത് ചെയ്തു, പറഞ്ഞു ഇൻസോൾവൻസി ഇതൊന്നും എന്ത് ചെയ്യുന്നില്ല, ഈ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിലുള്ള പ്രൊവിഷൻസ് ഒന്നും ആൾക്ക് അപ്ലിക്കബിൾ അല്ല. ഈസ് നോട്ട് ബൗണ്ട് ബൈ പ്രൊവിഷൻസ് ഓഫ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ. അതൊന്നും ആളെ ബാധിക്കുന്നില്ല. ക്ലിയർ, അയാൾക്ക് ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ട്രൂ വാല്യൂവിൽ സെയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒഫീഷ്യൽ അസൈനി പറയുന്നത്. കമ്പനീസ് ആക്ടിൻ്റെ പ്രൊവിഷൻസ് പരിശോധിച്ച് നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇതിനൊരു തീരുമാനം പറഞ്ഞു കൊടുക്കാൻ. ഈ പറയുന്ന ഒഫീഷ്യൽ അസൈനി ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷന് ബൈൻഡിങ് ആവോ ഇല്ലേ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ സൊല്യൂഷനിലേക്ക് കിടക്കാം. ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് എന്താ? ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ അല്ലേ, വിച്ച് ആർ ഫ്രെയിം ടു മാനേജ് ഇറ്റ്സ് ഇന്റേണൽ അഫയേഴ്സ്. അവരുടെ ഇന്റേണൽ അഫയേഴ്സ് മാനേജ് ചെയ്യാൻ വേണ്ടി ഫ്രെയിം ചെയ്തിട്ടുള്ളതാണല്ലോ ഈ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ ഈ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ, മെമ്മോറാണ്ടം എന്ന് പറയുന്നത് അതിൻ്റെ ഫണ്ടമെന്റൽ കണ്ടീഷൻസ് ആണെങ്കിൽ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ അല്ലെങ്കിൽ നമ്മളെപ്പോഴും പറയാറുണ്ട് മെമ്മോറാണ്ടം എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി കമ്പനി. കമ്പനിയുടെ ഭരണഘടന പോലെയാണ് എന്ത് വരുന്നത്, മെമ്മോറാണ്ടം വരുന്നത്. ക്ലിയർ, അതേസമയം ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് കമ്പനിയുടെ ഇന്റേണൽ മാനേജ്മെന്റ് വേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ so articles are the internal regulations of the company. Further, according to the decision taken in case of SS Rajkumar versus Perfect Casting Private Limited, the case law on clear, the document containing the AOA article of association of a company is a business document. Clear, അതൊരു ബിസിനസ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു ബിസിനസ് ഡോക്യുമെന്റ് അല്ലേ. ക്ലിയർ, it's a public document. Hence it has to be construed strictly. It regulates domestic management of company. ഒരു കമ്പനിയുടെ ഡൊമസ്റ്റിക് മാനേജ്മെന്റ് റെഗുലേറ്റ് ചെയ്യുന്നതാണ് എന്ത്, അതിൻ്റെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ. അത് കുറച്ച് റൈറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ചില ഒബ്ലിഗേഷൻസും എന്ത് ചെയ്യുന്നുണ്ട്, ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആർക്കിടയിൽ മെമ്പേഴ്സിനെയും കമ്പനിയെയും കണക്ട് ചെയ്യുന്ന സാധനമാണ് എന്ത്, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ ബിറ്റ്വീൻ മെമ്പേഴ്സ് ആൻഡ് ദി കമ്പനി.
ഓൺ ദ ബേസിസ് ഓഫ് എബോ ഇത് നമ്മൾ വെച്ച് നോക്കുന്ന സമയത്ത് ഒഫീഷ്യൽ അസൈനി ഓഫ് മിസ്റ്റർ നീരജ് എന്ന് പറയുന്നത് എന്താണ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷന് ബൈൻഡിങ് ആണ്. ക്ലിയർ? ആ കമ്പനിയുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ത് റൈറ്റ്സ് ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്, എന്ത് ഒബ്ലിഗേഷൻസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്, എന്ത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് അവിടെ മാനേജ്മെന്റ് യൂസ് ചെയ്യുന്നത്, ഇതെല്ലാം പറയുന്ന സാധനം എന്താണ്? ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ ആണ്. ക്ലിയർ? അപ്പോൾ ഈ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിൽ പറഞ്ഞത് പ്രകാരമുള്ള കാര്യങ്ങൾക്ക് ഈ പറയുന്ന ഒഫീഷ്യൽ അസൈനിയും എന്തായിരിക്കും? ബൈൻഡിങ് ആയിരിക്കും. അയാൾ ആ പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്തല്ല ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അയാളും എന്തായിരിക്കും? ഈ പറയുന്ന ഒഫീഷ്യൽ അസൈനിയും എന്തായിരിക്കും? അതിന് ബൈൻഡിങ്ങോ? ക്ലിയർ? ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 6th ക്വസ്റ്റ്യൻ ആണ്. 6th എന്ന് പറയുമ്പോൾ 6th എ ഉണ്ട് ബി ഉണ്ട്. ഓക്കെ, അതിൽ ഫസ്റ്റ് 6th എ ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇൻ ദ ലൈറ്റ് ഓഫ് പ്രൊവിഷൻസ് ഓഫ് ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. കോൺട്രാക്ട് ആക്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എഗ്രിമെന്റ്സ് മെയ്ഡ് ഔട്ട് ഓഫ് ലവ് ആൻഡ് അഫെക്ഷൻ ആർ വാലിഡ് എഗ്രിമെന്റ് എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. അത് കറക്റ്റ് ആണോ അല്ലയോ? പറ. എഗ്രിമെന്റ് മെയ്ഡ് ഔട്ട് ഓഫ് ലവ് ആൻഡ് അഫെക്ഷൻ വാലിഡ് എഗ്രിമെന്റ് ആണോ അല്ലയോ? ഗിവ് മി ദി ആൻസർ. ഓക്കെ, ഒരുപാട് പേര് ആൻസർ ചെയ്തിട്ടുണ്ട്. ഇത് ഏത് ടോപ്പിക്കുമായിട്ട് കണക്റ്റഡ് ആണെന്ന് മനസ്സിലായോ? നമ്മൾ ജനറൽ റൂളായിട്ട് നമ്മൾ പറയാറുണ്ട് നോ കൺസിഡറേഷൻ നോ കോൺട്രാക്ട്. കൺസിഡറേഷൻ അല്ലെങ്കിൽ കോൺട്രാക്ട് ഇല്ല. കൺസിഡറേഷൻ എസെൻഷ്യൽ എലമെന്റ് അല്ലേ? ക്വിഡ് പ്രോ ക്വോ, സംതിങ് ഇൻ റിട്ടേൺ അല്ലെങ്കിൽ സംതിങ് ഫോർ സംതിങ് അല്ലേ? എന്തെങ്കിലും കൺസിഡറേഷൻ വേണം എന്നുള്ളതാണ് പറയുന്നത്. അതിന് കുറച്ച് എക്സെപ്ഷൻസ് ആയിട്ട് പറയുന്നുണ്ട്. അതിൽ ആദ്യം വരുന്നതാണെന്ത്? പ്രോമിസ് മെയ്ഡ് ഓൺ ഔട്ട് ഓഫ് നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ. അതിന്റെ അണ്ടറിലാണ് ഇത് വരുന്നത്. പക്ഷെ അവിടെ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടല്ലേ? അല്ലേ? കുറച്ച് കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യണം, എങ്കിൽ മാത്രമേ അത് വാലിഡ് ആവുന്നുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഉത്തരത്തിന്റെ സൊല്യൂഷനിലേക്ക് വരുന്ന സമയത്ത് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ടൈം ബീങ് നെക്സ്റ്റ്. പ്രോമിസ് ടു പേ ടൈം ബാർഡ് ഡെപ്റ്റ് കനോട്ട് ബി എൻഫോഴ്സ്ഡ്. ഒരു ടൈം ബാർഡ് ഡെപ്റ്റ് പേ ചെയ്യാം എന്നുള്ള പ്രോമിസ് എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റ്. വാട്ട്സ് യുവർ ഒപ്പീനിയൻ? കറക്റ്റ് ആണോ അതോ റോങ് ആണോ? യെസ് ഓർ നോ? ഇസ് ഇറ്റ് കറക്റ്റ്? കറക്റ്റ് ആണെങ്കിൽ യെസ് എന്ന് പറ, അല്ലെങ്കിൽ നോ എന്ന് പറയാം. സെക്കൻഡ് സിറ്റുവേഷൻ, എന്നിട്ട് രണ്ടും കൂടെ നമുക്ക് ഒരുമിച്ച് സൊല്യൂഷൻ എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. I'm waiting for your answer. Everyone is giving a no. ടൈം ബാർഡ് ഡെപ്റ്റ് പേ ചെയ്യാന്നുള്ള പ്രോമിസ് അത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഒരുപാട് പേര് പറയുന്നത്. ആണോ? അതോ പറ്റുന്നതാണ് അല്ലേ? നോ എന്ന് പറയുമ്പോൾ പറ്റുന്നതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഐ തിങ്ക് അല്ലേ എല്ലാവരും പറയുന്നത് പ്രോമിസ് ടു പേ ടൈം ബാർഡ് ഡെപ്റ്റ് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്നല്ലേ? ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇതിൽ ഈ സെക്കൻഡ് സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഇതിന് രണ്ട് അപ്രോച്ച് ഉണ്ട്. ക്ലിയർ? ഇറ്റ് ഹസ് ഗോട്ട് സം ആൾട്ടർനേറ്റീവ് അപ്രോച്ചസ്. രണ്ടും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്ലിയർ? അത് ശരിയെന്ന് പറയുന്ന രീതിയിൽ നമുക്ക് പ്രസന്റ് ചെയ്യാം, അത് തെറ്റെന്ന് പറയുന്ന രീതിയിൽ നമുക്ക് എൻഫോഴ്സിലേക്ക് പ്രസന്റ് ചെയ്യാം. രണ്ടും നമുക്ക് സൊല്യൂഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സിറ്റുവേഷൻ ദാറ്റ് ഈസ് എഗ്രിമെന്റ്സ് മെയ്ഡ് ഔട്ട് ഓഫ് ലവ് ആൻഡ് അഫെക്ഷൻ ആർ വാലിഡ് എഗ്രിമെന്റ്സ്. മെയ്ഡ് ഔട്ട് ഓഫ് ലവ് ആൻഡ് അഫെക്ഷൻ അതെന്താണ്? വാലിഡ് എഗ്രിമെന്റ് തന്നെയാണ്. പക്ഷെ അവിടെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് അല്ലേ? എന്തൊക്കെയാണ് കണ്ടീഷൻസ് പറയുന്നത്? ഇവിടെ നമുക്ക് കണ്ടീഷൻസ് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ഇറ്റ് മസ്റ്റ് ബി മെയ്ഡ് ഔട്ട് ഓഫ് നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ ബിറ്റ്വീൻ പാർട്ടീസ്. അവർക്കിടയിൽ നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ്റെ പേരിൽ ക്രിയേറ്റ് ചെയ്ത എഗ്രിമെൻ്റ് ആയിരിക്കണം. പിന്നെ ഈ പാർട്ടീസ് നിയർ റിലേഷൻഷിപ്പിലുള്ള ആളുകളായിരിക്കണം. വളരെ അടുത്ത ബന്ധത്തിലുള്ള നിയർ റിലേഷൻഷിപ്പിലുള്ള ആളുകൾ തമ്മിൽ മാത്രമേ ഈ കോൺട്രാക്ട് എന്താവുള്ളൂ? വാലിഡ് ആവുള്ളൂ. നിയർ റിലേഷൻഷിപ്പ് ആയിരിക്കണം, ഔട്ട് ഓഫ് നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ ആയിരിക്കണം. ക്ലിയർ? നെക്സ്റ്റ്, അത് റൈറ്റിങ്ങിലായിരിക്കണം. ചുമ്മാ വാക്കാലെ പറഞ്ഞാൽ പോരാ. ഇറ്റ് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ്. നിർബന്ധമായിട്ടും അത് റൈറ്റിങ്ങിൽ കൊണ്ടുവരണം. അതിന് പുറമെ അത് രജിസ്റ്റർ കൂടെ ചെയ്യണം. ഇറ്റ് മസ്റ്റ് ബി രജിസ്റ്റേർഡ് അണ്ടർ ദി ലോ. ഈ പറയുന്ന കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ എഗ്രിമെന്റ്സ് മെയ്ഡ് ഔട്ട് ഓഫ് ലവ് ആൻഡ് അഫെക്ഷൻ ആർ വാലിഡ് എഗ്രിമെന്റ്സ്. ക്ലിയർ? ഈ പറയുന്ന കണ്ടീഷൻസും കൂടെ ഫുൾഫിൽ ചെയ്യുമ്പോഴാണ് അത് എന്താവുന്നത്? വാലിഡ് ആവുന്നത്. ഈവൻ വിത്തൗട്ട് കൺസിഡറേഷൻ, എഗ്രിമെന്റ് മെയ്ഡ് ഔട്ട് ഓഫ് ലവ് ആൻഡ് അഫെക്ഷൻ വിത്തൗട്ട് കൺസിഡറേഷൻ അതെന്താണ്? വാലിഡ് ആണ്. ഓക്കെ, ദാറ്റ് ഇസ് ദ ഫസ്റ്റ് സിറ്റുവേഷൻ. സെക്കൻഡ് സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് നോക്കാം.
Promise to pay a time-barred debt cannot be enforced. According to Section 25, Clause 3 of the Indian Contract Act 1872, where a promise in writing, signed by the person making it or by his authorized agent is made to pay time debt barred by limitation. Already time barred ആയി പോയ ഡെപ്റ്റ് പേ ചെയ്യാന്ന് പറഞ്ഞ റൈറ്റിംഗിൽ സൈൻ ചെയ്തുകൊണ്ട് എൻഫോഴ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വാലിഡ് വിത്തൗട്ട് കൺസിഡറേഷൻ എന്നാണ് 25 Clause 3 പറയുന്നത്. അത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, നോ കൺസിഡറേഷൻ നോ കോൺട്രാക്റ്റുമായി ബന്ധപ്പെടുത്തി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇറ്റ് ഈസ് നോട്ട് കറക്റ്റ്. എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് തെറ്റാണ്. ക്ലിയർ? വി ക്യാൻ എൻഫോഴ്സ് ഇറ്റ്. പക്ഷേ ഇതിൻ്റെ അൾട്ടർനേറ്റീവ് വ്യൂ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്, ഇവിടെ തന്നെ തന്നിട്ടുണ്ട്. ദ എബോവ് സ്റ്റേറ്റ്മെന്റ് ക്യാൻ ബി കറക്റ്റ് ഓൾസോ. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് ബൈ ലാപ്സ് ഓഫ് ടൈം എന്നുള്ള പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കാരണം അക്കോർഡിംഗ്ലി ഇറ്റ് ക്യാൻ ബി മെൻഷൻ ദാറ്റ് കോൺട്രാക്ട് ഷുഡ് ബി പെർഫോംഡ് വിത്തിൻ എ സ്പെസിഫൈഡ് പീരീഡ്. ഒരു സ്പെസിഫൈഡ് പീരീഡ് പറയുന്നുണ്ട്. ഇപ്പോൾ ഡെപ്റ്റിന്റെ കേസിൽ 3 years ആണ് ലിമിറ്റേഷൻ ആക്ട് പറയുന്നത്. ക്ലിയർ? അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇഫ് നോ ആക്ഷൻ ഈസ് ടേക്കൺ, അത് എന്ത് ചെയ്യുന്നുണ്ട്? വിത്തിൻ സ്പെസിഫൈഡ് പീരീഡ് ആക്ഷൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതെന്താവും? ഇറ്റ് ഈസ് ഡിപ്രൈഡ് ഓഫ് റെമഡിയേറ്റ് ലോ പ്രകാരം നമുക്ക് അവിടെ റെമഡി ഒന്നും കിട്ടില്ല എന്നുള്ളൊരു അപ്രോച്ചിൽ അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രസന്റ് ചെയ്യാം. ക്ലിയർ? രണ്ട് രീതിയിലും എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. രണ്ട് രീതിയിലും നമുക്ക് പ്രസന്റ് ചെയ്യാം. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആൾട്ടർനേറ്റീവ് ആൻസേഴ്സ് നമുക്ക് ഏത് വേണമെങ്കിലും എന്ത് ചെയ്യാം? ചൂസ് ചെയ്യാം. പക്ഷെ അത് പ്രൊവിഷൻ അല്ലെങ്കിൽ അത് പറയുന്ന രീതി കറക്റ്റ് ആണെന്ന് മാത്രം. ഓക്കെ, ഇനി നമുക്ക് ദ വെരി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് വി ആർ ഗോയിങ് ടു ഡു 6th B ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് ഷെയറിംഗ് ഇൻ പ്രോഫിറ്റ് ഈസ് നോട്ട് കൺക്ലൂസീവ് എവിഡൻസ് ഇൻ ദ ക്രിയേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്. ഓക്കെ, 6th B ക്വസ്റ്റ്യൻ. ഇതോടുകൂടി നമ്മുടെ സെഷൻ എന്താവും? സോറി, ഒരു 2 ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. 6th B യും C യും. അല്ല, B ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഷെയറിംഗ് ഇൻ ദി പ്രോഫിറ്റ്സ് ഈസ് നോട്ട് കൺക്ലൂസീവ് എവിഡൻസ് ഇൻ ദി ക്രിയേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്. ഇവിടെ ലൈക്ക് കമന്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ പറ, പാർട്ട്ണർഷിപ്പിന്റെ കേസിൽ പ്രോഫിറ്റ് ഷെയറിംഗ് എന്ന് പറയുന്ന ഒരു കൺക്ലൂസീവ് എവിഡൻസ് ആണോ? റിപ്ലൈ മീ ഇൻ ദി ചാറ്റ് ബോക്സ്. യെസ് ഓർ നോ? അല്ല അല്ലേ? നോ എന്ന് തന്നെയാണ് എല്ലാവരും ആൻസറും പറഞ്ഞിട്ടുള്ളത് അല്ലേ? നമ്മൾ പറയാറുണ്ട് ക്ലാസ്സിൽ, നമ്മളത് പറഞ്ഞിട്ടുള്ളതാണ്. ലൈക്ക് പ്രോഫിറ്റ് ഷെയറിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ എസെൻസ് ആണ്, പാർട്ട്ണർഷിപ്പിൻ്റെ എസെൻസ് ആണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ അതൊരു കൺക്ലൂസീവ് പ്രൂഫായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. ക്ലിയർ? ദാറ്റ് ഇസ് ജസ്റ്റ് എ പ്രൈമ ഫേസി എവിഡൻസ്. ക്ലിയർ? അതിന് കൺക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈക്ക് ടെസ്റ്റ് ഓഫ് പാർട്ട്ണർഷിപ്പ് പ്രകാരം മ്യൂച്വൽ ഏജൻസി ഉണ്ടെന്നുള്ള ഉറപ്പ് വരുത്തണം അല്ലേ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് മ്യൂച്വൽ ഏജൻസി എന്നുള്ള ഒരു കൺസെപ്റ്റ് അവിടെ വരുമ്പോൾ അവർക്കിടയിലെ റിലേഷൻ ഗവൺ ചെയ്യുന്നത് മ്യൂച്വൽ ഏജൻസി ആണെന്നുണ്ടെങ്കിലാണ് അവിടെ പാർട്ട്ണർഷിപ്പ് ഉണ്ടെന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ ചിലപ്പോൾ ഒരു എംപ്ലോയിയുമായിട്ട് നമുക്ക് ചിലപ്പോൾ എന്തുണ്ടാവും? പ്രോഫിറ്റ്സ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടാവും. എന്ന് കരുതി എംപ്ലോയി നമ്മുടെ പാർട്ട്ണർ ആണെന്ന് പറയാൻ പറ്റും? ഇല്ല. ക്ലിയർ? അതുകൊണ്ട് തന്നെ ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ്സ് എന്ന് പറയുന്നത് എന്തല്ല, ഒരു കൺക്ലൂസീവ് എവിഡൻസ് അല്ല. ദിസ് ഇസ് എ വെരി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് ഈസ് അതിന് എസെൻഷ്യൽ എലമെന്റ് തന്നെയാണ്. ക്ലിയർ? അതിൽ സംശയമൊന്നുമില്ല, അതിൽ വേറെ തർക്കമൊന്നുമില്ല. ഇറ്റ് ഈസ് എൻ എസെൻഷ്യൽ എലമെന്റ്. പക്ഷെ അതൊരു പ്രൈമ ഫേസി എവിഡൻസ് മാത്രമാണ്. ക്ലിയർ? നോട്ട് കൺക്ലൂസീവ്. Sharing of profits or gross returns accruing from property by persons holding joint or common interest in the property would not by itself make such person partners. ചുമ്മാ ഒരു ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ്സ് ഉണ്ടെന്ന് കരുതി അവരെന്താവുന്നില്ല? would not make such persons partners. Although the right to participate in profit is a strong test of partnership. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രോങ് ടെസ്റ്റ് തന്നെയാണ്. പ്രോഫിറ്റ് ഷെയറിംഗ് അവിടെ വേണം. And there may be cases where upon a simple participation in profit there is a partnership. വെറും ഒരു പ്രോഫിറ്റ് ഷെയറിംഗിൽ പാർട്ട്ണർഷിപ്പ് ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകാം. But we cannot make it sure. Yet whether the relation does or does not exist must depend upon the whole contract between the parties. അവർക്ക് ഇൻ ബിറ്റ്വീനുള്ള കോൺട്രാക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവർക്കിടയിൽ പാർട്ട്ണർഷിപ്പ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. എക്സ്പ്രസ് അഗ്രിമെന്റ് അവർക്കിടയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ സംഭവം വളരെ എളുപ്പം, അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇഫ് ദർ ഈസ് ആൻ എക്സ്പ്രസ് അഗ്രിമെന്റ് ബിറ്റ്വീൻ partners to share the profits of business and the business is being carried on by all or any of them acting for all, there will be no difficulty. Clear? അവർ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നുണ്ട്, ബിസിനസിന്റെ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നു, ബിസിനസ് ക്യാരി ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ ആണ്. നോ ഇഷ്യൂസ്. അവിടെ ഡയറക്റ്റ്ലി ഒരു ഡിഫിക്കൽട്ടി ഒന്നുമില്ല. അവിടെ എന്തുണ്ട്? പാർട്ട്ണർഷിപ്പ് ഉണ്ട്. പക്ഷെ ബുദ്ധിമുട്ട് വരുന്നത് ഇത്തരത്തിൽ എക്സ്പ്രസ് എഗ്രിമെന്റ് ഇല്ലാത്ത സമയത്താണ്. ടാസ്ക് ബിക്കംസ് ഡിഫിക്കൽട്ട് വെൻ ദർ ഈസ് നോ സ്പെസിഫിക് എഗ്രിമെന്റ്. ക്ലിയർ? അത്തരം സിറ്റുവേഷൻസിൽ അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സെക്ഷൻ 6. ഓക്കെ, സെക്ഷൻ 6 ഓഫ് പാർട്ട്ണർഷിപ്പ്. ഇത് പ്രകാരം നോക്കുന്ന സമയത്ത് അക്കോർഡിംഗ് ടു സെക്ഷൻ 6 റിഗാർഡ് മസ്റ്റ് ബി ഹാഡ് ടു ദ റിയൽ റിലേഷൻ ബിറ്റ്വീൻ ദി പാർട്ടീസ്. അവർക്കിടയിലെ റിയൽ റിലേഷൻ നമ്മൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം.
അവർക്കിടയിൽ റിയൽ റിലേഷൻ മ്യൂച്വൽ ഏജൻസി പ്രകാരമാണെങ്കിൽ അവിടെ പാർട്ട്ണർഷിപ്പ് ഉണ്ടെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഷോൺ ബൈ ഓൾ റെലവന്റ് ഫാക്ട്സ്. റൂൾ ഈസ് ഈസിലി സ്റ്റേറ്റഡ് ആൻഡ് ഈസ് ക്ലിയർ ബട്ട് ഇറ്റ്സ് ആപ്ലിക്കേഷൻ ഈസ് ഡിഫിക്കൽട്ട്. സ്റ്റേറ്റ് ചെയ്ത് വളരെ എളുപ്പമാണ്, പക്ഷേ അപ്ലൈ ചെയ്യുന്നത് നമുക്ക് കൺക്ലൂഡ് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ക്ലിയർ. Cumulative effect of all relevant facts such as written or verbal agreement, real intention, conduct of the parties, other surrounding circumstances, എല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ നോക്കുന്നത് അവിടെ എന്തുണ്ടോ എന്നുള്ള ഇവർക്കിടയിലെ റിലേഷൻ എങ്ങനെ വരുന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നത് നോക്കുന്നത്. അവിടെ മ്യൂച്വൽ ഏജൻസി ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അവർ ലൈക്ക് എവറി പാർട്ട്ണർ ഈസ് എൻ ഏജന്റ് ഓഫ് ദി അതർ പാർട്ട്നേഴ്സ് ആൻഡ് ദി ഫേം എന്നുള്ള രീതിയിലുള്ള സിറ്റുവേഷൻ ആണ് വരുന്നത് നമുക്ക് പല സിറ്റുവേഷൻ വെച്ച് അനലൈസ് ചെയ്ത് നോക്കേണ്ടി വരും. ക്ലിയർ. എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ലൈക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ. ഹെൻസ് ഇവരെ പറഞ്ഞുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇറ്റ് ഈസ് ട്രൂ. മിയർ ഷെയറിംഗ് ഇൻ ദ പ്രോഫിറ്റ് ഈസ് നോട്ട് കൺക്ലൂസീവ് എവിഡൻസ്. ചുമ്മാ ഒരു പ്രോഫിറ്റ് ഷെയറിംഗ് കൊണ്ട് മാത്രം അവിടെ എന്താവുന്നില്ല, അവിടെ പ്രോഫിറ്റ് ലൈക്ക് പാർട്ട്ണർഷിപ്പ് ഉണ്ട് എന്നുള്ളത് കൺക്ലൂഡ് ആവുന്നില്ല. ക്ലിയർ. ഇനി നമുക്ക് ദ വെരി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇറ്റ്സ് എ വെരി സ്മോൾ ക്വസ്റ്റ്യൻ. ക്ലിയർ. അതോട് കൂടിയിട്ട് നമ്മുടെ MTP സെഷൻ്റെ ഡിസ്കഷൻ തീരുന്നതായിരിക്കും. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് ഇൻ റിലേഷൻ ടു എ ഫോറിൻ കമ്പനി. കമ്പനീസ് ആക്ടുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ മൈക്ക് LLC എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്. ദാറ്റ് ഈസ് എ മൈക്ക് LLC. എവിടെയാണ് അവർ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്? ഇറ്റ് ഈസ് ഇൻ സിംഗപ്പൂർ. അവരുടെ ഓഫീസ് ഇവിടെ പൂനെയിലുണ്ട്. ക്ലിയർ. ദേ ആർ ഹാവിംഗ് എ പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ. ക്ലിയർ. പ്ലേസ് ഓഫ് ബിസിനസ് ഇന്ത്യയിലുണ്ട്. അനലൈസ് വെദർ മൈക്ക് LLC വുഡ് ബി കോൾഡ് ആസ് എ ഫോറിൻ കമ്പനി. മൈക്ക് LLC ഒരു ഫോറിൻ കമ്പനി ആയിട്ട് വിളിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ പറ, വിളിക്കാൻ പറ്റുമോ ഇല്ലയോ? മൈക്ക് LLC ഒരു ഫോറിൻ കമ്പനിയാണോ അല്ലയോ? ടെൽ മി യുവർ ആൻസേഴ്സ് ഓൺ ഇൻ ദി കമന്റ് ബോക്സ്. പ്ലീസ് ഗീവ് മി ആൻസേഴ്സ്. വെരി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിലൊരു പാർട്ടിസിപ്പേഷൻ കൂടെ കഴിഞ്ഞാൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഓക്കെ, എവറി വൺ ഈസ് ഗിവിങ് ആൻസേഴ്സ്. എല്ലാവരും പറയുന്നത് ഫോറിൻ കമ്പനിയാണെന്ന് തന്നെയാണ് അല്ലേ? അവർ ഇന്ത്യക്ക് പുറത്ത് ഇൻകോർപ്പറേറ്റഡ് ആണ്. അവർക്ക് ഇന്ത്യയിൽ പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ട്. ഇത് മതി. ക്ലിയർ. ലെറ്റ്സ് ലുക്ക് ഇൻടു ദി സൊല്യൂഷൻ. ഓക്കെ, Mike LLC is incorporated in Singapore, having a place of business in Pune, India. Since Mike LLC is incorporated outside India and having a place of business in India, incorporated outside India and having a place of business in India. അതുകൊണ്ട് തന്നെ എന്താണ്? ഇറ്റ് ഈസ് എ ഫോറിൻ കമ്പനി. ഫോറിൻ കമ്പനി ഡെഫിനിഷൻ സെക്ഷൻ 2 ക്ലോസ് 42 പറയുന്നുണ്ട്. എന്താ പറയുന്നത്? എ കമ്പനി ഓർ ബോഡി കോർപ്പറേറ്റ് ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ ആസ് എ പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ. ബൈ ഇറ്റ് സെൽഫ് ആവാം, ത്രൂ ഏജന്റ് ആവാം, ഫിസിക്കലി ആവാം, ഓർ ത്രൂ ഇലക്ട്രോണിക് മോഡൊക്കെ ആവാം. നോ ഇഷ്യൂസ്. അതുപോലെ കണ്ടക്ട്സ് എനി ബിസിനസ് ആക്ടിവിറ്റി ഇൻ ഇന്ത്യ. അവരെന്തെങ്കിലും ബിസിനസ് ആക്ടിവിറ്റി ഇന്ത്യയിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്തരം കമ്പനികൾ ഫോറിൻ കമ്പനി എന്ന് പറയുന്നത്. ക്ലിയർ. ഇവിടെ മൈക്ക് LLC എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഇൻ സിംഗപ്പൂർ ആൻഡ് ദേ ആർ ഹാവിംഗ് എ പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസിലി കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. എക്സാമിനൊക്കെ ചോദിച്ചാൽ രക്ഷപ്പെട്ടു അല്ലേ? അങ്ങനത്തെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ മൈക്ക് LLC എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ഫോറിൻ കമ്പനി. Thereby our mock test paper discussion is at its end. നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും വളരെ ലിമിറ്റഡ് സമയത്ത് പറ്റുന്നതിൻ്റെ പരമാവധിയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അനാവശ്യമായ ലാഗോ ഒന്നും ഇല്ലാതിരിക്കാൻ മാക്സിമം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളുടെ ടൈം മാക്സിമം പ്രൊഡക്റ്റീവായിട്ട് തന്നെ പോകണം എന്നുള്ള നിർബന്ധം എനിക്കുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ലോൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ പ്രൊവിഷൻസും മറ്റു കാര്യങ്ങളൊക്കെ ഓൾറെഡി ലേൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. യൂസ് ഓഫ് വർക്ക് ബുക്സ്. അതിൽ ഒരുപാട് പ്രീവിയസ് മോക്ക് ടെസ്റ്റ് പേപ്പേഴ്സ്, റിവിഷൻ ടെസ്റ്റ് പേപ്പേഴ്സ്, പ്രീവിയസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ ഉണ്ട്. അതില്ലെങ്കിൽ മറ്റു മാക്സിമം ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യുക, എടുക്കുക. അത് മാക്സിമം ചെയ്ത് ലൈക്ക് എഴുതുക. വെറുതെ ചുമ്മാ ലൈക്ക് എന്തെങ്കിലും പറയാതെ ലൈക്ക് ക്വസ്റ്റ്യൻ വായിക്കുക, മേക്ക് എ കൺക്ലൂഷൻ, റൈറ്റ് ഇറ്റ്. ക്ലിയർ. പ്രൊവിഷൻ എഴുതുന്നു, ഫാക്ട് എഴുതുന്നു, കൺക്ലൂഡ് ചെയ്യുന്നു. ആ രീതിയിൽ കൃത്യമായിട്ട് പ്രസൻറ്റ് ചെയ്യും. ക്ലിയർ. ഫ്രണ്ട്സ് ആരെങ്കിലും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് അത് വാല്യൂ ചെയ്യിക്കും. ക്ലിയർ. ഗിവ് ദം. മാർക്ക് കൊടുത്തിട്ട് വാല്യൂ ചെയ്യാൻ പറ. ക്ലിയർ. വാല്യൂ ചെയ്തിട്ട് മാർക്ക് കുറവാണെ ആസ്ക് ദം എന്തുകൊണ്ട് മാർക്ക് കുറച്ചു. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ലൈക്ക് പ്രസൻറ്റേഷനൊക്കെ എടുത്തിട്ടൊന്ന് ലൈക്ക് വാല്യൂ ചെയ്ത് നോക്ക്. ഇറ്റ്സ് എ വെരി ഗുഡ് കൾച്ചർ. അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രസൻറ്റേഷൻ ഒരുപാട് ഇമ്പ്രൂവൈസ് ചെയ്യാൻ പറ്റും. വൃത്തിക്ക് നല്ല രീതിയിൽ നമ്മൾ ലൈക്ക് ഈ പറയുന്ന രീതിയിലൊക്കെ പ്രിപ്പയർ ചെയ്ത് നമ്മുടെ റിവിഷൻ ക്ലാസ്സും RTPയും MTP സെഷൻസും അതിൻ്റെ കൂടെ ഈ പ്രസൻറ്റേഷൻ്റെ സെഷനും എല്ലാം കൂടെ നിങ്ങൾ പ്രോപ്പറായിട്ട് ഫോക്കസ് ചെയ്ത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഈസിലി നല്ല രീതിയിൽ നമുക്ക് ലോലം എന്ത് ചെയ്യാൻ പറ്റും, നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ സെഷൻ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ എവ്രി വൺസ് കോപ്പറേഷൻ. എല്ലാവരും നല്ല രീതിയിൽ PDF ഞാൻ ഷെയർ ചെയ്യാൻ പറയാം. ഐ വിൽ ഡെഫിനറ്റ്ലി ടെൽ ദം ടു ഷെയർ ദ PDF. പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. എവ്രി വൺ ഹാസ് ഗിവൻ മീ ഗുഡ് കമൻറ്റ്സ്. എല്ലാവരും നല്ല രീതിയിൽ ചാറ്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.